ഹലോ എവ്രിവൺ, മക്കളെ എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആ എക്സൈറ്റ്മെന്റും ആ എനർജിയും പവറൊക്കെ ലൈവ് ചാറ്റിൽ കുറച്ച് ഫയർ ഇമോജിയോ അല്ലെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് ചിരിക്കുന്ന ഇമോജിയാണ് ചിരിക്കുന്ന ഇമോജി, ഫയർ ആണേ ഫയർ, അല്ലെ വേറെ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻ, ഇപ്പോഴത്തെ ഇമോഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് എന്നോടും നിങ്ങളുടെ എക്സാം ഇന്നർ ഫാമിലിയോടും അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, ആ ഇമോജി വെച്ച് ലൈവ് ചാറ്റും കൂടെ നിറയ്ക്കുക. എനിക്കറിയാം നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, പക്ഷേ മക്കളെ നമ്മൾ ലേറ്റ് ആയി വന്നാലും ലൈവ് ചാറ്റിൽ ബാക്കി നിങ്ങൾ ഇടുക. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇംഗ്ലീഷ് എക്സാം, നമ്മുടെ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് എക്സാം ആണ്. ഒരു കാരണവശാലും നമ്മൾ ആ ഇംഗ്ലീഷ് എക്സാമിനെ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാതെയോ അല്ലെ ടെൻഷനോടെ നേരിടാൻ പോകുന്നില്ല. കാരണം ഫൈനലി എക്സാമിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ബെസ്റ്റ്. നിങ്ങൾക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ക്ലാസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയല്ല, കാരണം ഞാനും അലൻ സാറും ആയിരിക്കും ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യേണ്ടത്. ഒരു കാര്യം, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷിന്റെ ലൈവ് വ്യൂവേഴ്സ് പോയി നോക്കുക. 6000-7000 പേരായിരുന്നു ഓരോ ലൈവിൽ വന്ന് പഠിച്ചത്. അത് കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോംസിന് പോലും ഇല്ലാത്ത നമ്പർ ആയിരുന്നു. ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോംസിനും ഇല്ലാത്ത നമ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നത്. അപ്പൊ അത്രയും പേരായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിനെ ആശ്രയിച്ച് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിന് ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു 2000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും പോരാ, നമുക്ക് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡിനൊക്കെ പൊട്ടിക്കണ്ടേ? നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാക്കിയ റെക്കോർഡൊക്കെ പൊട്ടിക്കേണ്ടത്. ആ പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം, വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. എന്നിട്ട് ഷെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്ലാസ്സിലിരിക്കാൻ. അതേ ഉള്ളൂ. the least thing you can do now is just share the live with your friends. എല്ലാവരിലേക്കും നിങ്ങൾ ഈ ലൈവിന്റെ ലിങ്ക് എത്തിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. എല്ലാവർക്കും മക്കളെ ഇംഗ്ലീഷിന്റെ ക്ലാസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ. സോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് സാർ ഞാൻ ഷെയർ ചെയ്തു എന്ന് വളരെ പ്രൗഡായിട്ട് എന്ത് ചെയ്യണം, ആ ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. ഓക്കെ, ഷെയർ ചെയ്തിട്ട് ഓണസ്റ്റ്ലി ഷെയർ ചെയ്തിട്ട് അത് പറയാൻ പാടുള്ളൂ. ഷെയർ ചെയ്തവരൊക്കെ ഇപ്പൊ തന്നെ പറയാ സാർ ഞാൻ ഷെയർ ചെയ്തു. ഓൾസോ ലൈക്ക് ബട്ടണിൽ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്കും കൂടി അടിച്ചു വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു, രണ്ട് കാരണങ്ങളുണ്ട് ഇത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആവാൻ. ഒന്നെന്താണ്, കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ വളരെ ട്രസ്റ്റഡ് ആയിട്ട് പഠിച്ച ക്ലാസ് ആണ്. അവർ ട്രസ്റ്റഡ് ആയിട്ട് പഠിച്ചു എന്ന് മാത്രമല്ല, അവർ പരീക്ഷ എഴുതിയപ്പോൾ അവരിൽ മിക്ക കുട്ടികൾക്കും എന്താണ്, അടിപൊളി മാർക്സ് ആണ്. 90% above മാർക്സ് ആണ് ഇംഗ്ലീഷിൽ കിട്ടിയത്, ജസ്റ്റ് ഈ 2-3 ദിവസത്തെ ക്ലാസ് കണ്ടിട്ട്. മാത്രമല്ല എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ബാക്കിയുള്ള സ്കൂളിലെ കുട്ടികളെയോ അല്ലെ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സിലെ +1 +2 കുട്ടികൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ അറിയുമെങ്കിൽ നിങ്ങൾ അവരോട് കൂടി ചോദിച്ചു നോക്കുക, അലൻ സാറിന്റെ അലക്സ് സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന്. ഞങ്ങളുടെ ക്ലാസ് കണ്ട് പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഉറപ്പാണ് അവർ പറയും, ഉറപ്പായിട്ടും നിങ്ങളോട് പറയും എന്തായാലും നിങ്ങൾ അവരുടെ ക്ലാസ് കാണണം. അലക്സ് സാറിന്റെ അലൻ സാറിന്റെ ക്ലാസ് പ്രത്യേകിച്ച് എക്സാമിന്റെ തലേന്നുള്ള ദിവസങ്ങളിൽ കാണണം. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും പരീക്ഷയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. റെഡി? ശരി, ഓക്കെ. അപ്പം ഷെയർ ചെയ്തവരൊന്നും ഷെയർ ചെയ്തു പറയുന്നത് കാണുന്നില്ല. ഷെയർ ചെയ്യാത്തവരൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുക. നമുക്ക് ആ ലൈവ് കൗണ്ട് 3000-ലേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും, അതിലൊരു സംശയമില്ല. പക്ഷേ ആകെ നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം, വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ. ഓക്കെ, റെഡി മക്കളെ? ശരി. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മക്കളെ നമുക്ക് ഇംഗ്ലീഷിൽ 4 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ബുക്കിന്റെ ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ലൈവ് സെക്ഷനിൽ നമ്മൾ തീർക്കാൻ പോകുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ബുക്കിലെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് തീർക്കും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി പ്ലസ് എല്ലാ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസും. ഓക്കെ, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചാപ്റ്റേഴ്സ് എത്രത്തോളം എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആകാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ചാപ്റ്ററിന്റെ കാര്യങ്ങൾ അറിയാതെ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടില്ല. നമ്മുടെ ഗ്രാമറും റൈറ്റിംഗ് സെക്ഷനും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ലെറ്റർ റൈറ്റിംഗ് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ജസ്റ്റ് ഫോർമാറ്റ് മാത്രം അറിയുമെങ്കിൽ പോലും നിങ്ങൾ ഫോർമാറ്റ് തന്നെ വരച്ച് അഡ്രസ്സ് വരച്ച് വെക്കുക, എഴുതി വെക്കുക, ഡേറ്റ് എഴുതി വെക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ദിസ് ഇസ് എ വെരി 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 എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് സെഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ ചാപ്റ്റേഴ്സ് ഫുള്ള് തീർക്കും. അങ്ങനെയാണ് സാർ ബാക്കിയൊക്കെ എവിടെ?
ഇത് മാത്രമേ ഉള്ളോ? എടോ, എല്ലാം ഉണ്ട്. അതായത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ടൈം ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇന്ന് രാവിലെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ടൈം ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. അതുകൊണ്ട് ഇതാണ് അപ്ഡേറ്റഡ് ലൈവിന്റെ ഷെഡ്യൂൾ. സോ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു തംസ് അപ്പ് ഇടാം. ഇന്ന് വൈകുന്നേരം, അതായത് ഫ്രൈഡേ 6 മണിക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ ചാപ്റ്ററും തീർക്കും ഞാൻ പറഞ്ഞ പോലെ. നാളെ രാവിലെ 11 മണിക്ക് നോക്കുക, ശ്രദ്ധിക്കുക, ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ രണ്ടാമത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കും. നാളെ രാവിലെ അത് പഠിച്ചതിന് ശേഷം, അതൊക്കെ തീർത്തതിന് ശേഷം, അടിപൊളിയായിട്ട് പഠിച്ചതിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ശനിയാഴ്ച, നാളെ തന്നെ ശനിയാഴ്ച 6 മണിക്ക് വീണ്ടും നമ്മൾ കൂടും. എന്നിട്ട് ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ പോയംസും പഠിക്കും. ഓക്കെ, എല്ലാ പോയംസും ആയിരിക്കും നാളെ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? വൈകുന്നേരം. അപ്പൊ അതോടെ ഫസ്റ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞു, അതോടെ നമ്മുടെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. 2 ടെക്സ്റ്റ് ബുക്ക്, ഫസ്റ്റ് ഫ്ലൈറ്റ്, രണ്ടാമത്തെ സപ്ലിമെന്ററി ടെക്സ്റ്റ് ബുക്ക്, 2 ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ തീർന്നു കിട്ടി. മൂന്നാമത്തെ ഒരു ദിവസം കൂടി ഉണ്ട്, ഞായറാഴ്ച, സൺഡേ വൈകുന്നേരം നമ്മൾ ഒന്നും കൂടി കൂടുന്നു. ഗ്രാമറും റൈറ്റിംഗ് സെക്ഷനും കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അടിച്ച് പൊളിച്ച് തീർക്കുന്നു. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി 100% റെഡി ആവുന്നു. ഇതായിരിക്കും നമ്മുടെ എക്സാമിനറിന്റെ ലൈവ് ഷെഡ്യൂൾ സ്റ്റഡി പ്ലാൻ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളും, ഈ സ്റ്റഡി പ്ലാനിന്റെ സമയത്ത്, ഈ ലൈവ് ക്ലാസ്സിന്റെ സമയത്ത് കൃത്യമായിട്ട് ചാനലിൽ വരിക, ലൈവ് അറ്റൻഡ് ചെയ്യുക, സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക. രാവിലെയാണ് കിടന്നുറങ്ങരുത്, രാത്രിയാണ് കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് A1 കിട്ടും, അതിലൊരു സംശയമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ ബേസിക് കാര്യം എന്താണ്? ഈ എല്ലാ ലൈവുകളിലും നിങ്ങൾ വന്ന് ഇരിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാ ലൈവുകളിലും ഒന്നുമില്ല, 4 ലൈവേ ഉള്ളൂ ഇനി അങ്ങോട്ട് ദിവസം. 3 ദിവസത്തിൽ 4 ലൈവിൽ തന്നെ നിങ്ങൾ പങ്കെടുത്താൽ ഞാൻ ഗ്യാരണ്ടിയാണ് മക്കളെ, നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് A1 തന്നെയാണ് കിട്ടാൻ പോകുന്നത്, അതിൽ ഒരു സംശയമില്ല. അപ്പം ഈ 4 ലൈവുകളിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പങ്കെടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ലൈവ് ചാനൽ ഡബിൾ തംസ് അപ്പ് ഇടുക. എന്ത് ചെയ്യുക? ഡബിൾ തംസ് അപ്പ് ഇടുക. ഡബിൾ തംസ് അപ്പ് വരുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ മറക്കരുത്, നാളത്തെ കാര്യം വീണ്ടും ഓർമ്മിക്കുകയാണ്. നാളെ രാവിലെ നമ്മുടെ ഈ ബുക്കിന്റെ കംപ്ലീറ്റ് നമ്മൾ ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ബുക്കിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നാളെ രാവിലെ എത്ര മണിക്കാണ് മക്കളെ? 11 PM എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 11 PM അല്ല, 11 AM ആണ് കേട്ടോ. ഓക്കെ, 11 AM ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? 11 AM ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, അത് മനസ്സിലായി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് തീർക്കും. ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് 2 ഉണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല, അത് ആവശ്യമില്ല, പരീക്ഷ ചോദിക്കില്ല. പക്ഷേ ഡിലീറ്റഡ് അല്ലാത്ത ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ തീർക്കും. പക്ഷെ തീർക്കാൻ പോകുന്നത് നമ്മൾ ഓർഡറിലായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഓർഡറിലല്ല. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ അല്ല, 11th ചാപ്റ്റർ, 9th ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ. അപ്പൊ ഇതെന്താ സാർ? ഈ ഓർഡറിന്റെ ലോജിക്ക് വളരെ സിമ്പിൾ ലോജിക്കാണ്. ഏറ്റവും സിമ്പിൾ ചാപ്റ്റേഴ്സ് നമ്മൾ ആദ്യം തീർക്കും. പിന്നെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി കൂടിയ ചാപ്റ്റേഴ്സ് നമ്മൾ അവസാനത്തെ എടുക്കും, അല്ലേ? ആദ്യം തന്നെ കയറി ബോറിംഗ് ചാപ്റ്റർ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രസം പോകും. അതുകൊണ്ട് സിമ്പിൾ ചാപ്റ്റേഴ്സ് ആദ്യം തീർക്കും, പിന്നെ അവസാനം നമ്മൾ ബാക്കി ചാപ്റ്റേഴ്സ് തീർക്കും. പക്ഷേ നെവർലെസ് നമ്മൾ എല്ലാ ചാപ്റ്ററും തീർത്തിട്ട് ഇവിടുന്ന് പോകാൻ പോകുന്നുള്ളൂ. ഓൾമോസ്റ്റ് 3000 ലൈവ് വ്യൂവേഴ്സ് ആയി. എല്ലാവരും ഒന്നുകൂടി ഷെയർ ചെയ്താൽ നമുക്ക് 3000 ലൈവ് വ്യൂവേഴ്സ് ആവാം. ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ മക്കളെ. റെഡി? ശരി. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എല്ലാവരും ലൈവ് ചാറ്റിലിട്ടേ. ഏതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ഇന്നത്തെ ചാപ്റ്റർ? ലെറ്റർ ടു ഗോഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാൻ എല്ലാവരും റെഡിയാന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാപ്റ്ററിന്റെ പേര് ലൈവ് ചാറ്റിലിടുക. പേരൊക്കെ ടൈപ്പ് ചെയ്യുക. ഒന്ന് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നാലേ ക്ലാസ്സിന് ഒരു രസം ഉണ്ടാവുള്ളൂ, ഒരു ത്രില്ലൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, റെഡി മക്കളെ? റെഡി? ശരി. അലൻ സാർ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. അലൻ സാർ കുറച്ച് കഴിയുമ്പോൾ ജോയിൻ ചെയ്യും. ഓക്കെ, നിങ്ങളോട് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ആ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യങ്ങളും ക്ലാസ്സും നടക്കാത്ത അവസ്ഥയിലായി പോകും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇത് പറഞ്ഞുതരാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി? അപ്പൊ മക്കളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ ലെറ്റർ ടു ഗോഡ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാപ്റ്ററിന്റെ സമ്മറി വെച്ചിട്ട്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഫോർ എക്സാം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സ് ഓർത്തിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ
കാര്യം കട്ട പോകുകയായിരിക്കും. എന്നാൽ ഈ പോയിന്റ്സ് ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ ഏത് ചോദ്യം വന്നാലും എങ്ങനെ വന്നാലും എന്ത് രൂപത്തിൽ ചോദ്യം വന്നാലും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിന്റെ സമ്മറിയിലേക്ക് കിടക്കാം. അതിനുശേഷം നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ്ലി നോക്കും. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഇതിന്റെ സമ്മറി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തംസ് അപ്പും കൂടി ഇടാൻ മറക്കണ്ട. കാരണം അങ്ങനെ നിങ്ങൾ തംസ് അപ്പ് ഒക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുക, എനിക്ക് ഒരു രസം തോന്നും, എനിക്കൊരു മോട്ടിവേഷൻ ഒക്കെ തോന്നുന്നു. ഓക്കെ, ഓൾസോ ലൈവ് വ്യൂവേഴ്സ് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണം കേട്ടോ. റെഡി? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ബേസിക് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ കഥ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഓൾറെഡി പകുതി അറിയുന്നവർക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ലെൻചോ ആന്റിസിപ്പേറ്റ്സ് എ റിച്ച് ഹാർവെസ്റ്റ്. Lencho was a poor, diligent farmer whose field was full of ripe corn. അപ്പൊ റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈപ്പ് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് റെഡി ആയ, അല്ലെ, ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയ, അങ്ങനെ നമുക്ക് ജസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് പഴുത്തിരിക്കുന്ന, പഴുത്തല്ല, റെഡി ആയ, ഹാർവെസ്റ്റ് റെഡി ആയ, നമുക്ക് എടുക്കാൻ പറ്റിയ, നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കോൺ. Look at the sky. Looking at the sky, he was anxiously waiting for a downpour that promised him a good harvest in order to earn money for his family. പക്ഷെ ഈ കോൺ എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ പ്രശ്നം എന്താണ്? മഴ വരുന്നില്ല. ജസ്റ്റ് മഴയും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറെ പൈസ ഉണ്ടാക്കാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു, ഈ മഴയ്ക്ക് വേണ്ടി, മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺ പോർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡൗൺ പോർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മഴ. ആ മഴയ്ക്ക് വേണ്ടി ഇദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. കാരണം മഴയും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സംഭവം സെറ്റായി. ഓക്കെ, ഈ സാധനം വിൽക്കാം, ഇത് ഹാർവെസ്റ്റ് ചെയ്യാം, സാധനം വിൽക്കാം, എന്ത് ചെയ്യാം, ഫാമിലിക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, ഓക്കെ, അത് മനസ്സിലായി സാർ. ഇനി പക്ഷെ എന്താ സംഭവിച്ചത്? ദ ഡിസാസ്ട്രസ് ഹെയിൽ സ്റ്റോം. ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെയിൽ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചത് നമുക്ക് നോക്കാം കേട്ടോ ശരിക്കും. ആഫ്റ്റർ വെയിറ്റിംഗ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം, വെൻ ലെൻചോ ഫൈനലി സോ ബിഗ് വാട്ടർ റിഡൻ ക്ലൗഡ്സ് അപ്രോച്ചിങ്, ഹി ഗോട്ട് ഹാപ്പി ആൻഡ് തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ടേൺ ഹിസ് ഇയർ ഇൻടു എ പ്രോസ്പെറസ് വൺ. അപ്പൊ കുറെ നാൾ വെയിറ്റ് ചെയ്ത്, കുറെ സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താണ്, അദ്ദേഹം എന്താണ്, ലെൻചോ ക്ലൗഡ് ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറെ എന്താണ്, വലിയ വലിയ കാർമേഘങ്ങൾ വരുന്നു. അപ്പൊ മഴ പെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഈ വർഷം നമ്മൾ അടിച്ചു പൊളിക്കും എന്നുള്ള ഭയങ്കര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും ഈ വർഷം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ബട്ട് ടു ഹിസ് ഡിസ്മേ, പക്ഷേ എന്താ സംഭവിച്ചത്? ദ റെയിൻ സൂൺ ടേൺ ഇൻടു എ ഡിസാസ്ട്രസ് ഹെയിൽ സ്റ്റോം. വലിയൊരു കൊടുങ്കാറ്റായി മാറി. മഴ പെയ്തു. മഴ പെയ്തപ്പോഴത്തേക്ക് ഇത് സന്തോഷം. ഇദ്ദേഹം പുറത്തൊക്കെ പോയിട്ട് മഴയത്ത് എന്താണ് ചെറുതായിട്ടൊന്ന് നനയൊക്കെ ചെയ്തു, കൊള്ളാലോ. പക്ഷെ പെട്ടെന്ന് തന്നെ ഭയങ്കര വിൻഡൊക്കെ അടിക്കാൻ തുടങ്ങി. വലിയൊരു കൊടുങ്കാറ്റായി. അപ്പൊ എന്താണ് ഓബ്വിയസ്ലി സംഭവിക്കുക? കൊടുങ്കാറ്റിൽ ഈ കോണൊക്കെ എന്താണ്, നശിച്ചു പോയിട്ടുണ്ടാവും. അതാണ് സംഭവിച്ചത്. into a disastrous hailstorm that destroyed all of his crops. എല്ലാ ക്രോപ്സും ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. he then lost all his hopes to survive. ആ വർഷത്തെ ഹാർവെസ്റ്റ് മുടങ്ങി. ഫാമിലിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത അവസ്ഥയിലായി. ഫുൾ സാഡായി. ഒരു പൈസയും ഇല്ല. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഹംഗ്രി ആയിട്ട്, ഭക്ഷണമൊന്നും കിട്ടാണ്ട് സ്റ്റാർവേഷനും ആയിട്ട് മരിച്ചു എന്ന് മനസ്സിലായി. സങ്കടം. ഫുൾ സാഡ് സ്റ്റോറി. ശരിയല്ല മക്കളെ? സാഡ് സ്റ്റോറി. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോവാം. എല്ലാത്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. എല്ലാ പോയിന്റ്സും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, Lencho's letter to God. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരാണ് ലെറ്റർ ടു ഗോഡ്. അപ്പൊ ലെറ്റർ ടു ഗോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. Lencho was left with nothing to survive, but his faith in God was so strong that he believed that the help of God was near. അപ്പൊ ഒന്നുമില്ല, നത്തിങ് ടു സർവൈവ് ആണ്, ഒന്നുമില്ല, പൈസ ഒന്നുമില്ല, ഹംഗ്രി ആയിട്ട് സ്റ്റാർവേഷൻ വഴി മരിക്കുന്ന അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു സംഭവം, ഉൾവിളി ഉണ്ടായത്. അതായത് അദ്ദേഹത്തിന് ദൈവത്തിൽ വലിയ വിശ്വാസമായിരുന്നു. ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡ് വാസ് സോ സ്ട്രോങ്. അപ്പൊ ദൈവം എന്നെ എങ്ങനെ രക്ഷിക്കുന്നു, അദ്ദേഹത്തിന് ഒരു ബിലീഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ഇനിയാണ് കോമഡി. ഇനി കോമഡിയാണ്. ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഗോഡ്. അങ്ങ് മുകളിലിരിക്കുന്ന ആൾക്ക് ഒരു കത്ത് എഴുതാൻ വിചാരിച്ചു. asking him for 100 pesos to sow his field again and overcome the crisis till next harvest. ഒരു 100 പെസോ മതി, ഒന്ന് തന്നു കഴിഞ്ഞാൽ തൽക്കാലത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാം, അടുത്ത ഹാർവെസ്റ്റ് വരെങ്കിലും എനിക്ക് എൻ്റെ ഫാമിലി ആയിട്ട് സുഖമായിട്ട് ജീവിക്കാം. അതുകൊണ്ട് അങ്ങ് മുകളിലുള്ള ആൾക്ക് എന്താണ്, ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെറുപ്പത്തിലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ദൈവത്തിന് മൂപ്പർക്ക് ഇപ്പൊ ലെറ്റർ ഒന്നും എഴുതില്ല. ഇപ്പൊ എന്താണ്, ഫോണിൽ വിളിച്ചിട്ട് മെയിൽ അയച്ചിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാരെങ്കിലും. അപ്പം ഇയാളും അങ്ങനെ ചെറിയൊരു
കുറച്ച് ഔട്ടായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം വിചാരിച്ചു എന്നാൽ ദൈവത്തിന് ഒരു ലെറ്റർ എഴുതി 100 പൈസ ചോദിക്കാൻ വിചാരിച്ചു. ഓക്കെ, എന്തിനാ സംഭവിച്ചേ? ആക്ച്വലി ലെറ്റർ എഴുതി. ഹി ടുക്ക് ദി ലെറ്റർ ടു ദി പോസ്റ്റ് ഓഫീസ് ഹിംസെൽഫ്. പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റർ ഒക്കെ എഴുതി ദൈവത്തിന്, ടു ഗോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റർ കൊണ്ടുപോയി അഡ്രസ് ഇറ്റ് ടു ദി ഗോഡിന് ടു ഗോഡ് എന്ന് പറഞ്ഞ് അഡ്രസ്സും ചെയ്തു. ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ദ മെയിൽ ബോക്സിൽ കൊണ്ടുപോയിട്ടു. ഇത് ആക്ച്വലി ചെയ്തു. ഓക്കെ, തമാശയല്ല, ഈ ആക്ച്വലി ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ്? മെയിൻ ആയിട്ടുള്ള കാര്യം, ഇദ്ദേഹം വളരെ മണ്ടനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ മണ്ടനാണോ മണ്ടനല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പറയാം ഇദ്ദേഹം എന്താണ്, വളരെ നൈവായിരുന്നു പറയാം. എന്താണ് വളരെ നൈവ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെന്റ് അല്ലെ ഒരു വളരെ എന്താണ് ഒരു കുറച്ച് പൊട്ടത്തവും ഇന്നസെൻസും കൂടി ചേർന്നിട്ടുള്ള സ്വഭാവത്തിനെയാണ് നമ്മൾ നൈവ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം നൈവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവം ലെറ്റർ ദൈവത്തിൽ വിശ്വസിച്ചൊന്നുമല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ നൈവായുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ദൈവത്തിന് ലെറ്റർ വഴി എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്താണ്? അത് കുറച്ച് മണ്ടത്തിലാണ്. അപ്പൊ അതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഒരു ക്യാരക്ടർ സ്കെച്ചോ അല്ലെ ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് എഴുതാം. ഓക്കെ, നൈവ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഇതാണ് അർത്ഥം. മനസ്സിലായില്ലേ? കുറച്ച് ഇന്നസെന്റ്, കുറച്ച് മണ്ടൻ ഇന്നസെന്റ്. ഓക്കെ, ശരി. ഇനി എന്താ സംഭവിച്ചത്? പോസ്റ്റ് ഓഫീസ് കൊണ്ട് ലെറ്റർ ഇട്ടു. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. അപ്രീസിയേഷൻ അറ്റ് ദി പോസ്റ്റ് ഓഫീസ്. ഹിസ് യുണീക് ലെറ്റർ വിത്ത് ഗോഡ്സ് നെയിം ആസ് എൻ അഡ്രസ്സി ഓൺ ഇറ്റ് കോസ്റ്റ് മച്ച് അമ്യൂസ്മെന്റ് അമോങ് ദി പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ്. അമ്യൂസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ഒരു രസം, ഒരു കളിയാക്കൽ രസം. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ഓഫീസിൽ ഈ ലെറ്റർ ആ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ, പോസ്റ്റ് മാസ്റ്ററും അതുപോലെ അവിടുത്തെ എംപ്ലോയീസ് ഒക്കെ കണ്ടപ്പോൾ അവർക്ക് എന്താണ് ഒരു കോമഡി ആയിട്ട് തോന്നി. ദ പോസ്റ്റ് മാസ്റ്റർ വാസ് ടച്ച്ഡ് ബൈ ലെൻചോസ് ലെറ്റർ ആൻഡ് അപ്രീഷിയേറ്റഡ് ഹിസ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. പക്ഷെ പോസ്റ്റ് മാസ്റ്റർ എന്താണ് അവിടുത്തെ ബാക്കി എല്ലാവരും കുറച്ച് എന്താണ് തമാശയായിട്ട് കരുതി. പക്ഷെ പോസ്റ്റ് മാസ്റ്റർ എന്താണ് ഭയങ്കര ടച്ച് തോന്നി, ഫീലായിട്ട് അദ്ദേഹം വിചാരിച്ചു ഇയാള് ഒന്ന് മണ്ടനൊക്കെ ആണെങ്കിലും ദൈവത്തിൽ ഇത്രയും വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീൽ വന്നു. ഹി ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു ബി ബ്രോക്കൺ. അപ്പൊ ഈ ഒരു ലെൻചോയ്ക്ക് ദൈവത്തിൽ ഇത്രയും ഉണ്ടായിരുന്ന വിശ്വാസം ഈ പോസ്റ്റ് മാസ്റ്ററിന് എന്താണ് അങ്ങനെ തട്ടിക്കളയാൻ താല്പര്യമില്ലായിരുന്നു. കാരണം പൈസ ആക്ച്വലി കിട്ടാൻ പോകുന്നുണ്ടോ ദൈവത്തിന് ലെറ്റർ അയച്ചാൽ? ഇല്ല. അത് പോസ്റ്റ് മാസ്റ്ററിന് അറിയാം. പോസ്റ്റ് മാസ്റ്ററിന് കുറച്ച് സങ്കടമായി, ഇയാൾ ഇത്രയൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ലേ, അപ്പം ആ ഒരു വിശ്വാസം നമ്മൾ കളയാൻ പാടില്ലോ എന്ന് വിചാരിച്ചത് എന്ത് ചെയ്തു? ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ റിപ്ലൈ ടു ലെൻചോസ് ലെറ്റർ ആൻഡ് സെൻഡ് ഹിം സം എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഹി ഹാഡ് ആസ്ക്ഡ് ഗോഡ് ഫോർ. അപ്പം പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചു ഓക്കെ, ഇദ്ദേഹം ഇത്രയൊക്കെ വിശ്വാസമുള്ള ആളല്ലേ, ഇത്രയും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ആളല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്തേക്കാം, ആ വിശ്വാസം കളയണ്ട, തിരിച്ചൊരു ലെറ്റർ കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ആ പൈസ 100 പൈസ ചോദിച്ചില്ലേ, ആ 100 പൈസവും കൂടി അങ്ങോട്ട് കൊടുത്തേക്കാം. അയാൾക്ക് അങ്ങോട്ട് സന്തോഷമായിക്കോട്ടെ, മാത്രമല്ല അയാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോവാതെ ഇരുന്നോട്ടെ. ഓക്കെ, ഇത്രയും കൂടി വിചാരിച്ച് എന്ത് ചെയ്തു? ആ പോസ്റ്റ് മാസ്റ്റർ ആ ലെറ്റർ എഴുതാൻ കൂടി വിചാരിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പറഞ്ഞ കഥ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും തമസപ്പെടുക അല്ലെ? തമസപ്പെടണ്ടേ? എപ്പോഴും തമസപ്പെട്ടാൽ എനിക്ക് മനസ്സിലാവില്ല എന്തിനാണ് തമസപ്പെടുന്നത്. അപ്പൊ ക്ലിയർ സർ എന്ന് പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ശരി, ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. The postmaster raises fund to help. Okay, the postmaster contributed a big part of his salary and asked his fellow post office employees as well to donate for Lenjo. അപ്പൊ പോസ്റ്റ് മാസ്റ്റർ സ്വന്തം സാലറിന്ന് കുറെ പൈസ കൊടുത്തു, പിന്നെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്ന് എല്ലായിടത്തും ഒരു ഷെയർ, ഒരു പിരിവ് എടുത്തു. എന്നിട്ട് ലെൻജോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, ലെൻജോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു. However, പക്ഷേ they could only collect 70 pesos after all of their best efforts. അപ്പൊ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷവും 100 പെസോ ആയിരുന്നു ആർക്ക് വേണ്ടത്? 100 പെസോസ് ആയിരുന്നു നമ്മുടെ ലെൻജോ ചേട്ടന് വേണ്ടത്. പക്ഷെ ഇവരെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് എത്ര കിട്ടിയുള്ളൂ? 70 പെസോസ് ഇവർക്ക് എല്ലാവർക്കും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതായത് 30 പെസോ കുറവാണ്. ഓക്കെ, എന്നെങ്കിൽ അവർ വിചാരിച്ചു 70 പെസോ, 100 പെസോ വേണം, 70 പെസോ ആയില്ലേ, നല്ല കാര്യമല്ലേ. ഓക്കെ, the postmaster sent that money in an envelope and signed as God on it. പോസ്റ്റ് മാസ്റ്റർ എന്ത് ചെയ്തു? നമ്മുടെ ലെൻചോയ്ക്ക് തിരിച്ച് ഒരു ലെറ്റർ എഴുതി ഒരു എൻവലപ്പിൽ ഈ പൈസ ഇട്ട് ദൈവമാണ്, ഗോഡാണ് ഇത് അയക്കുന്ന രീതിയിൽ. അപ്പൊ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇതായി താഴെ എന്ത് ചെയ്തു? ഗോഡ് എന്ന് എഴുതി. കാരണം വിശ്വാസം പോകരുതല്ലോ, വിശ്വാസം എന്ത് ചെയ്യരുത്? പോകരുതല്ലോ. ക്ലിയർ ആണല്ലോ മക്കളെ? വിശ്വാസം എന്ത് ചെയ്യരുത്? പോകരുത്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാം ഓക്കെ അല്ലേ? അടിപൊളി 3500 ആവട്ടെ. ശരി, അപ്പൊ ഗോഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ലെറ്റർ എഴുതി ഈ എൻവലപ്പിൽ എന്ത് ചെയ്തു? ഈ എൻവലപ്പിൽ ഈ പൈസ ഇട്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. എന്തോ 70 എന്നൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാവുന്നില്ല എന്താണ്. ഓക്കെ, നോക്കാം, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, വെൻ ലെൻചോ, ഇനി എന്താ സംഭവിച്ചത്? ലെൻചോ ലൂസസ് ഹിസ് കാം.
ലെഞ്ചോ എന്താണ് ദേഷ്യപ്പെട്ടു. എന്തായിരിക്കും കാരണം? വെൻ ലെഞ്ചോ വെൻ ബാക്ക് ടു ദി പോസ്റ്റ് ഓഫീസ് ടു കളക്ട് ഗോഡ്സ് റെസ്പോൺസ്. അപ്പൊ ദൈവത്തിന്റെ റെസ്പോൺസ് എന്താണ് തിരിച്ചു വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഹി ഗോട്ട് ഡിസപ്പോയിന്റഡ് ആഫ്റ്റർ ഓപ്പണിംഗ് ദ ലെറ്റർ ആസ് ഹി ഫൗണ്ട് 30 pesos ലെസ് ഫ്രം ദി ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഹി ഹാഡ് ആസ്ക്ഡ് ഫോർ. ഓക്കെ, അതായത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇയാള് ലെഞ്ചോ എന്താണ് തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ പോയി. തിരിച്ച് എന്തൊക്കെയോ ഒരു 70 peso എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. 70 pesos ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അതിൽ എന്തോ ഒരു സംശയം ഉണ്ടോ എനിക്ക് തോന്നുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്തു വെക്കുക. ആ നമ്പറിൽ സംശയം ഉണ്ടെങ്കിൽ 70 pesos ആണ് ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്ക് ആണോ വായിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അതൊന്ന് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. നമ്പറിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ മനസ്സിലാക്കുന്നല്ല. അപ്പം ഇതേ എന്ത് ചെയ്തു? പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ എന്ത് ചെയ്തു? ഈ ഓൻവലോപ്പ് കിട്ടി. പക്ഷെ പ്രശ്നം എന്താണ്? 100 peso ആണ് ചോദിച്ചത്. പക്ഷെ എന്താണ്? ഒരു 30 peso കുറവായി പോയി. കാരണം 70 peso അല്ലേ ഉള്ളൂ. 30 peso കുറവായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഡിസപ്പോയിന്റ്മെന്റ് വന്നു, ദേഷ്യം വന്നു. എന്ത് ചെയ്തു? ഡിസപ്പോയിന്റ്മെന്റ് വന്നു, ദേഷ്യം വന്നു. ഇഷ്ടപ്പെടില്ല. കാരണം ദൈവമല്ല തരുന്നേ. ദൈവം 100 peso തരാൻ പറയുമ്പോൾ എന്തിനാ അത്രയും കൺജ്യൂസ് ചെയ്യാവുന്നത്? ആ 100 അങ്ങോട്ട് കൊടുത്തുകൂടായിരുന്നോ എന്ന് വിചാരിച്ചു. പക്ഷെ 70 കിട്ടിയുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എന്നിട്ട് എന്താ പോയിച്ചത്? ഹി ഗോട്ട് ആംഗ്രി ആൻഡ് റോട്ട് അനദർ ലെറ്റർ ടു ഗോഡ് asking him to send the remaining amount shortly, but also asked him not to send it through the mail next time, as according to Lenjo, the post office employees were an untrustworthy bunch of crooks എന്ന് പറഞ്ഞ കള്ളന്മാർ, who had stolen some of the money. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ലെഞ്ചോ എന്ത് ചെയ്തു? 70 peso ഒന്നും പോരാ ദൈവമേ, താൻ മറ്റേ ആ 30 peso കൂടി അയച്ച് പൈസ മൊത്തമായിട്ട് അയച്ചതാ. പക്ഷെ അയക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ആ പോസ്റ്റ് ഓഫീസ് വഴി അയക്കണ്ട. അവന്മാർ കുറച്ച് കള്ളന്മാർ. ആ 30 peso നേരത്തെ അയച്ച അവന്മാർ മുക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നേരെ എനിക്ക് വല്ല അയക്കുന്ന മെത്തേഡിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ലെഞ്ചോ മണ്ടനാന്ന് നമുക്ക് പറഞ്ഞാൽ പറ്റുള്ളൂ. കുറച്ചെങ്കിലും മണ്ടനാന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? കഥ എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നീട് ഇപ്പൊ എന്താണ് ദൈവം അയച്ചു കൊടുത്തോന്നോ അല്ലെ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ എന്താ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ പരീക്ഷ വേണേൽ ചോദിക്കാം. ഈ റിപ്ലൈ പോസ്റ്റ് മാസ്റ്റർ വായിച്ചിട്ടുണ്ടാവും. ആ വായിച്ച പോസ്റ്റ് മാസ്റ്ററിന് എന്തായിരിക്കും ആ ലെഞ്ചോടെ റിപ്ലൈ വായിച്ചപ്പോൾ തോന്നിയെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? നിങ്ങളോട് വേണം ചോദിക്കാം. What would be the thoughts of the postmaster who had read the റിപ്ലൈ ഫ്രം ലെഞ്ചോ എന്ന് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ ആ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ ആ രണ്ടാമത്തെ റിപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെടുമോ? ഇല്ല. നിങ്ങൾ വിചാരിക്കും ലെഞ്ചോ ഭയങ്കര അൺഗ്രേറ്റ്ഫുൾ ആണ്, ഇനി ഒരിക്കലും അവന് പൈസ കൊടുക്കാൻ പോകുന്നില്ല, ഒരു തെറി അടങ്ങിയ ഒരു ലെറ്റർ വേണമെങ്കിൽ ലെഞ്ചോയ്ക്ക് കൊടുക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ അതൊരു ചോദ്യമായിരിക്കും. അത് ഒന്ന് എൻവിഷൻ ചെയ്തു അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിന്റെ സമ്മറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലായി. അപ്പൊ ഈ ചാപ്റ്റർ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് അങ്ങോട്ട് ഇട്ടേ മക്കളെ. ലെറ്റർ ടു ഗോഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയവിടെ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ മക്കളെ. ഇനി നമുക്കുള്ളത് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പരീക്ഷയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും പരീക്ഷ ക്വസ്റ്റ്യൻ വരിക. ഫോർ എക്സാമ്പിൾ CBSE 2019 2011 എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ്, വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് എ ലെറ്റർ ടു ഗോഡ്? അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ എനിക്ക് എഴുതാൻ പറ്റില്ലേ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബൈ ഹാർട്ട് പഠിക്കരുത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ രീതിയിൽ നിന്ന് ആലോചിച്ച് നോക്കി. എന്തിനായിരിക്കും ലെഞ്ചോയ്ക്ക് റൈപ്പ് ആയിട്ടുള്ള കോൺ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ മഴ മാത്രം മതിയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? മഴേനൊപ്പം തന്നെ ഒരു ഹെയിൽ സ്റ്റോം വന്നു. അപ്പൊ അങ്ങനെ എല്ലാ ക്രോപ്സും എന്താണ് ഡിസ്ട്രോയ്ഡ് ആയിപ്പോയി. അപ്പൊ ഡിസ്ട്രോയ്ഡ് ആയിപ്പോയപ്പോൾ അദ്ദേഹത്തിന് ഫാമിലിനെ ഫീഡ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഹംഗ്രി ആയിട്ട് മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിനോട് സഹായം ചോദിച്ചു. ആ സഹായം ഒരു ലെറ്ററിൽ കൊടുത്തു. ഇത്രയും എഴുതി വെച്ചാൽ മതി. ഇത്രയോട് സംഭവം. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ഇവിടെ ഒരു ആൻസർ, ഞാൻ ഒരു അടിപൊളി ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. When Lencho's crops were completely destroyed by the hailstorm, he wrote a letter to God in despair. He had a firm belief in God's help. ഗോഡിന് അത്ര ബിലീഫ് ആയിരുന്നു, ഗോഡ് ഹെൽപ്പ് ചെയ്യുന്നു. സോ he asked the God to send him 100 pesos to sow his field again and feed his family for the year. ഇത്രയുള്ള സംഭവം. ഇത് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ പല ചോദ്യങ്ങളും ചോദിക്കാം. ഇത് മാത്രമല്ല, പല ചോദ്യങ്ങളും ചോദിക്കാം. ഫോർ എക്സാമ്പിൾ 2-3 ചോദ്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ വായിക്കാം. വൈ ഡിഡ് ലെഞ്ചോ നോട്ട് വാണ്ട് ദി മണി ടു ബി സെൻഡ് ത്രൂ ദി മെയിൽ? രണ്ടാമത്തെ പ്രാവശ്യം ലെറ്ററിൽ എഴുതിയപ്പോൾ ലെഞ്ചോ പറഞ്ഞു മെയിൽ വഴി അയക്കണ്ട. എന്തുകൊണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 100 peso അയച്ചപ്പോൾ 70 peso കിട്ടിയുള്ളൂ. അതിന് 30 peso ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് ക്രൂക്സ് കള്ളന്മാരെടുത്തുനിന്ന് ഇയാൾക്ക് തോന്നി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ദൈവത്തിനോട് പറഞ്ഞു മെയിൽ വഴി അയക്കണ്ട, നേരത്തെ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യം എന്ത് ചെയ്യാൻ? നിങ്ങൾ ഇംഗ്ലീഷ് എഴുതി വെക്കുക.
അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്, ജസ്റ്റ് അത് ഇംഗ്ലീഷ് എഴുതി വെക്കാൻ മാത്രം പഠിച്ചാൽ മതി. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വായിക്കണം. സാർ എപ്പോൾ വായിക്കണം? ഇപ്പൊ ഇങ്ങനെ വായിച്ചു കളിക്കണോ? ഇപ്പൊ വായിച്ചു കളിച്ച സമയം ഉണ്ടാവില്ല, നമുക്ക് ഇത്രയും ചാപ്റ്റർ തീർക്കണ്ടേ. അതുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം, നിങ്ങൾ ആ സൊല്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സിന്റെയും ഓക്കെ, ഇന്നത്തെ മാത്രമല്ല നാളത്തെ ഒക്കെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ തരാം. ഓക്കെ, ഫ്രീ ആയിട്ട് തരാൻ, പൈസ ഒന്നും തരേണ്ട ആവശ്യമില്ല. സാർ എങ്ങനെയാണ് സാർ തരാൻ പോകുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ നമ്മുടെ എക്സാമിനറിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്? ജോയിൻ ചെയ്തവരൊക്കെ കൈ പൊക്കുക. ജോയിൻ ചെയ്യാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ എക്സാമിനറിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ലൈവ് ചാറ്റിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ ലൈവ് ക്ലാസ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പിൻ ചെയ്ത് വെച്ചൊരു മെസ്സേജ് കാണാം. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ആ ലിങ്ക് ഞെക്കി ജോയിൻ ചെയ്താൽ മതി. After this class, you will receive all the notes. Notes എന്ന് പറഞ്ഞാൽ സമ്മറി നോട്ട്സ് മാത്രമല്ല, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഒന്നൊന്നല്ല, 1, 2, 3, 4 എല്ലാ ചാപ്റ്ററിലും പല ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതൊക്കെ പരീക്ഷയിൽ വരാനുള്ള ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും എല്ലാ ചാപ്റ്ററിന്റെയും സമ്മറി നോട്ട്സും നിങ്ങൾക്ക് അതിൽ അയച്ചു തരും ഫ്രീ ആയിട്ട്. ഇനി ചിലവർക്ക് പേടി ഉണ്ടാവും, സാർ ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നമ്പർ ലീക്കായി പോവോ? ഒരു കാരണവശാലായി പോല. കാരണം ദിസ് ഇസ് നോട്ട് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്പർ കാണാൻ പറ്റുക. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളും എക്സാമിനറും തമ്മിലേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. നിങ്ങളും നിങ്ങൾക്ക് വേറെ ആളുടെ നമ്പർ കിട്ടില്ല, വേറെ ആൾക്കാർക്ക് നിങ്ങളുടെ നമ്പർ കിട്ടില്ല. അപ്പൊ കുറച്ച് കോഴി സ്വഭാവമുള്ള ആൾക്കാരൊന്നും കുറെ നമ്പർ കിട്ടുമെന്ന് വിചാരിച്ച് കയറണ്ട. നിങ്ങൾക്ക് എക്സാമിനറെ മാത്രമേ കാണാൻ പറ്റില്ല, എക്സാമിനർ നിങ്ങളെ കാണാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്പർ ഒന്നും എവിടെയും പോകില്ല. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. അപ്പൊ നോട്ട്സ് വേണ്ടവർ വിച്ച് ഐ ഹൈലി റെക്കമെൻഡ്. ഈ നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്രമല്ല കുറെ ക്വസ്റ്റ്യൻസ് CBSE ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. CBSE ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ചോദിക്കും. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ ചെയ്യുക. ഞാൻ അത് സമയം കളയുന്നില്ല, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് സമയം കളയുന്നില്ല. പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ വാസ് ലെൻചോ? വാട്ട് വെയർ ഹിസ് മെയിൻ പ്രോബ്ലംസ്? അത് ചോദിക്കാം. ലെൻചോ വെയിറ്റഡ് ഈഗർലി ഫോർ എ റിപ്ലൈ ടു ഹിസ് ലെറ്റർ ഫ്രം ഗോഡ്. ഡു യു തിങ്ക് ദ പോസ്റ്റ് മാസ്റ്റർ വാസ് ഓൾസോ വെരി കീൻ ടു നോ ലെൻചോസ് റിയാക്ഷൻ അപ്പോൺ റിസീവിംഗ് ദി റിപ്ലൈ? കണ്ടോ, CBSE ക്വസ്റ്റ്യൻ ബാങ്ക് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ചോദിക്കാം, എങ്ങനെ ആൻസർ കൊടുക്കണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും. വൈ ഡിഡ് ലെൻചോ കോൾ ദി പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് എ ബഞ്ച് ഓഫ് ക്രൂസ്? വെരി പ്രോബബിൾ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ഓൺ ലെൻചോ നോട്ട് ബീങ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി. ഈ പൈസ എന്താണ്, ദൈവം 70 പൈസ കിട്ടിയപ്പോൾ ലെൻചോ സർപ്രൈസ് ആയിരുന്നില്ല. കാരണം എന്താണ്? ലെൻചോ അത്രയും ബിലീഫ് ആയിരുന്നു, അത്രയും കോൺഫിഡന്റ് ആയിരുന്നു, ദൈവം പൈസ തരുന്നു, അത്രയും വലിയ ബിലീഫ് ആയിരുന്നു. അതുകൊണ്ടാണ് സർപ്രൈസ് ആവാത്ത പൈസ കണ്ടപ്പോൾ. നമ്മളൊക്കെയാണ് സർപ്രൈസ് ആവില്ല ദൈവം പൈസ തന്നാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സിന് ശേഷം വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദിസ് ക്ലാസ് യു വിൽ റിസീവ് ഓൾ ദ നോട്ട്സ്. എല്ലാ നോട്ട്സും നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെ എണീറ്റിട്ടോ എപ്പോഴാണോ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കാം. പഠിച്ചോളൂ മക്കളെ, പഠിച്ചോളെങ്കിൽ സാർ ഞാൻ പഠിച്ചോളൂ എന്ന് പറയാം. കാരണം ഇതും കൂടി ചെയ്താൽ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന മാത്രം കണ്ടാൽ പോരാ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമ്മറി കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 100% ഉറപ്പാണ് മക്കളെ, നിങ്ങൾക്ക് പരീക്ഷയിൽ ഏത് ചാപ്റ്ററിൽ നിന്നും എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റും. അങ്ങനെയാണ് പരീക്ഷയിൽ എല്ലാവരും ഫുൾ മാർക്കും A1 ഒക്കെ വാങ്ങുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യണം എല്ലാവരും, ആരും ഉഴപ്പരുത്. ഓക്കെ, ശരി. അപ്പൊ ഈ കീ പോയിന്റ്സ് ഇപ്പൊ പറയണ ഒരു ചാപ്റ്റർ കൂടി പറഞ്ഞു വരണം. ഈ കീ പോയിന്റ്സ് ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ബോർ അടിക്കും നമുക്ക്. ഓക്കെ, അപ്പൊ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചാപ്റ്ററും കൂടെ പോവാം. ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്ത് പറയുന്നു? ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ചാപ്റ്റർ കഴിഞ്ഞു? നമ്മൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അത് നമ്മൾ ടിക്ക് ചെയ്ത് പോവാം. അപ്പൊ ലെറ്റർ ടു ഗോഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രപ്പോസൽ. ഓക്കെ, ദ പ്രപ്പോസൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ റെഡിയാണ്. ആന്റൺ ചെക്കോവിന്റെ ഒരു സിമ്പിൾ ഡ്രാമയാണത്, ഒരു സിമ്പിൾ പ്ലേ ആണത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേ ആണ്. അപ്പൊ എല്ലാവരും പഠിക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ സാർ റെഡി എന്ന് പറയാ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ സമ്മറി പ്ലസ് ഓൾസോ ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സമയം വേസ്റ്റ് ചെയ്യാണ്ട് കിടക്കാം. മക്കളെ ഇതാ പിടിച്ചോ, ദ പ്രപ്പോസൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ. മറക്കല്ലേ, നാളെ രാവിലെ എന്താ ഉള്ളത്? നാളെ രാവിലെ 11 മണിക്ക് ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബുക്കിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നാളെ എടുത്തു തരുന്നതായിരിക്കും. നാളെ രാവിലെ 11 മണിക്ക് വന്നാൽ. ഇന്ന് ഫസ്റ്റ് ഫ്ലൈറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും തീരും. ഫസ്റ്റ് ഫ്ലൈറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും തീരും. പോയം നാളെ വൈകുന്നേരമാണ്. നാളെ രാവിലെ 11 AM ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? ശരി.
പ്രൊപ്പോസൽ ബൈ ആന്റൺ ചേക്കബ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത സിമ്പിൾ പ്ലേ ആണ് അഥവാ ഡ്രാമയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചുബുക്കോവ്, ലോമോവ് ആൻഡ് നെറ്റാലിയ. ചുബുക്കോവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു പ്രായമായിട്ടുള്ള മനുഷ്യൻ. ലോമോവ് എന്ന് പറഞ്ഞാൽ വേറെ കുറച്ചും കൂടി യങ് ആയിട്ട് ഏതാണ്ട് ഒരു 35 വയസ്സുള്ള വേറൊരു മനുഷ്യൻ. ഈ നെറ്റാലിയ എന്ന് പറഞ്ഞാൽ ആരുടെ മകളാണ്? ചുബുക്കോവ് എന്ന് പറഞ്ഞ ആളുടെ മകളാണ്. ഓക്കെ, റെഡി മക്കളെ? റെഡി. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ചുബുക്കോവ് ഗോട്ട് എ വിസിറ്റ് ഫ്രം ലോമോവ്. അപ്പൊ ലോമോവ് ചുബുക്കോവിനെ കാണാൻ വന്നു. ലോമോവ് എന്ന് പറഞ്ഞാൽ 35 വയസ്സുള്ള കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആള്. ചുബുക്കോവ് കുറച്ചുകൂടി പ്രായം കൂടിയ ആള്. ചുബുക്കോവിന്റെ മകളാണ് നെറ്റാലിയ. ചുബുക്കോവിനെ കാണാൻ ലോമോവ് വന്നു. ഇതിനെന്താ സംഭവിച്ചത്? ചുബുക്കോവ് തിങ്സ് ലോമോവ് ഇസ് ഗോയിങ് ടു ആസ്ക് ഹിം ഫോർ മണി. ചുബുക്കോവിന് ചെറിയ പേടി. പൈസ ചോദിക്കാനാണോ വന്നത്? ഓ അല്ലേ, നിങ്ങളുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഞായറാഴ്ചയൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചിലരുടെ പേരൻസ് ഒക്കെ ബെല്ലടിച്ചാൽ ആരും ഇല്ലാത്ത പോലെ അഭിനയിക്കും അല്ലേ? പിരിവുകാരായിരിക്കും മിക്കവാറും അല്ലെ? ചിലർ ഗേറ്റ് പൂട്ടിയിടും, കാരണം ആ പിരിവുകാരൊന്ന് കയറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ചുബുക്കോവിന് അയ്യോ പൈസ ചോദിക്കാനാണോ വന്ന് തലവേന. പക്ഷേ എന്താ സംഭവിച്ചത്? പൈസ അല്ല, ഇതിനേക്കാളും വലിയ കാര്യം ചോദിക്കാനാണ് ലോമോവ് വന്നത്. സ്റ്റാമർ ചെയ്തുകൊണ്ട് ലോമോവ് ആസ്ക്ഡ് ടു മാരി നറ്റാലിയ, ചുബുക്കോവ്സ് ഡോട്ടർ. പൈസ ഒന്നല്ല വേണ്ടത്, തന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ ചെറിയൊരു റിക്വസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചുബുക്കോവിന് ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. ചുബുക്കോവ് ഭയങ്കര ഹാപ്പിയായി. ചുബുക്കോവ് merrily accepts and calls Natalia. Accept ചെയ്തു, സന്തോഷം, അടിപൊളി, നീ എടുത്തോ, എന്റെ മോളെ നീ കെട്ടിക്കോ, എനിക്ക് സന്തോഷമുള്ളൂ പറഞ്ഞു. നറ്റാലിയനെ വിളിച്ചു. He expects Natalia to accept the proposal. അപ്പൊ ചുബുക്കോവ് വിചാരിച്ചു നറ്റാലിയ എന്ത് ചെയ്യും? പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യും. എല്ലാം ഹാപ്പി ആവും, എല്ലാവരും സന്തോഷം വിചാരിച്ചു. പക്ഷേ when Chubukov leaves, ചുബുക്കോവ് ആ റൂമിൽ നിന്ന് പോയി. ലോമോവ് thinks to himself that he shouldn't think too much and should just get married. അപ്പൊ ചുബുക്കോവ് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തപ്പോ ലോമോവ് ഇങ്ങനെ ആലോചിക്കാം, കല്യാണം കഴിക്കണോ? ഓ തലവേദനയാവോ? വേണ്ട, കുറെ ചിന്തിക്കണ്ട, കുറെ ചിന്തിച്ചാലാ പ്രശ്നം, അങ്ങോട്ട് കല്യാണം കഴിക്കാം. ഇത്രയും പ്രായമൊക്കെ ആയാലും 35 വയസ്സുമായി, കല്യാണം കഴിക്കാം അങ്ങോട്ട് വിചാരിച്ചു. Natalia has all the good qualities of a good wife, being an excellent housekeeper, not bad looking and well educated. മാത്രമല്ല നറ്റാലിയ ചേച്ചിക്ക് എന്താണ്? നാറ്റ് ചേച്ചി വിളിക്കാം നമുക്ക്. നാറ്റ് ചേച്ചിക്ക് എന്താണ്? അത്യാവശ്യം എന്താണ്? നല്ല ഒരു വൈഫിന്റെ ക്വാളിറ്റീസ് ഉണ്ട്. അന്നത്തെ നല്ല വൈഫിന്റെ ക്വാളിറ്റീസ് ഇവർ പറയുന്നത് എന്താണ്? പഴയ കാലമാണ്. ഹൗസ് കീപ്പർ, നല്ലൊരു ഹൗസ് കീപ്പർ ആണ്. ഓക്കെ, നല്ല ഹൗസ് കീപ്പിംഗ് സ്കിൽസ് ഉണ്ട്. നോട്ട് ബാഡ് ലുക്കിംഗ്, അത്ര മോശമൊന്നും ഇല്ല കാണാൻ. ഭയങ്കര അടിപൊളിയായിരിക്കില്ല, ആഞ്ചലീന ജോളിനെ പോലെയോ ദീപിക പദുക്കോണിനെ പോലെ ആയിരിക്കില്ല, എന്നാലും മോശമില്ല. വെൽ എഡ്യൂക്കേറ്റഡ്, അത്യാവശ്യം എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈഫ് ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. സോ കല്യാണം കഴിച്ചേക്കാം, കുറെ ചിന്തിക്കണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, മോറോവർ, മാത്രമല്ല ലോമോവ് 35 വയസ്സായേ ആൻഡ് ഹാസ് എ വീക്ക് ഹാർട്ടിന്റെ കണ്ടീഷൻ അത്ര സുഖമല്ല. ഇപ്പൊ കല്യാണം കഴിച്ചില്ല, പിന്നീട് കല്യാണം കഴിക്കുന്നവരെ ആലോചിക്കാൻ പറ്റില്ല, കാരണം തട്ടിപ്പോയിരിക്കും. Therefore he needs to settle down. അങ്ങനെയാണെങ്കിൽ സെറ്റിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന് മനസ്സിൽ കൂടെ പോയ തോട്ട്സ്. ഓക്കെ, പരീക്ഷയിൽ ചോദിക്കും, ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വേണം ചോദിക്കാം. ചുബുക്കോവ് റൂം ലീവ് ചെയ്തപ്പോൾ ലോമോവ് എന്തൊക്കെ ചിന്തിച്ചു? വാട്ട് were the thoughts that passed to the mind of Lomov when Chubukov left the room എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണ്ടേ? എഴുതി വെക്കണമല്ലോ. അപ്പൊ അതിനാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സമ്മറി ഞാൻ തരുന്ന നോട്ട്സും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിന്ന് എവിടുന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. Okay, what were the reasons which pushed അല്ലെങ്കിൽ which made Lomov decide to get married? എന്തൊക്കെ റീസൺസ് ആയിരുന്നു? അപ്പൊ എല്ലാം പറയാം. നറ്റാലി നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു, നോട്ട് ബാഡ് ലുക്കിംഗ് ആയിരുന്നു, നല്ല ഹൗസ് കീപ്പർ ആയിരുന്നു, അങ്ങനെ നല്ലൊരു വൈഫ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ലോമോവിന് എന്താണ് 35 വയസ്സായി, വീക്ക് ഹാർട്ട് ആയിരുന്നു എന്നൊക്കെ എഴുതി വെക്കാൻ പറ്റണം. പറ്റില്ലേ മക്കളെ? ശരി, വേണം. ഇതൊക്കെ എല്ലാ ചോദ്യങ്ങളാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, when Lomov first arrived at Chubukov's house, what did Chubukov think that Lomov wanted? എന്താണ് ആൻസർ? പറ. ഇതൊക്കെ ചോദ്യങ്ങളാണ്. എന്തായിരുന്നു ചുബുക്കോവ് ആദ്യം വിചാരിച്ച ലോമോന് വേണ്ടത്? പൈസ. അപ്പൊ എഴുതി വെക്കണം, Chubukov thought that Lomov wanted money, but however എഴുതി വെക്കുക, however Lomov had come to ask for Chubukov's daughter Natalia's hand, അല്ലെ to marry Natalia, അല്ലെ with a proposal എന്ന് എഴുതാൻ പറ്റും. കാരണം ഇതൊക്കെ അപ്പൊ അതാണ് പറഞ്ഞത്, ഈ ചാപ്റ്റർ ഇങ്ങനെ സമ്മറി വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ ചോദ്യങ്ങളാണ്. എല്ലാ പാരഗ്രാഫും ഞാൻ പറയുന്നത്, എല്ലാ പോയിന്റ്സ് 1 2 3 4 എന്ന രീതിയിലൊക്കെ എല്ലാത്തിനും ചോദ്യങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ട്. എവിടെ നിന്ന് വേണേ അവർക്കെടുത്ത് ചോദ്യം ചോദിക്കാം. മനസ്സിലായല്ലോ? ശരി.
ഇനി എന്താ സംഭവിച്ചത്? ഇനി നറ്റാലിയ ചേച്ചി വന്നു, നാറ്റ് ചേച്ചി enters. Lomo starts talking about their childhood and relationships within their families. അപ്പൊ ഈ പെണ്ണ് കാണാൻ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ എന്താ സംഭവിക്കുന്നത്? മഹേഷിന്റെ ആ ചേട്ടൻ ഇങ്ങനെ ആ പെണ്ണോട് വന്നപ്പോ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുണ്ടോ, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, കുറേ ഡയലോഗ് പറയുന്നില്ലേ? അതുപോലെ ഇവരെന്താണ് ഓരോരോ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി. ചൈൽഡ്ഹുഡിനെ പറ്റി, റിലേഷൻ ബിറ്റ്വീൻ ദിയർ ഫാമിലി, അവർ ഫാമിലീസ് തമ്മിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, ഹി ഓൾസോ ടെൽസ് ദാറ്റ് ദേ ആർ their neighbors too by stating the fact that his oxen meadows touch their birchwood trees. എന്താ സംഭവം? അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലീസ് തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നമ്മുടെ നെയ്ബേഴ്സും കൂടിയാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അത് ലോമോ ചേട്ടൻ പറയാണ്, അവരുടെ ഓക്സൻ മെഡോസ് എന്ന് പറഞ്ഞ മെഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ ഫീൽഡ് പോലെ, വലിയ ഫീൽഡ്. ആ ഓക്സൻ മെഡോസും ഇതാരുടെയാണ്? ലോമോ ചേട്ടൻ പറയുന്ന ലോമോവിന്റെ ഓക്സൻ മെഡോസും നറ്റാലിയ ചേച്ചിന്റെ ബേർച്ച്വുഡ് ട്രീസും, BT എന്ന് എഴുതാം, ബേർച്ച്വുഡ് ട്രീസും അതൊരു സ്ഥലമാണ്. ഓക്കെ, 2 പാടങ്ങളാണ് ബേസിക്കലി. ഈ 2 പാടങ്ങൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടും അടുത്തടുത്താണെന്ന് ആര് പറയുന്നതാണ്? ഇത് നറ്റാലിയ ചേച്ചിയുടെ അടുത്തടുത്താണ്. സോ അവർ ടെക്നിക്കലി നെയ്ബേഴ്സും കൂടിയാണെന്ന് ആര് പറഞ്ഞു? ലോമോ ചേട്ടായി പറഞ്ഞു. ഓക്കെ, ആ മനസ്സിലായി. ഓക്കെ, നാറ്റ് ചേച്ചിനോട് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ചു, ബട്ട് നാറ്റ് ചേച്ചി എന്ത് പറഞ്ഞു? ബട്ട് നറ്റാലിയ interrupts to say that oxen meadows belong to Chubukovs. നാറ്റാലിയ ചേച്ചി പറഞ്ഞു, മോനെ ഈ ഓക്സൻ മെഡോസ് തന്റെയാണെന്ന് ആരാ പറഞ്ഞത്? ഇത് ഞങ്ങളുടെയാണ്, ബേർച്ച്വുഡ് ട്രീസും ഞങ്ങളുടെയാണ്. താനീ പറഞ്ഞ ഓക്സൻ മെഡോസ് ഇല്ലേ തന്റെയാന്ന് പറഞ്ഞു, അതും ഞങ്ങളുടെയാണ്. കുറെ ഡയലോഗ് അടിക്കണ്ടെന്ന് പറഞ്ഞു. ഓഹോ, പിന്നെ അടിയാവില്ലേ? രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കതായി തുടങ്ങിട്ടോ. ഇവാൻ ഡിസഗ്രീസ്, ഇവാൻ എന്ന് പറഞ്ഞാൽ ലോമോ ആണ്. ഇവാൻ ഡിസഗ്രീസ് and thus a long argument begins. അവർ തമ്മിൽ ആർഗ്യുമെന്റ്. ഇവാൻ പറഞ്ഞു എന്റെയാണ്, നാച്ചേച്ചി പറഞ്ഞു നാച്ചേച്ചിന്റെയാണ്. Ivan believes that his grandmother had allowed some peasants of Natalia's great-grandfather to settle on the land in exchange for laying bricks for her. അപ്പം ലോമോ ചേട്ടൻ ലോജിക് എന്താണെന്ന് വെച്ചാൽ, ലോമോ ചേട്ടൻ്റെ ഗ്രാൻഡ് മദർ, ഓക്കെ, ഗ്രാനി എന്ത് ചെയ്തു? നറ്റാലിയ ചേച്ചിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് ഈ ലാൻഡ്, ഈ ഓക്സൻ മെഡോസ് എന്ന് പറഞ്ഞ ഈ ലാൻഡ് എന്താണ്? സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അതെ, കുറച്ച് നാളത്തേക്ക് വേണ്ടി സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി. എന്തിനാണ് സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി വെറുതെ കൊടുക്കുന്നത്? വെറുതെ കൊടുത്തതല്ല. കാരണം എന്താണ് നോക്കി ഇവിടെ വരുന്നത്? ഈ ഫാദർ, അപ്പം നറ്റാലിയാസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ടു സെറ്റിൽ ഓൺ ദ ലാൻഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ലേയിങ് ബ്രിക്സ് ഫോർ. അപ്പൊ എന്താണ് ലേയിങ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ വീട് പണിയോ അല്ലെ എന്തെങ്കിലും പണികൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഗ്രാനി എന്ത് ചെയ്തു? ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് അവര് ഈ ലാൻഡ് സെറ്റിൽ ചെയ്ത് അവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി, ജസ്റ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്താണ് എന്ന് ലോമോ ചേട്ടൻ പറഞ്ഞു. ലോജിക്ക് ക്ലിയർ ആണല്ലോ? അപ്പൊ ലോമോ ചേട്ടൻ പറയുകയാണ്, ഇത് എന്റെ ഗ്രാനിന്റെ സ്ഥലം തന്നെയാണ്, എന്റെ ഗ്രാനി നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന് തൽക്കാലത്തേക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്ത സ്ഥലമാണ്, നീ ഇപ്പൊ പറയുന്നത് നിന്റെ ആണെന്ന്. മനസ്സിലാവുണ്ടോ? ശരി, മനസ്സിലായി സാർ. ഓക്കെ, ഇനി സംഭവിച്ചു. നറ്റാലിയ ഓൺ ദി അതർ ഹാൻഡ്, നാച്ചേച്ചി ഇത് സമ്മതിച്ചില്ല. ഓൺ ദി അതർ ഹാൻഡ് firmly believes that oxen meadows always belong to them and threatens to send her mowers to oxen meadows. നറ്റാലിയ ചേച്ചി പറഞ്ഞ, ആര് പറയുന്നു? നിന്റെ ഈ പൊട്ട കഥയൊക്കെ നീ കൊണ്ടുപോയിട്ട് വല്ല ബുക്കിൽ എഴുത്, അല്ല വല്ല കളിക്കുടുക്കൽ എഴുതി വെക്ക്. ഈ ഓക്സൻ മെഡോസ് ഞങ്ങളുടെ ഫാമിലി തന്നെയായിരുന്നു പണ്ട് മുതലേ, അല്ലാണ്ട് നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിന്റെയോ ഒന്നും അല്ലായിരുന്നു എന്ന് നാറ്റാലിയ ചേച്ചി പറഞ്ഞു. ഓക്കെ, ശരി. ഇനി എന്താ ചോദിച്ചു? അപ്പോഴാണ് ചുബുക്കോവ്, നമ്മുടെ അച്ഛൻ, നാച്ചേച്ചിയുടെ അച്ഛൻ വരുന്നത്. ചുബുക്കോവ് enters to support നറ്റാലിയ. ചുബുക്കോവ് ചേട്ടൻ വന്നു നറ്റാലിയ ചേച്ചീനെ എന്താണ് സപ്പോർട്ടും ചെയ്തു. ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണോ, നിന്റെ ആ സ്ഥലം ആരാ പറഞ്ഞത്? ലോമോ threatens to take them to court while Chubukov abuses Lomo's family. ലോമോ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ സ്ഥലമാണോ? ഞങ്ങളുടെ സ്ഥലമായിരിക്കും, ഞാൻ നിങ്ങളുടെ കോടതി കൊണ്ടുവന്ന് പറഞ്ഞു. ചുബുക്കോ എന്ത് ചെയ്തു? ചുബുക്കോ അതിന്റെ റിപ്ലൈ ആയിട്ട് ലോമോവിനെ കുറെ കളിയാക്കി, ലോമോവിന്റെ ഫാമിലിനെ എന്തെങ്കിലും കുറെ കളിയാക്കി. ഓക്കെ, ഇതൊക്കെ ചോദിച്ചു. കളിയാക്കി മാത്രമല്ല, അബ്യൂസും ചെയ്തു, തെറി വിളിക്കുകയും ചെയ്തു. Lomo, feeling sick and numb in his hands, leaves angrily. അപ്പൊ ലോമോ ചേട്ടന്റെ ഹാർട്ട് എന്താണ്, അത്ര നല്ല കണ്ടീഷനിലല്ല. അപ്പൊ ഇങ്ങനെ ആർഗ്യുമെന്റ് ഒക്കെ ആയിട്ട് ഭയങ്കര ആർഗ്യുമെന്റ് എസ്കലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ലോമോ ചേട്ടൻ എന്താണ് ഭയങ്കര സിക്കായിട്ട്, ഭയങ്കര എന്തോ ഒരു വൃത്തിയായിട്ട ഫീലിംഗ് വന്നു. ഫെൽറ്റ് നം ഇൻ ഹിസ് ഹാൻഡ്. നം എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. നം എന്ന് പറഞ്ഞാൽ നമ്പല്ല കേട്ടോ, നമ്പല്ല, നം എന്നാണ് പറയുക. ബി സൈലന്റ് ആണ്. അപ്പൊ നം എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യിലൊന്നും ഫീൽ ചെയ്യാത്ത അവസ്ഥയായി, ഒന്ന് ഫീൽ ചെയ്യുന്നത്, ഓഹോ ഇവിടുന്നായി, എന്നിട്ട് സ്ഥലം വിട്ടു. ലീവ്സ് ആംഗ്രിലി. Chubukov, calling him a villain, tells Natalia that he cannot believe the scarecrow had the nerve to propose to Natalia.
ചുബുക്കോ പറഞ്ഞു ഈ സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ മറ്റേ പാടത്ത് ഈ മൂക്കൊക്കെ വെച്ചിരിക്കുന്ന എന്താ പറയാ മലയാളത്തിന് മക്കളെ, എന്താണ് പറയാ, കാക്കയോ അങ്ങനെ എന്തൊരു പേരില്ലേ, ആ സാധനം, ആ പാടത്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ സാധനം അല്ലെ, ഒരു ചട്ടിയൊക്കെ വെച്ചിട്ടിരിക്കുന്ന സാധനം. അപ്പം ഈ ലോമോ ചേട്ടൻ എന്താണ് ഒരു സ്കെയർ ക്രോ ആയിട്ട് എന്ത് ചെയ്യാ പറയാണ്. ഈ സ്കെയർ ക്രോ ഒരു മെറ്റഫറാണ്, ഇത് ഒരു മെറ്റഫറാണ്. ഒരാൾ ഈ ലോമോ ചേട്ടനെ ഒരു സ്കെയർ ക്രോ ആയിട്ട് എന്ത് ചെയ്യാ, ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യാണ്. ഓക്കെ, റെഡി. എന്താണ് മക്കളെ അതിന്റെ പേര്? കോലം. അത് തന്നെ. നോക്കുകുത്തി എല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പൊ നോക്കുകുത്തിയാന്ന് പറയാണ്. ഹാഡ് ദി നെർവ് ടു പ്രപ്പോസ് ടു നറ്റാലി എന്ന് പറഞ്ഞാൽ, ഹാഡ് ദി നെർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധൈര്യം. ഈ നോക്കുകുത്തിക്ക് ഇവന് എന്റെ മോളെ പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം വന്നോ, ഹി ഹാഡ് ദി നെർവ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞു. നറ്റാലിയ റിഗ്രറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ആസ്ക്ഡ് ചുബുക്കോവ് ടു കോൾ ലോമോ ബാക്ക്, വിച്ച് ഹി ഡസ്. എന്തിനാണ് നറ്റാലിയ ചേച്ചി ഇവിടെ റിഗ്രറ്റ് ചെയ്യാൻ കാരണം? ഞാൻ ചേച്ചിക്ക് ഇത്രയും നേരം അറിയില്ലായിരുന്നു. ഞാൻ ചേച്ചി വിചാരിച്ചത് ലോമോ വെറുതെ വന്നാന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി വന്നാന്നോ, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി, ഞാൻ ചേച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഈ ചുബുക്കോ ചേട്ടൻ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചേച്ചി, അയ്യോ ലോമോ ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നായിരുന്നു, വിളിക്ക്, തിരിച്ചെന്നെ ലോമോ ചേട്ടനെ വിളിക്ക്, എനിക്ക് എന്നെ ലോമോ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞ് ചുബുക്കോനോട് പറഞ്ഞു, അച്ഛാ വിളിക്ക്, ലോമോ ചേട്ടനെ വിളിക്ക്, എനിക്ക് കാണണം, ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. Okay. But Natalia regrets immediately and asks Chubukov to call Lomo back, which he does. തിരിച്ചു വിളിക്കുന്നു. Natalia becomes more affectionate towards Lomo and tells him that Oxen Meadows belong to his family. നാച്ചി പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി തന്നെയാണ്, നിങ്ങളുടെ ഫാമിലിയിലാണ് ഓക്സൺ മെഡോസ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. Lomo tells that his dog has gone lame. ഓക്കെ, അപ്പൊ അവർ ഹാപ്പി ആയിട്ടോ. ഓക്കെ, എല്ലാവരും ഹാപ്പിയായി, എല്ലാം സെറ്റായി, സബൂറായി. ഇനി അടുത്ത കഴിഞ്ഞില്ല. Lomo tells that his dog has gone lame and he regrets the fact that he paid 125 rubles for it. അപ്പൊ ലോമോ ചേട്ടൻ്റെ പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി എന്താണ് ലെയിം ആയത്, പട്ടിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി, അല്ലെ മുടന്തായി പോയി. ആൻഡ് ഹി റിഗ്രറ്റ്സ്, ഞാൻ എന്താണ് റിഗ്രറ്റ് ചെയ്യുന്നു ദ ഫാക്ട് ദാറ്റ് ഈ ലെയിം ആയി പോയ പട്ടിക്ക് വേണ്ടി ഞാൻ 125 റൂബിൾസ് പൈസ വേസ്റ്റ് ആക്കിയല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് നാറ്റാലി ചേച്ചി പറയുന്നത് നോക്കാം. ചേച്ചി പറയാണ്, Natalia thinks that the amount is too high and that the dog her father had bought for 85 rubles is better than Lomo's. നാറ്റാലി ചേച്ചി പറഞ്ഞു, താനെന്ത് മണ്ടാ, 225 രൂപ ഇങ്ങനത്തെ ഒരു പട്ടിക്കോ? എന്റെ അച്ഛൻ എന്ത് ചെയ്തു, മാർക്കറ്റിൽ പോയിട്ട് 85 രൂപയിൽ ഇതിലും ആ സൂപ്പർ പട്ടിനെ വാങ്ങിച്ചുകൊണ്ടു. എന്ത് മണ്ടനാന്ന് ചേച്ചി പറഞ്ഞു. ആലോചിച്ച് നോക്കൂ ഇവരുടെ കഥ. ഓക്കെ, another long argument. വീണ്ടും ആർഗ്യുമെന്റ് starts with which is joined by Chubukov. വീണ്ടും ചുബുക്കോവ് ജോയിൻ ചെയ്യുന്നു, അവിടെ ആർഗ്യുമെന്റ് ഉണ്ടാവുന്നു. ലോമോ feels sick again. വീണ്ടും ലോമോ ചേട്ടൻ ആർഗ്യുമെന്റ് ആയപ്പോഴത്തേക്കും ഹാർട്ടിന് പ്രശ്നമുള്ള ആളല്ലേ, അപ്പോഴത്തേക്കും എന്താണ് ഭയങ്കര സുഖമില്ല. ഹിസ് ഹാർട്ട് ഡസ് നോട്ട് ഫീൽ ടു വെൽ. ഭയങ്കര ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു ഫീലിലേക്ക് ആവുന്നു. ദ ഡോട്ടർ ആൻഡ് ഫാദർ ഗോസ് ഓൺ ആർഗ്യൂയിങ് ആൻഡ് ഈവൻ ടീസസ് ഹിം. പക്ഷെ എന്താണ് ചേച്ചിയും ചുബുക്കോവും നിർത്താതെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ എന്തിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു, ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ലോമോ കൊളാപ്സസ് എന്ന് പറഞ്ഞാൽ ബോധം കെട്ടു വീണു. നറ്റാലിയ തിങ്സ് ഹീസ് ഡെഡ്. ലോമോ ചേട്ടൻ മരിച്ചു എന്ന് വിചാരിക്കുന്നു. Chubukov in panic brings a glass of water to Lomo's mouth. Chubukov കുറച്ച് വെള്ളം എടുത്തുകൊണ്ടു ലോമോവിന് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. Alas, he is not dead. മരിച്ചുപോയില്ല, അയ്യേ പറ്റിച്ചേ. But he is not sure where he is. എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥയിലായി ഇപ്പൊ ലോമോ, പക്ഷെ മരിച്ചിട്ടില്ലായിരുന്നു. Chubukov quickly tells him that Natalia is ready to marry him. Lomo and Natalia are happy. Chubukov പെട്ടെന്ന് പറഞ്ഞു, മോനെ പേടിക്കണ്ട, എന്റെ മോള് നിന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണ്, എല്ലാം ഹാപ്പി, ബാ സൂപ്പർ, നമ്മളെല്ലാവരും ഹാപ്പി. But their argument does not stop. പക്ഷെ അവരുടെ ആർഗ്യുമെന്റ് എന്താണ്, നിർത്തുന്നില്ല. അപ്പൊ ഈ റൈറ്റർ ആന്റൺ ചേക്കവ് ഉദ്ദേശിക്കുന്ന എന്താണ്, എപ്പം നറ്റാലിയ ചേച്ചിയും ലോമോ ചേട്ടനും കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ ആർഗ്യുമെന്റ് ആയിരിക്കും. അവർക്ക് തമ്മിൽ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവർ തമ്മിൽ ആർഗ്യുമെന്റ് ആയിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനത്തെ കപ്പുകളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, ചിലവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കും, ഇവര് ഫുൾ ടൈം അടിയാണല്ലോ, ഇവരെങ്ങനെയാണ് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. ശരിയല്ലേ? ശരിയാണെങ്കിൽ ശരിയാണ് സാർ എന്ന് പറയും. Chubukov shouts for a champagne to stop the argument. Chubukov പറഞ്ഞു, champagne, let's call for a champagne എന്ന് പറഞ്ഞു. അതോടെ എന്ത് ചെയ്യാണ് മക്കളെ, തീരുകയാണ്. ക്ലിയർ ആണല്ലോ? അതോടെ നമ്മുടെ കഥ തീരുകയാണ്. ഇത്രയുള്ള സംഭവം, വളരെ സിമ്പിൾ കഥയാണ്. ഇതിൽ മനസ്സിലാക്കാൻ ഭയങ്കര ഭീകര കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓരോ പോയിന്റ്സും ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ പോയിന്റ്സും ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് വേണേൽ ചോദിക്കാം,
എന്ത് രണ്ട് ആർഗ്യുമെന്റ്സ്, there were two arguments between Lomo and Natalia, which were അല്ലെ explain അല്ലെ elaborate on the topics of the two arguments. എന്തായിരുന്നു രണ്ട് ആർഗ്യുമെന്റ്? അപ്പൊ ഓർത്തെടുക്കണം. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്തായിരുന്നു? ഓക്സൻ മെഡോസിനെ പറ്റി ആരാണ് ഓക്സൻ മെഡോസ് ഓൺ ചെയ്യുന്നതിനെ പറ്റി ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിസ്തരിക്കുക. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്താണ്? ആ പട്ടീനെ പറ്റിയിലാണ്. ആ ലെയിം ഡോഗിന് 125 റൂബിൾസ് കൊടുത്തതും നറ്റാലി ചേച്ചി പറഞ്ഞു എന്റെ അച്ഛൻ ഇതിനേക്കാൾ അടിപൊളി ഡോഗിന് 85 റൂബിളിന് വാങ്ങിച്ചു എന്നുള്ള ആർഗ്യുമെന്റ് ആണ്. അപ്പൊ എല്ലാം ചോദ്യങ്ങളാണ്. ഓക്കെ, എല്ലാം ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഈ ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ, മനസ്സിലായെങ്കിൽ, ഈ ചാപ്റ്റർ പരീക്ഷ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും സാർ, ഇത് എനിക്ക് തലേ കയറി എന്ന് തോന്നുന്നവര് എല്ലാവരും ഇപ്പൊ തന്നെ ലൈവ് ചാറ്റ് ഇടുക. സാർ ഈ ചാപ്റ്റർ ക്ലിയർ ആയി സാർ എന്ന് പറയാം. ഓക്കെ, റെഡി? അപ്പൊ വീണ്ടും ഈ ചാപ്റ്ററിനെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു ലോമോ വെൻ ഹീസ് ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്, വൈ ചുബുക്കോവ് സസ്പെക്ട്സ് ലോമോ വെൻ ഹി കംസ് ടു ഹിസ് ഹൗസ്, വാട്ട് ഡിഡ് നറ്റാലിയ സേ അബൌട്ട് ഗെസ്, ഡിസ്ക്രൈബ്. അപ്പൊ ബേസിക്കലി ഗെസ് എന്ന് പറഞ്ഞാൽ ലോമോവിന്റെ പട്ടിയാണ് കേട്ടോ, പട്ടിക്കുട്ടിയാണ്. ഡിസ്ക്രൈബ് ചുബുക്കോവ്സ് റിയാക്ഷൻ. പല ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾ എഴുതേണ്ട ഐഡിയൽ ആൻസറും കൊടുത്തിട്ടുണ്ട്. ഐഡിയൽ ആൻസർ എഴുതണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ രീതി എഴുതാൻ വേണ്ടി. പക്ഷേ ഈ ആൻസർ ആയിട്ട് മാച്ച് ചെയ്യണം, ആൻസറിന്റെ ലോജിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് വായിച്ചു നോക്കുക. അതോടെ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് കടക്കാം. രണ്ട് ചാപ്റ്റർ നമ്മൾ തീർന്നു. ഇനി നമുക്ക് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക്. ഇനി വേഗം തീരും, ചാപ്റ്റേഴ്സ് ഒക്കെ വേഗം തീരും കേട്ടോ. പ്രൊപ്പോസലും കഴിഞ്ഞു. ഇനി നമുക്ക് മാഡം റൈറ്റ്സ് ബസ്, ബാക്കിയുള്ള ചാപ്റ്റർ വേഗം തീരും. ഏറ്റവും ഷോർട്ടായിട്ട്, എന്നാൽ പരീക്ഷയിൽ എങ്ങനെ ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തായിരുന്നു ഈ കീ പോയിന്റ്സ്? മക്കളെ, ഞാൻ ഈ സമ്മറി പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്ത് ചെയ്യണം. നിങ്ങൾ വെറുതെ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാതെ നിങ്ങൾ മാക്സിമം വിഷ്വലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പൊ ഞാൻ ലെൻജോന്റെ കഥ പറയുമ്പോഴും ലെൻജോ പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റർ ഒക്കെ എഴുതി പോകുന്നു, പോസ്റ്റ് ഓഫീസിൽ എത്തുന്നു, അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ എന്താണ് ആ ലെറ്റർ വായിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഭയങ്കര വിഷ്വലൈസ് ചെയ്യാനല്ല, പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ആർക്കും ഇല്ല, എല്ലാവരും നല്ല അടിപൊളിയാണ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചെറുതായി വിഷ്വലൈസ് ചെയ്യുക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആ മനസ്സിൽ ഇങ്ങനത്തെ വിഷ്വൽസ് ഓർമ്മയുണ്ടാവും. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. പ്രത്യേകിച്ച് ഈ അവസാന ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും, ഓരോ ചാപ്റ്റർ, ഞാൻ ഇപ്പൊ ലോമോവിന്റെ ചുബുക്കോവിന്റെ നമ്മൾ നിങ്ങൾ ഫുൾ ഇമാജിൻ ചെയ്യുക. അവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നു, പട്ടിനെ പറ്റി പറയുന്നു, ആ ഓക്സൻ മെഡോസിനെ പറ്റി. അപ്പൊ ഓക്സൻ മെഡോസ് ഒരു നിങ്ങളുടെ രീതിയിൽ ഒരു പാഠം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. പാണ്ടിപ്പടയിലെ 2 പാഠങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതൊക്കെ ഇമാജിൻ ചെയ്യാം. അവർ തമ്മിൽ അടി ഉണ്ടാവുന്നു, ലോമോ ചേട്ടൻ മരിച്ച് വീഴുന്ന പോലെ വീഴുന്നു, വെള്ളം കൊണ്ട് വായിൽ വെക്കുന്നു, അപ്പൊ എണീക്കുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ എക്സാം. എക്സാമിന് നിങ്ങൾ എഴുത്ത് മറന്നു പോയാലും ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്നാൽ മാർക്ക് ഫുൾ കിട്ടുമോ സാർ? ഇല്ല. After the class, get the notes from WhatsApp community. നിങ്ങൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ഈ ക്ലാസ്സിൽ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, ആൻഡ് ലേൺ ഓൾ ദി ക്വസ്റ്റ്യൻസ്. എല്ലാ ചാപ്റ്ററിനെ ക്വസ്റ്റ്യൻസ് എന്തുണ്ട് ഇതിലുണ്ട്, അതെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്റർ അറിയായിരിക്കും. മാത്രമല്ല, റിവൈസ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സ്കൂൾ നോട്ട്സ്. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇല്ലാത്തവരുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈവക്കുക. ആ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ ടീച്ചർ തന്ന ക്ലാസ്സിലെ നോട്ട്സ് ഉണ്ടാവും, അല്ല PDF ഒക്കെ ഉണ്ടാവും. ആ PDFിലെ നോട്ട്സും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് മതി. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഞാൻ തന്ന ക്വസ്റ്റ്യൻസും, അത് കൂടാതെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നോട്ട്സ് എഴുതിയ ക്വസ്റ്റ്യൻസും, പിന്നെ അത് കൂടാതെ നിങ്ങളുടെ വേറെ എവിടെ നിന്ന് PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പൊ ആ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ NCERT നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതും കൂടി ഒന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ചെയ്താൽ മതി. അത്രയും ചോദ്യങ്ങളെ വരുള്ളൂ പരീക്ഷയിൽ. വേറെ ഒന്നും ചോദ്യങ്ങൾ എക്സ്ട്രാ വരാൻ പോകുന്നില്ല, ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം ചെയ്തിരിക്കണം. ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നാളെ അല്ലെ മറ്റന്നാൾ സൺഡേ മോർണിംഗ് കുറെ സമയം ഉണ്ടാവും നിങ്ങൾക്ക്. സൺഡേ മോർണിംഗ് നിങ്ങൾ ഈ റിവൈസ് സമ്മറി, ഞാൻ ഈ തന്നിരിക്കുന്ന സമ്മറി ഇല്ലേ മക്കളെ, ഈ സമ്മറിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യുക, ഈ സമ്മറി റിവൈസ് ചെയ്യുക. ഈ സമ്മറി റിവൈസ് ചെയ്യുന്നവർ, കാരണം ഇന്ന് നിങ്ങൾ പഠിച്ചു, നാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മറ്റന്നാൾ ആവുമ്പോഴായിരിക്കും നിങ്ങൾ ഇത് മറന്നു പോകാൻ പോകുന്നത്. ലെൻജോ എന്ത് ചെയ്തു, ലോമോ എന്താണ് ആദ്യം ലോമോ എന്താണ് അടി ഉണ്ടാക്കിയത്, 2 കാര്യങ്ങൾ എന്തായിരുന്നൊക്കെ മറന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സൺഡേ രാവിലെ ഒരു 2 മണിക്കൂർ എടുത്തിട്ട് നിങ്ങൾ രാവിലെ സ്വന്തം ഇരുന്നിട്ട് ഈ നോട്ട്സ് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ മക്കളെ? റിവൈസ് ചെയ്യുക. ഓക്കെ, റെഡി? Next, for those who haven't read the chapter at all,
ഈ കൂട്ടത്തിൽ കുറെ പേര് അത്യാവശ്യം ചാപ്റ്റർ വായിച്ചവരുണ്ടാവും. ചാപ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനു മുമ്പ് ജീവിതത്തിൽ വായിച്ചവരൊന്ന് കൈപോക്കുക. ഇതേവരെ ചാപ്റ്റർ തൊട്ടിട്ട് പോലും നോക്കാത്തവര് ഒന്ന് തംസ് ഡൗൺ കാണിക്കുക. തംസ് അപ്പ് അല്ല തംസ് ഡൗൺ കാണിക്കുക. ചാപ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവര് തംസ് അപ്പ് കാണിക്കുക, അല്ലെ കൈപോക്കുക. ഒരു പ്രാവശ്യം പോലും ജീവിതത്തിൽ ചാപ്റ്റർ വായിക്കാതെ തംസ് ഡൗൺ ആക്കുക. ഓക്കെ, ഈ ചാപ്റ്റർ ഒരു വട്ടം ഓൾറെഡി വായിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചാപ്റ്റർ വായിക്കാൻ പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഈ പറയുന്ന സമ്മറി നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ചാപ്റ്റർ വായിക്കാനുള്ള സമയമൊന്നും ഇനി ഇല്ല. വായിക്കാൻ സമയം വായിച്ചോ, പക്ഷെ വായിക്കാൻ സമയം ഇനി ഇല്ല. ഐഡിയലി നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, കാരണം ഇത് മാത്രമല്ല പഠിച്ചുകൊണ്ടിരിക്കാനല്ലേ, പല കാര്യങ്ങളും പഠിക്കണ്ടേ. അപ്പൊ സമയം ഇനി ഇല്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ സമ്മറി മാത്രം പഠിക്കുക. ഇന്നേ വരെ ജീവിതത്തിൽ ചാപ്റ്റർ വായിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓടിച്ച് ചാപ്റ്റർ കൂടി ഒന്ന് പോവാം. ഓക്കെ, ഓടിച്ച് ചാപ്റ്റർ വിടുക. ഇനി നിങ്ങൾ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചു. എന്നിട്ടാ ചാപ്റ്റർ വായിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ വായിച്ചിരിക്കുകയായിരിക്കും. അതാണ് എന്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, ലാസ്റ്റ് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ്, ലുക്ക് അറ്റ് ഈച്ച് പാരഗ്രാഫ് ആസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. ഈ സമ്മറി ഞാൻ തന്നു കഴിഞ്ഞാൽ വെറുതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ സൺഡേ മോർണിംഗ് ആണ് ഈ സമ്മറി റിവൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലെഞ്ചോ വാസ് എ പുവർ ലുക്കിംഗ് അറ്റ് ദി സ്കൈ, ഇങ്ങനെ വായിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പറ്റുക. നിങ്ങൾ വേണം ചോദിക്കാം, വാട്ട് വാസ് ലെഞ്ചോ വെയിറ്റിംഗ് ഫോർ ടു ഹാർവെസ്റ്റ്, ബിഫോർ ഹാർവെസ്റ്റ്. എന്താണ് ആ മഴയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, അത് ചോദ്യമാണ്. അപ്പൊ ഇത് എഴുതി വെക്കാം. നെക്സ്റ്റ് നോക്കിയേ, ഇത് വായിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ പോവാ. വാട്ട് ഹാപ്പൻ ടു ലെഞ്ചോസ് ക്രോപ്സ്, അല്ലെ വാട്ട് വേർ ദ പ്രോബ്ലംസ് ദാറ്റ് ലെഞ്ചോ ഫേസ്, വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു ഗോഡ്. ഇതാണ് കാരണം, ഹെയിൽ സ്റ്റോം വന്നു, എല്ലാ ക്രോപ്സും പോയി. ഇവിടെ എല്ലാ പാരഗ്രാഫും ചോദ്യങ്ങളാണെന്നുള്ള രീതി നിങ്ങൾ കാണണം. ഇത് റിവൈസ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി, ഇപ്പൊ കാണണമെന്നില്ല. റിവൈസ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുകയല്ലേ ചാപ്റ്റർ. ലെറ്റർ ടു ഗോഡ്, ലെറ്റർ. അപ്പൊ വേണം അടുത്ത ചോദ്യം. ഇവിടുന്ന് എന്താ ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഇത് വായിക്കുക. അതിന് ആലോചിക്കുക എന്ത് ചോദ്യം ചോദിക്കും. വാട്ട് ഡിഡ് ലെഞ്ചോ റൈറ്റ് ടു ഗോഡ്, വാട്ട് ഡിഡ് ലെഞ്ചോ ആസ്ക് ഫ്രം ഗോഡ് ഇൻ ഹിസ് ലെറ്റർ. ഇതിൽ കൊടുത്തിട്ടുണ്ട്, എഴുതി വെക്കുക. അടുത്തത് അപ്രീസിയേഷൻ. ഈ അടുത്ത ചോദ്യം, പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ എത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ എന്ത് ചെയ്തു, അതൊരു ചോദ്യമാണ്. എന്താ ചോദ്യം, എന്താ അല്ലെ നിങ്ങൾ തന്നെ ആലോചിച്ചു മക്കളെ, നിങ്ങൾ പറ എന്ത് ചോദ്യമാണ് ഈ പാരഗ്രാഫ് എന്ന് ചോദിക്കാൻ പറ്റുക. കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ റിപ്ലൈ, അല്ലെ വാട്ട് ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ഫീൽ വെൻ ഹി റെഡ് ദ ലെറ്റർ ബൈ ലെഞ്ചോ. ഒക്കെ ചോദ്യങ്ങളാണ്, എല്ലാം ചോദ്യങ്ങളാണ്. ഹൗ ഡിഡ് ഹി റിപ്ലൈ ടു, അല്ലെ വാട്ട് ഡിഡ് ഹി ഡു ഇൻ റെസ്പോൺസ് ടു ദ ലെറ്റർ. ഒക്കെ ചോദ്യങ്ങളാണ്. ഒക്കെ ചോദിച്ചൂടെ. അത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൻസർ, ഇതാണ് ആൻസർ, ഇതല്ലേ ആൻസർ. അപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ തരും, നിങ്ങളുടെ അടുത്തും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കൂടാതെ ഓരോ പാരഗ്രാഫും ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ ആണ് ആ പാരഗ്രാഫ് എന്ന് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പാരഗ്രാഫല്ല, ഞാൻ തരുന്ന പാരഗ്രാഫ് ഉണ്ടോ. അപ്പൊ എല്ലാ പാരഗ്രാഫിലും എല്ലാ പോയിന്റ്സിലും ക്വസ്റ്റ്യൻ ഒളിച്ചിരിപ്പ് കിടപ്പുണ്ട്. നിങ്ങൾ ആ എല്ലാ പോയിന്റ്സിലെയും ക്വസ്റ്റ്യൻ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ആ എൻവിഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു പോസിബിലിറ്റിയും ഇല്ല, എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. ഇങ്ങനെയാണ് ടോപ്പേഴ്സ് A1 വാങ്ങുക. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് ഫുൾ A1 കിട്ടുന്നവരും ടോപ്പേഴ്സും അങ്ങ് മുകളിൽ 95% അബോവ് കിട്ടുന്നവരും വാങ്ങുക. മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? ഓക്കെ സാർ. അപ്പൊ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കഴിഞ്ഞു. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വിചാരിക്കുക. ഫോളോ ചെയ്താൽ എന്തായാലും ഉറപ്പാ മക്കളെ നിങ്ങൾക്ക് A1 കിട്ടുള്ളൂ. എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പറ്റും, അതിലൊരു സംശയമില്ല. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മാഡം റൈറ്റ്സ് ദ ബസ്. അപ്പൊ ഈ സെഷനിൽ ഞാനും അലൻ സാറും എടുക്കും. ഞാൻ പറഞ്ഞു ഈ അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് അലൻ സാർ എടുക്കും കേട്ടോ. ഈ അവസാനത്തെ 3 ചാപ്റ്റർ അലൻ സാർ എടുക്കും. അപ്പൊ എനിക്ക് 1, 2, 3, 4 ചാപ്റ്ററും കൂടി തീർക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 4 ചാപ്റ്ററും കൂടി ഞാൻ തീർത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പവർഫുൾ അലൻ സാർ ആയിരിക്കും വരാൻ പോകുന്നത്. അലൻ സാർ ബാക്കി ചാപ്റ്റർ എടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാം. മാഡം റൈറ്റ്സ് ദ ബസ് എന്ന് പറഞ്ഞാൽ വീണ്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ബൈ ചാപ്റ്ററിൽ ആരാണ് മെയിൻ ആളാരാണ് വള്ളിയമ്മ അഥവാ വള്ളി. ഓക്കെ, ദിസ് ഇസ് എ സെൻസിറ്റീവ് സ്റ്റോറി ഓഫ് എ തമിഴ് ഗേൾ വള്ളിയമ്മ, ഓർ നമുക്ക് സിംപ്ലി വള്ളി എന്ന് വിളിക്കാം. വള്ളി ഹു ഇസ് ഓൺലി 8 years old, കുഞ്ഞു കുട്ടിയാണ്. ഷി വാസ് ക്യൂരിയസ് ടു നോ അബൌട്ട് ദി ഔട്ട്സൈഡ് വേൾഡ്. അപ്പൊ ഒരു കുഞ്ഞു കുട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ ക്യൂരിയോസിറ്റിയും വള്ളിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. Also she did not have friends to play. കുറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. So she keeps standing inside the doorway, വീടിന്റെ ഉള്ളിൽ നിന്ന്, of her residence, വീടിന്റെ ഉള്ളിലെ ഡോറിന്റെ ഉള്ളിൽ നിന്ന്, and watch people in the street. നിങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഇതാരത്, അമ്മേ ഇതാരോ ചേച്ചി മാമൻ പോകുന്നു, മാമനാരാ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റെയർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു കഥ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ അലൻ സാറിന്റെ ഒരു അനുഭവം എപ്പോഴാണ് പറഞ്ഞു തരേണ്ടത്?
കഥയ്ക്ക് സമയമായില്ല, കുറച്ചും കൂടി കേട്ടെ. 7:30 ഈ 2 ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞുതരാം. ഓക്കെ, ഒരു അടിപൊളി ഒരു തമാശ കഥയുണ്ട് എനിക്കുണ്ടായത്. ഇതുപോലെ ഒരു ചെറിയ കുട്ടി ഞങ്ങൾ നോക്കി സ്റ്റെയർ ചെയ്യുന്ന ഒരു കഥ പറഞ്ഞുതരാം. തമാശയാണ്, കുറച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓർമ്മിപ്പിക്കുക, കഥ സ്റ്റോറി എന്ന് പറഞ്ഞ് ഓർമ്മിച്ചാൽ മതി. So she keeps standing inside the doorway of her residence and watches people in the street. This was her favorite pastime. ഇതായിരുന്നു മെയിൻ പരിപാടി. ഓക്കെ, കാരണം ഇതൊന്നും പണ്ടത്തെ കഥയാണ്. പണ്ടത്തെ കഥയിൽ എന്തില്ല, ഫോണില്ല, ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കാൻ വള്ളിക്കില്ല, യൂട്യൂബിൽ ഷോർട്സ് നോക്കാൻ വള്ളിക്കില്ല, ഗെയിം കളിക്കാൻ വള്ളിക്കില്ല, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇതായിരുന്നു പണി. However, she was always mesmerized by the bus journey. എപ്പോഴും ബസ് പോകുമ്പോൾ എന്താണ്, ആ ബസ് ജേണി ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു. ആ ബസ്സിൽ ഇങ്ങനെ കയറണം, ആ ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യണം എന്ന് ഭയങ്കര ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വള്ളിയുടെ. They traveled the bus between her village and the closest city. അപ്പം വള്ളിയുടെ വില്ലേജിൽ നിന്ന് അവിടെ ഏറ്റവും അടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. She started collecting information about the timings of the bus from her neighbors. അപ്പം നെയ്ബർ ചേച്ചിമാരും ചേട്ടന്മാരിൽ നിന്ന് ഈ ബസ്സിന് ടൈമിങ്സിനെ മറ്റുള്ള ഇൻഫർമേഷൻ വള്ളി മെല്ലെ നൈസായിട്ട് ഇത് കളക്ട് ചെയ്തു. The bus travels to the town near her village, which was approximately 6 miles from her village. അപ്പൊ ഏതാണ്ട് 6 മൈലുകളായിരുന്നു ദൂരം, ഈ സിറ്റിയിലേക്കുള്ള ദൂരം. ആ 6 മൈലായിരുന്നു ഈ ബസ് എന്താണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. 6 മൈൽ അങ്ങോട്ടും 6 മൈൽ തിരിച്ചിങ്ങോട്ടും. ഓക്കെ, എവിടെ പോയി? The fare was 30 paise for one way. അപ്പൊ 30 പൈസ കൊടുത്താൽ അങ്ങോട്ട് പോവാം, 30 പൈസ കൊടുത്താൽ തിരിച്ചിങ്ങോട്ട്. മൊത്തത്തിൽ എത്ര പൈസ കൊടുക്കണം അങ്ങോട്ട് റിട്ടേൺ ജേണിക്ക്, ടോട്ടൽ ജേണിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 60 പൈസ കൊടുക്കണം, 30. So Valli started saving money for the bus fare. പൈസ കൊടുത്താൽ തീരുന്ന കാര്യമല്ലേ, പൈസ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു, 60 പൈസ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, she planned to travel in the afternoon when her mother was having her nap. അമ്മ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ നൈസായിട്ട് സ്നീക്ക് ഔട്ട് ചെയ്തിട്ട് ബസ്സിൽ കയറി പോയി തിരിച്ചു വരാനായിരുന്നു പ്ലാൻ. വള്ളി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ റോഡ് സൈഡ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. അപ്പൊ അങ്ങനെ പ്ലാനൊക്കെ റെഡി ആയിട്ട് എന്ത് ചെയ്തു, വള്ളി ഒരു ദിവസം പുറത്തിറങ്ങി വീടിന്റെ റോഡ് സൈഡിൽ ബസ് കാത്തിരിക്കുകയാണ്. As the bus came, she told the conductor she wants to go to town. The conductor was a jovial person. He called her madam and showed her the seat. അപ്പം ബസ്സിന്റെ ഉള്ളിൽ കയറിയപ്പം കണ്ടക്ടറിനോട് ചേട്ടാ എന്ന് പറഞ്ഞു. കണ്ടക്ടർ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ആരാ വിളിക്കുന്നത്, ചേട്ടാ. കണ്ടക്ടറും കാണുന്നില്ല. താഴെ നോക്കിയപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടി ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ എന്താണ്, പക്ഷെ കണ്ടക്ടർ ഭയങ്കര ചിൽ മനുഷ്യനായിരുന്നു. വളരെ ജോവിയൽ, വളരെ ജോളി ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് വളരെ ഫുൾ രസമായിട്ട് ഈ കുട്ടീനെ വള്ളീനെ എന്ത് ചെയ്തു, മാഡം എന്നൊക്കെ വിളിച്ചു. അപ്പൊ മാഡം എന്താ വിളിക്കാൻ കാരണം, കളിയാക്കി വിളിക്കുന്നതാണ്, അല്ല ഒരു രസത്തിന് വിളിക്കുന്നതാണ്. അല്ലെ മാഡം ഇരിക്കൂ എന്ന് പറഞ്ഞ് ഈ കുട്ടീനോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒരു വളരെ ചില്ലായിട്ടുള്ള ജോളി ആയിട്ടുള്ള കണ്ടക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഓട്ടോ മാമന്മാരെയോ ജീപ്പ് മാമന്മാരോ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ, ശരിയല്ലേ? എത്ര പേർക്കുണ്ട് അങ്ങനെ? എനിക്കുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലൊക്കെ ഞാനൊരു ജീപ്പിലേക്കായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചത് ബൈ ദ വേ നിങ്ങൾക്ക് അറിയില്ല, ഞാനും CBSE പഠിച്ചത് 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് CBSE പഠിച്ചത്. 10ാം ക്ലാസ്സിൽ CBSE പഠിച്ചത്. ദേവഗിരി CMI പബ്ലിക് സ്കൂൾ എന്ന് പറയും, കോഴിക്കോടുള്ള സ്കൂളാണ്. വളരെ അടിപൊളി സ്കൂളാണ്, അവിടെ ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പൊ കുറെ പേര് സാറിന് 10ാം ക്ലാസ്സിൽ എത്രയായിരുന്നു മാർക്ക്? ഞാൻ കഥ ഇനി പറഞ്ഞുതരാം. അപ്പം എനിക്ക് ഇതുപോലെ ജീപ്പ് മാമനുണ്ട്, വളരെ ജോളി മാമനായിരുന്നു. അപ്പൊ മൂപ്പരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട് പുള്ളി നമ്മളെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പ് എന്ത് വെച്ചാൽ ഇങ്ങനെ കുട്ടികൾ നടന്നു പോലോ, വഴി കൂടെ കുട്ടികളൊക്കെ നടന്നു പോലും ഫുട്പാത്തിൽ കൂടെ. അപ്പൊ അവരോട് പെട്ടെന്ന് പറയും പാമ്പ്. അപ്പൊ അവരെന്ത് ചെയ്യും, പാമ്പുണ്ട് വിചാരിച്ച് ചാടും, അയ്യോ. എന്നിട്ട് ഈ വണ്ടി നേരെ പോകും. അങ്ങനെ എത്രയോ പേരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ജീപ്മാവ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളും ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെന്താണ് വഴി കൂടെ പോകുമ്പോൾ പാമ്പ് ചേച്ചി. അങ്ങനെ ഒരു അടിപൊളി ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു ഇതായിരുന്നു. അപ്പൊ പിന്നെ മാർക്ക് സാർ ഭയങ്കര ഡയലോഗൊക്കെയാണ്, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം. സാറിന് ഈ പറഞ്ഞ ഫുൾ A1 ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മക്കളെ, അല്ലാണ്ട് ഞാനിവിടെ നിൽക്കുമോ? നിങ്ങൾ എൻ്റെ സൈഡിലുള്ള ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കി മനസ്സിലാവും ഫുൾ A1 ഇല്ലാണ്ട് പഠിപ്പിക്കാൻ വരാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഞാനും അലൻ സാറൊക്കെ രണ്ടുപേർക്കും CBSE പഠിച്ച് നമുക്ക് ഫുൾ A1 കിട്ടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാം. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി എന്ത് ചെയ്താണ്, നിങ്ങൾക്ക് കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ ക്ലാസ് കാണും, അങ്ങനെ ചെയ്യാൻ പറയും, ഇങ്ങനെ ചെയ്യാൻ പറയും. അവർ ഇങ്ങനെ പഠിക്കണം, മറ്റേ പോലെ പഠിക്കണം, ഇങ്ങനെ പഠിക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചോദിക്കൊന്നും വേണ്ട, പക്ഷെ എപ്പോഴും ആലോചിക്കേണ്ട മനസ്സിൽ, ഈ ടീച്ചർ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണോ, ഈ ടീച്ചറിനുണ്ടായിരുന്നോ ഈ പറഞ്ഞ പോലെ ഫുൾ A+ എന്നോ അല്ലെ ഫുൾ A1 എന്നൊക്കെ ഒന്ന് വെറുതെ ആലോചിക്കുന്നതല്ലാണ്. ഓക്കെ, അപ്പം എൻ്റെ കാര്യത്തിൽ അലൻ സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാം, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേർക്കും ഫുൾ A1 തന്നെയാണ് കിട്ടത്.
അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം, കാരണം ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, റെഡി? ശരി, ഓക്കെ, റെഡി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരാം. അപ്പം എന്താ കണ്ടക്ടർ എന്താണ് വളരെ ജോളി ആയിട്ടുള്ള ആളായിരുന്നു. മാഡം എന്ന് വിളിക്കാൻ തുടങ്ങി ആരെ? വള്ളീനെ. ഓക്കെ, വള്ളി റിമെയിൻ ഓൺ ദ ബസ് ആൻഡ് ഹാഡ് ടേക്കൻ അപ്പം എവിടെ എത്തി നമ്മൾ? The bus-നെ പറ്റി പറയാം കേട്ടോ. The bus was new and painted in green and white color stripes. The bus was comfortable and seats were luxurious seats ആയിരുന്നു. On her journey, she enjoyed watching mountains, green fields and palm tree grasslands. അപ്പോൾ ഈ വ്യൂസ് ഒക്കെ എന്തൊക്കെ കണ്ടു എന്ന് വേണം പരീക്ഷ ചോദിക്കാം. On a journey to the city, what were the views that Valli witnessed? The answer ഇതാ, പിടിച്ചോ, കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാ കണ്ടത്? മലകൾ കണ്ടു, പച്ച പുൽമേടുകൾ കണ്ടു, പിന്നെ എന്താണ്, പാം മരങ്ങൾ കണ്ടു, അല്ലെ? പനയുടെ മരങ്ങളുടെ ഗ്രാസ് ഫീൽഡ് ഉണ്ട്. ഇതൊക്കെ ചോദ്യങ്ങളാണ്, ഓർത്ത് വെക്കാം. അപ്പൊ ഇമാജിൻ ചെയ്യാൻ തുടങ്ങിക്കോ, എല്ലാം വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയോ. ആ വള്ളി ഇങ്ങനെ പോകുന്നു, ലക്ഷറിയസ് ബസ്സിലിരുന്ന് പോകുന്നു, നല്ല അടിപൊളി സീറ്റാണ്, ബസ്സിന്റെ കളറൊക്കെ ഇമാജിൻ ചെയ്യുക. മൗണ്ടൻസ് കാണുന്ന സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ എന്താണ്, ഗ്രീൻ ഫീൽഡ്സ് കാണുന്ന, പച്ച മൈതാനങ്ങൾ അല്ലെ, പാടങ്ങൾ കാണുന്നു, പിന്നെന്താണ്, പാം ട്രീസിന്റെ ഗ്രാസ് ഫീൽഡ് കാണുന്നു. ഇതൊക്കെ ചോദ്യങ്ങളാണ്. 4K സൂപ്പർ മക്കളെ, അടിപൊളി. 4K വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷെ 4K ലൈക്ക് ഇല്ല. സോ ലൈക്കും കൂടി അടിച്ച് കയറ്റുക. ഈ ലൈക്ക് അടിച്ച് കയറ്റാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നോ അത്രത്തോളം യൂട്യൂബ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോളും, നമ്മുടെ ഈ ലൈവ് എത്തിക്കും. സോ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്കും കൂടി ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും കൂടി നോക്കണം കേട്ടോ. ഓക്കെ, ദിസ് ഇസ് എ റിക്വസ്റ്റ് ഫ്രം മീ. ദിസ് ഇസ് ദി ഓൺലി റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ എക്സാം ഡേയ്സ്. എന്താണ്, നിങ്ങൾ ഷെയർ മാത്രം ഷെയർ ചെയ്യുക, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തു തരും കേട്ടോ. റെഡി? ശരി. She was experiencing it all for the first time by her own eyes. ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. On her way to the town, she saw a young cow that came in front of the bus while crossing the road. The driver blew the whistle and the cow crossed by. പശു എന്താ നടന്നുപോയി. All this is very fascinating for വള്ളി. ഇതൊക്കെ ഭയങ്കര എന്താണ്, അത്ഭുതകരമായുള്ള കാര്യമാണ് വള്ളിക്ക്, വളരെ രസകരമായുള്ള കാര്യമാണ്. It was like a dream come true for her. ഒരു സ്വപ്നം എന്താണ്, സാക്ഷാത്കരിച്ച പോലെയാണ്. അതുപോലെയായിരുന്നു വള്ളിക്ക്. കാരണം അതൊക്കെ ഭയങ്കര പുതിയ കാര്യങ്ങളായിരുന്നു. പശു വരുന്നു, ബസ് എന്താണ്, പശു ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, ഹോൺ അടിക്കാതെ പശു നടന്നു പോകുന്നു. വള്ളിക്ക് എന്താണ് വലിയ രസകരമായുള്ള കാര്യമായിരുന്നു. ഷീ വാസ് വാച്ചിങ് എവറിത്തിങ് ബട്ട് ദി ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പ് വാസ് എ പ്രൈം ഫോക്കസ്. അപ്പം എല്ലാം കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പുറത്തുള്ള ലാൻഡ്സ്കേപ്പ്, ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പ് ആയിരുന്നു മെയിൻ ഫോക്കസ്. After some time, the bus reached the final destination and all the passengers got down. അപ്പോൾ സിറ്റി എത്തി, ഡെസ്റ്റിനേഷൻ എത്തി, അപ്പോൾ എല്ലാ പാസഞ്ചേഴ്സും പുറത്തിറങ്ങി. The conductor asked her to get down, but she told that she was there for the bus ride. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, മോളെ മാഡം കൂടി ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ വള്ളി പറഞ്ഞു, ഞാനിവിടെ ഇവിടെ വരാൻ വേണ്ടിയിട്ടല്ല, സിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ ഉള്ളിൽ കയറിയത്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ്. The conductor smiled listening to her reply. കണ്ടക്ടറിന് സന്തോഷമൊക്കെ തോന്നി, ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ഇനി എന്താ സംഭവിച്ചത്? വള്ളി remained on the bus and had taken a return ticket from the conductor. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി 30 പൈസ കൊടുത്തു. എത്ര കൊടുത്തു? അങ്ങോട്ട് 30 പൈസ, ഇങ്ങോട്ട് തിരിച്ച് 30 പൈസ. അപ്പോൾ തിരിച്ച് ഒരു റിട്ടേൺ ടിക്കറ്റ് എടുത്ത് തിരിച്ച് വിട്ടു പോകാൻ വേണ്ടിയിട്ട്. The bus started and on her way back home she saw the same cow dead by the roadside. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ട ഒരു യങ് കൗവ് തിരിച്ചു പോകുമ്പോൾ എന്താണ്, മരിച്ച നിലയിൽ കണ്ടു. വള്ളിക്ക് സങ്കടമായി, ആരെങ്കിലും ഏതിലും വണ്ടി ഇടിച്ചായിരിക്കും അല്ലേ. This made her heart cry. ഭയങ്കര സങ്കടം, ഭയങ്കര സോബിങ് ഫീലിംഗ് വന്നു. She thus became sad and tried to understand the meaning of life and death in her own terms. വള്ളി ആദ്യമായിട്ടായിരുന്നു വള്ളിയുടെ ലൈഫിൽ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ നേരിടുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വള്ളി ഇങ്ങനെ ലൈഫ് എന്താണ്, ഡെത്ത് എന്താണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. പരീക്ഷ ചോദ്യം ചോദിക്കാം, when was the first time and when did Valli for the first time come into terms with life and death, അല്ലെ the meaning of life and death എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. ആ പശു അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ കണ്ട പശു മരിച്ച അവസ്ഥയിൽ കണ്ടപ്പോഴാണ് വള്ളി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. She came back home but did not share a word about the journey with her family. അമ്മയോടും അവിടെ ഉണ്ടായിരുന്ന ഒരു ആന്റിനോടും ഈ ജേർണിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞില്ല. വള്ളിക്ക് വളരെ പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതോടെ ചാപ്റ്റർ തീരാണ്. ഇതിൽ വേറെ കൂടുതൽ ട്വിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതോടെ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. മക്കളെ വളരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ചാപ്റ്റർ ആണെന്ന് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് വാസ് വള്ളീസ് ഫേവറേറ്റ് പാസ് ടൈം? എന്താണ്? ആ ഡോർവേയിൽ ഇരുന്നിട്ട് ഈ റോഡ് നോക്കിക്കൊണ്ടിരിക്കാനും ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കാനും ആ ബസ് നോക്കിക്കൊണ്ടിരിക്കാനും. വാട്ട് ഡിഡ് വള്ളി ഫൈൻഡ് ഔട്ട് അബൌട്ട് ദി ബസ് ജേർണി? ഹൗ ഡിഡ് ഷീ ഫൈൻഡ് ദീസ് ഡീറ്റെയിൽസ്? എങ്ങനെയാണ് ആ നെയ്ബേഴ്സിനോടൊക്കെ അതിന്റെ ടൈമിങ്സ് ഒക്കെ ചോദിച്ച്
മനസ്സിലായി? അപ്പൊ അതിന്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും എവിടെ കിട്ടും മക്കളെ? ലൈവ് ചാറ്റില് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ആഫ്റ്റർ ദിസ് ക്ലാസ് യു വിൽ ബി സെൻഡ് ഓൾ ദി നോട്ട്സ്, സമ്മറി നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നോട്ട്സ് കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, പരിപാടി സെറ്റ് ആക്കുക. ക്ലിയർ ആണോ? റിവൈസ് ചെയ്യുക, റെഡിയാണ്. ഓക്കെ, അപ്പൊ അതോടെ നമ്മൾ അടുത്ത ചാപ്റ്റർ തീർത്തു. മറക്കരുത്, നാളെ 11 AM കേട്ടോ. എത്ര മണിയാണ് മക്കളെ? 11 മണിക്ക് രാവിലെ കയറി പോരണം. ഫുട് പ്രിന്റ്സ് വിതൗട്ട് ദ ഫീറ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ബുക്കിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നാളെ നമ്മുടെ ശ്രുതി മിസ്സും കൂടി ഇറങ്ങുന്നതായിരിക്കും രാവിലെ. സാര് നാളത്തെ ലൈവ് മിസ് ചെയ്യരുത്. സ്റ്റോറി ഒരു ചാപ്റ്ററും കൂടി കേട്ടോ, ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും സ്റ്റോറി പറഞ്ഞുതരാം. അല്ലെ നമ്മുടെ സമയം കുറെ പോകും, നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് അടുത്ത ചാപ്റ്റർ കൂടി കേട്ടെ. അപ്പൊ മാഡം റൈഡ്സ് ദി ബസ് 3 ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ കുറച്ച് പേര് ഇപ്പൊ കയറി വരുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ബുക്കിന്റെ എല്ലാ ചാപ്റ്റേഴ്സും ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പൊ സാർ നാളെ എന്ത് ചെയ്യും? നാളെ രാവിലെ 11 o'clock പ്ലാൻ ഒക്കെ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇന്ന് വൈകുന്നേരം നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സും, നാളെ രാവിലെ 11 മണിക്ക് ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് ഫുൾ ചാപ്റ്റേഴ്സ്, വൈകുന്നേരം 6 മണിക്ക് നാളെ തന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ പോയിംസും നോക്കും. അങ്ങനെ സൺഡേ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഗ്രാമർ റൈറ്റിംഗും നമ്മൾ ചെയ്യും. ഓക്കെ, രാത്രി അതോടെ തീർന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇപ്പൊ വന്നവർക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോറി പിന്നെ 2 ചാപ്റ്ററും കൂടി ഉള്ളൂ. പിന്നെ അലൻ സാർ വരും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? അപ്പൊ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എടുക്കാൻ പറ്റും. വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. കുറച്ച് ബോറിംഗ് ആണെന്നും കൂടി ഞാൻ പറയും, പക്ഷെ ഇറ്റ്സ് ഓക്കെ. നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് സ്റ്റോറിയാണ് നെൽസൺ മണ്ടേലയ്ക്ക് പറയാനുള്ളത്. വി ഷുഡ് ഓൾ നോ അബൌട്ട് ഇറ്റ്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ഇതിനിടയിൽ കുറച്ച് പേര് ഞാൻ ചോദിക്കുന്നുണ്ടോ എക്സാമിനറിന്റെ +1 ബാച്ചിനെ പറ്റിയിട്ട്, കാരണം നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പഠിക്കുന്ന ബാച്ചാണ്. സോ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറുടെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ് നിങ്ങൾ കുറെ കണ്ട്, സയൻസിന്റെയും മാത്സിന്റെയും ആലൻ സാറിന്റെയും ഒക്കെ കുറെ ക്ലാസ് ഒക്കെ കണ്ടു. ഇത് കാണാനിരിക്കുകയാണ്. നിങ്ങൾക്ക് അവരുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് നിങ്ങളെ +1 പഠിപ്പിക്കാൻ വന്നത്. ഓക്കെ, അവർ തന്നെയാണ് +1 നമ്മുടെ ബാച്ചസിൽ പഠിപ്പിക്കാൻ വന്നത്. നെക്സ്റ്റ് ഇയർ ഇസ് എ വെരി ക്രൂഷ്യൽ ഇയർ. +1 +2 ഇസ് ദ മോസ്റ്റ് 2 important years of your life. സോ ആ 2 years എക്സാമിനറിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് എക്സാമിനറിനെ നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീനെ കൊണ്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ് കേട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ബാച്ചസ്. 2 ബാച്ച് ഉണ്ട്, 3 ബാച്ചസ്. ഫസ്റ്റ് ബാച്ച് +1 അഗ്നി ബാച്ച്, ജസ്റ്റ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. +1 +2 വേണ്ടിയുള്ള ബാച്ചാണ്. നമുക്ക് +1 മാത്രമേ പഠിക്കാനുള്ളൂ, +1 മാത്രമേ പഠിക്കുക. നെക്സ്റ്റ് ഇയറിൽ 1 വർഷത്തേക്കുള്ള ഫുൾ ഫീസാണ്. ചിലർ വിചാരിക്കും 4000 എന്ന് പറഞ്ഞാൽ 1 മാസത്തേക്കുള്ള ഫീസാണ്, പെർ മന്ത് 4000 കൊടുക്കണമെന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല. ഇറ്റ് ഇസ് ദി മോസ്റ്റ് അഫോർഡബിൾ ബാച്ച് ഇൻ കേരള. ഓക്കെ, 4000 രൂപ 1 വർഷത്തേക്കാണ് മക്കളെ ഫീസ് കേട്ടോ. അപ്പം വളരെ അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും കൂടി ഇതിന് കിട്ടും. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽ ബുക്കും നിങ്ങൾക്ക് കിട്ടും. എല്ലാം കൂടിയാണ് 4000. നിങ്ങൾ നീറ്റിനോ കീമിനോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾക്ക് എയിംസ് പോലത്തെ അടിപൊളി കോളേജിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നീറ്റിന് നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് എയിംസ് പോലെ നല്ല കോളേജിൽ പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സാധാരണ ഡോക്ടർ അല്ല, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ള ഡോക്ടർ അല്ല, നല്ലൊരു ഡോക്ടർ ആവാൻ എത്ര പേർക്ക് ഇവിടെ ആഗ്രഹമുണ്ട്? എയിംസിലൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ അങ്ങനെ നല്ലൊരു മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആവണം, വളരെ അടിപൊളി സ്ഥലത്ത് പഠിച്ചെടുത്ത് നല്ല ഡോക്ടറായി വീട്ടുകാരെയൊക്കെ പ്രൗഡാക്കണം എന്നാഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഉള്ള ബാച്ചാണ് നമ്മുടെ +1 പൃഥ്വി നീറ്റ് ബാച്ച്. അതുപോലെ കീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് നല്ലൊരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹമുള്ളവർക്ക് ഉള്ള കീം ബാച്ചും. 2നും +1 പൃഥ്വി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നീറ്റ് ബാച്ചിന് ജോയിൻ ചെയ്തവർക്ക് നീറ്റ് ബാച്ചിന് ജോയിൻ ചെയ്യാം, കീമിന് ജോയിൻ ചെയ്യുന്നവർക്ക് കീമിന് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയുള്ള ഫീസ് 6000 rupees ആണ് ഫോർ 1 year. അപ്പൊ ഈ 6000 rupeesൽ നിങ്ങൾക്ക് ഈ അഗ്നി ബാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ മാത്രമല്ല, എക്സ്ട്രാ നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കീമിനാണെങ്കിൽ കീമിന് വേണ്ടിയുള്ള കോച്ചിങ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത്രയുള്ള ഫീസ് വരുന്നത്. യു ക്യാൻ ജോയിൻ. നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാം. സാർ എന്തിനാണ് നേരത്തെ ജോയിൻ ചെയ്യുന്നത്? മക്കളെ, നെക്സ്റ്റ് ഇയർ നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതായി കഴിഞ്ഞാൽ, അത് ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയാൻ കാരണം. കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ സീനിയേഴ്സിൽ പലരും ഇങ്ങനെ അവസാനം വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട്
ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി, അവർക്ക് സീറ്റ് കിട്ടാത്ത അവസ്ഥയായിപ്പോയി. സോ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി യു ക്യാൻ ജോയിൻ ഏർലി. എങ്ങനെയാണ് സാർ ജോയിൻ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ പ്രോസസ്സാണ് മക്കളെ. താഴെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് വാട്സ്ആപ്പ് ഓൺ ദാറ്റ് നമ്പർ. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, ദെൻ യു ക്യാൻ ജോയിൻ. കോമേഴ്സിന് വേണ്ടി നെക്സ്റ്റ് ഇയർ ബാച്ചിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കും കേട്ടോ. കോമേഴ്സിനുള്ള ബാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിയിക്കും. അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം സയൻസിന് വേണ്ടിയിട്ടും നീറ്റിന്റെയും കീമിന് വേണ്ടിയുള്ള ബാച്ചസ് ആണുള്ളത്. യു ക്യാൻ ജോയിൻ. അടിപൊളിയായിട്ട് നെക്സ്റ്റ് ഇയർ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ആയിട്ട് പഠിക്കാം. ഞാനുണ്ടാവും, അനൻ സാർ ഉണ്ടാവും, നിങ്ങളുടെ ഫേവറേറ്റ് എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും നെക്സ്റ്റ് ഇയർ. ഓക്കെ, റെഡി? എല്ലാവരും ഉണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി? എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. ശരി, അപ്പൊ സമയം കളയാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. നെൽസൺ മണ്ടേല ദി ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിലെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ. ഒരു ചെറിയൊരു ഭാഗമാണ്, ഫുൾ ഓട്ടോബയോഗ്രഫി പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കീ പോയിന്റ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് നോക്കാം. മണ്ടേലാസ് പ്ലെഡ്ജ് ആസ് ദി ഫസ്റ്റ് എവർ ബ്ലാക്ക് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഐഡിയ ആണ്. എന്താ സംഭവിക്കുന്നത് നോക്കാം. May 10, 1994 was the historic day when Nelson Mandela sworn in as the first ever black president of the democratic South African in the inauguration ceremony. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്ക അത്രയും നാളും ഭരിച്ചിരുന്ന ആരാണ്? വൈറ്റ് ആൾക്കാരാണ്. വൈറ്റ് സുപ്രീമിസ്റ്റ് എന്ന് പറയും. അതായത് ബേസിക്കലി എന്താണ്, അങ്ങനത്തെ വൈറ്റ് സുപ്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്ക് കറുത്ത നിറമുള്ള ആൾക്കാരെ അവർക്ക് ഇഷ്ടമില്ല. അവരെ സെഗ്രിഗേറ്റ് ചെയ്യും, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. സ്ലേവറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അവരെ ആവശ്യമില്ലാണ്ട് പണിയെടുപ്പിക്കും, അവരുടെ ഫാമിലിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരായിരുന്നു അത്രയും നാളും സൗത്ത് ആഫ്രിക്ക ഭരിച്ചിരുന്നത്. അപ്പൊ ഇത് ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ലായിരുന്നു, മാത്രമല്ല ഒരു റേഷ്യൽ സിസ്റ്റം ആയിരുന്നു. റേഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബ്ലാക്ക് റേസിനെതിരെ അവർക്ക് എന്താണ്, ഇഷ്ടമില്ലായിരുന്നു. 67%. നിങ്ങൾ എന്താ പറയുന്നത്? 67K ആയി. അടിപൊളി, സൂപ്പർ. 67K ഒന്നും വലിയ പുതിയതല്ല. നമുക്ക് 70K ഇന്നത്തെ ലൈവ് കഴിയുമ്പോൾ ആവണം. ആക്കുവോ നോക്ക്. അപ്പൊ സൗത്ത് ആഫ്രിക്ക അത്രയും നാളും ഭരിച്ചിരുന്നത് ഇതൊരു റേഷ്യൽ ഗവൺമെന്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. നെൽസൺ മണ്ടേല ആയിരുന്നു സൗത്ത് ആഫ്രിക്കേന്റെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇനോഗ്രേഷൻ സെറിമണിനെ പറ്റിയിട്ടാണ് അവിടെ നെൽസൺ മണ്ടേല എന്തൊക്കെയാണ് സംസാരിച്ച സ്പീച്ചിൽ എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. May 10, 1994 was the historic day when Nelson Mandela sworn in എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആയിട്ട് എന്താണ്, accept ചെയ്തു. In as the first ever black president of democratic South African in the inauguration ceremony of the country's first democratic non-racial government. ഈ കൺട്രിയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക്കും നോൺ റേഷ്യൽ അല്ലാത്ത ഒരു പ്രത്യേക റേസിനെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാത്ത ഗവൺമെന്റിന്റെ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആയിരുന്നു നെൽസൺ മണ്ടേല. അതിന്റെ ഇനോഗ്രേഷൻ സെറിമണിയാണ്. ദി സെറിമണി ടുക്ക് പ്ലേസ് ഇൻ എ സാൻഡ്സ്റ്റോൺ ആംഫി തിയേറ്റർ. ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടുകളിൽ നിങ്ങൾ അങ്ങനത്തെ സ്റ്റേജസ് കണ്ടില്ലേ, ഓപ്പൺ ആണ്, മുകളിൽ റൂഫ് ഒന്നുമില്ല. അങ്ങനത്തെ സ്റ്റേജസിനെയാണ് ആംഫി തിയേറ്റർ എന്ന് വിളിക്കുക. ആംഫി തിയേറ്റർ ഫോംഡ് ബൈ ദി യൂണിയൻ ബിൽഡിംഗ് ഇൻ പ്രിട്ടോറിയ. Mandela was accompanied by his daughter Zinani. ഇതൊക്കെ പരീക്ഷ ചോദ്യങ്ങളാണ്. He pledged in as the president after the swearing in of Mr. Dr. Clark as the second deputy president and Mr. Thabo Mbeki as the first deputy president. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് ആണ്. ഇതൊക്കെ വേണേൽ പരീക്ഷ ചോദിക്കാം. ആരൊക്കെയായിരുന്നു അവിടെ പ്രസന്റ് സ്റ്റേജിൽ? ആരൊക്കെയായിരുന്നു? ഇദ്ദേഹത്തിന്റെ ഡോക്ടർ ജിനാനി ഉണ്ടായിരുന്നു, പിന്നെ ഈ 2 പേരും ഉണ്ടായിരുന്നു. ഈ 2 പേരുടെ പേരൊന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കുന്നത്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മണ്ടേലാസ് ഇനോഗ്രൽ സ്പീച്ച്. അപ്പൊ മണ്ടേല പ്രസിഡന്റ് ആയിട്ട് സ്വാൺ ഇൻ ചെയ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്പീച്ച്, ഓക്കെ, അതിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഇൻ എ സ്പീച്ച് മണ്ടേല അഡ്രസ് ദി സെഞ്ചുറീസ് ഓൾഡ് മിസ്റൂൾ ഓഫ് വൈറ്റ്സ് ഓവർ ദി ബ്ലാക്ക് ആസ് എക്സ്ട്രാർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്റർ. അപ്പൊ ഇത്രയും നാളും സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഈ വൈറ്റ് സുപ്രീമസിന്റെ, ഈ വൈറ്റ് ആൾക്കാരുടെ ഈ റൂള്, അവരുടെ ഈ നിയമവും കാര്യങ്ങളൊക്കെ എന്താണ്, എക്സ്ട്രാർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്റർ ആയിട്ട് മണ്ടേല എന്ത് ചെയ്തു, പറഞ്ഞു. He promised to build a society of which the entire humanity would be proud. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്താണ്, അങ്ങനത്തെ പ്രാക്ടീസസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താണ്, ഹ്യൂമാനിറ്റി പ്രൗഡ് ആവുന്ന രീതി, നമ്മളെ പറ്റി എന്താണ് പ്രൗഡ് ആവുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയെ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞു, ഞാൻ വാർത്തെടുക്കുള്ളൂ എന്ന് പറഞ്ഞു. He expressed his gratitude to the dignitaries who participated in this common victory for justice, peace and dignity. അപ്പൊ പല രാജ്യത്തിൽ നിന്നും പല വലിയ ഇന്റർനാഷണൽ ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, സിമ്പിൾ കാര്യങ്ങൾ. He also promised that he would work to free all his people from the shackles of poverty, sufferings, deprivation and discrimination. അപ്പൊ പോവർട്ടിയും സഫറിങ്സും ഡെപ്രിവേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുരത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. സിമ്പിൾ കാര്യങ്ങളാണ്, നമുക്ക് ഓർത്ത് വെക്കണേ, പരീക്ഷ ചോദിക്കൂട്ടോ.
He expressed his ecstasy to become the country's first ever black president and called it a glorious human achievement. അപ്പോൾ അദ്ദേഹം വളരെ എന്താണ് വളരെ ഇലേറ്റഡ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, എക്സ്റ്റസി ഫീൽ ചെയ്തു അദ്ദേഹത്തിന്. എന്തിന്? ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലാക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ഇങ്ങനെ ഒരു സംഭവത്തിനെ വളരെ വലിയൊരു ഹ്യൂമൻ അച്ചീവ്മെന്റ്, വളരെ ഗ്ലോറിയസ് ആയ ഒരു ഹ്യൂമൻ അച്ചീവ്മെന്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞു. ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഇത് കുറച്ച് വെറുപ്പിക്കലാണല്ലോ. ഇത് എങ്ങനെയാണ് പരീക്ഷ ചോദിക്കുക? പരീക്ഷ ചോദിക്കും, വാട്ട് വെയർ ദി ഇമ്പോർട്ടൻറ്റ് key aspects of Mandela's inaugural speech. അപ്പൊ നിങ്ങൾ ഇത് മൊത്തം കാര്യങ്ങൾ എഴുതി വെക്കാം. 3 മാർക്കിനെ ചോദിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ കുറച്ച് ഇതൊക്കെ സമ്മറൈസ് ചെയ്ത് എഴുതി വെക്കുക. വലിയ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആക്കാണ് ഫുൾ എഴുതി വെക്കണം. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. സ്പീച്ചിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾ ഈ പാരഗ്രാഫ് മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. Next, military's exhibition of loyalty to the newly formed government. An impressive display of South African jets, helicopters and troop carriers was seen after Mandela took oath as a president. When the highest of the military general saluted Mandela, he remembered that they would have arrested him not many years ago. അപ്പോൾ അവിടുത്തെ സൗത്ത് ആഫ്രിക്കൻ മിലിറ്ററിയുടെ എയർഫോഴ്സിന്റെ ബേസിക്കലി ജെറ്റ്സും ഹെലികോപ്റ്റേഴ്സും എല്ലാം കൂടെ ആകാശത്ത് കൂടെ ഇങ്ങനെ എന്ന് പറഞ്ഞു കളിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ ടി വിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്ലെയിനുകൾ ഇങ്ങനെയൊക്കെ പോകുന്നതിന് അവസാനം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ 3 കളേഴ്സ് ഇങ്ങനെ വരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആക്കുന്ന പരിപാടി കണ്ടില്ലേ? അതുപോലത്തെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത്. മാത്രമല്ല, വെൻ ദി ഹയസ്റ്റ് ഓഫ് ദി മിലിറ്ററി ജനറൽ സല്യൂട്ടഡ് മണ്ടേല. അപ്പം മിലിറ്ററിയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാർ മണ്ടേല എടുത്തല്ലോ സാർ എന്ന് പറഞ്ഞു. അപ്പം അത് ചെയ്തപ്പോൾ മണ്ടേലയ്ക്ക് എന്താ ഓർമ്മ വന്നത്? ഹി റിമെമ്പർ ദാറ്റ് ദേ വുഡ് ഹാവ് അറസ്റ്റഡ് ഹിം നോട്ട് മെനി ഇയേഴ്സ് അഗോ. ഒരു 4-5 വർഷം മുമ്പാണെങ്കിൽ ഇതേ ആൾക്കാർ എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. എന്റെ പരീക്ഷ ചോദിക്കാം, വാട്ട് ഡിഡ് മണ്ടേല റിമെമ്പർ, അല്ലെ വാട്ട് ഡിഡ് മണ്ടേല ഫീൽ വെൻ ദി ഹയസ്റ്റ് ഓഫീസേഴ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക, ഹയസ്റ്റ് മിലിറ്ററി ഓഫീസേഴ്സ് സാല്യൂട്ടഡ് ഹിം? എന്താണ് ഓർമ്മ വന്നത്? 4-5 വർഷം മുമ്പാണെങ്കിൽ, കുറച്ച് വർഷം മുമ്പാണ് ഇവരെന്നെ ആയിരിക്കും എന്നെ അറസ്റ്റ് ചെയ്യാൻ തോന്നി. അതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയിൽ കേട്ടോ. ഓക്കെ, ഇറ്റ് വാസ് ഡൺ ടു ഷോ. അപ്പൊ ഇതൊക്കെ എന്തിനാ ഈ മിലിറ്ററി ഓഫീസേഴ്സ് ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസംഗമൊക്കെ എന്താ ചെയ്യുന്നത്? ഇറ്റ് വാസ് ഡൺ ടു ഷോ മിലിറ്ററീസ് ലോയൽറ്റി ടുവേർഡ്സ് എ ന്യൂ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഈ പുതിയ വന്നിരിക്കുന്ന മണ്ടേലയുടെ കീഴിലുള്ള ഡെമോക്രാറ്റിക് ഗവൺമെന്റിനോടുള്ള ലോയൽറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. After that, 2 national anthems were played. 2 national anthem play ചെയ്തു. The white sang the old Nkosi Sikelel Africa and black sang the new ഇതിങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഡൈസ് സ്റ്റെം എന്നായിരിക്കും, അല്ലെങ്കിൽ ഡി എസ് സ്റ്റെം എന്നായിരിക്കും കേട്ടോ. ദാറ്റ് മാർക്ക് ദി എൻഡ് ഓഫ് ദി സെറിമണി. അപ്പൊ 2 നാഷണൽ ആന്തംസും ഇവർ പാടി, അതോടെ സെറിമണി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പൊ സെറിമണിയിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. മാത്രമല്ല, എന്തൊക്കെയാണ് മിലിറ്ററി കാണിച്ചെന്ന് ചോദിക്കാം. ഈ ഇനോഗ്രൽ സെറിമണിയിൽ മിലിറ്ററിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, അവരെന്താണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഹെലികോപ്റ്ററിന് ജെറ്റിന്റെ വേണ്ടിയുള്ള ഈ പ്രദർശനത്തിനെ പറ്റി പറയാ, പ്രദർശനമല്ല ആ ഷോവിനെ പറ്റി പറയാം. ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, മിലിറ്ററി ഓഫീസേഴ്സ് മണ്ടേലിനെ സല്യൂട്ടിന്റെ കാര്യം പറ്റി പറയാം. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. നെക്സ്റ്റ്, അപ്പാർത്തൈഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പാർത്തൈഡ് എന്നാണ്. Mandela recalled the days where the white supremacy had formed a racial discrimination policy termed as apartheid. അപ്പോൾ apartheid എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പോളിസീസ്. ബ്ലാക്ക് വർഗ്ഗക്കാരോട്, നിറം കറുത്തായ ആൾക്കാരോട് വളരെ റേഷ്യലായിട്ട് അവരെ സെഗ്രിഗേറ്റ് ചെയ്ത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഈ പരിപാടിനെയാണ് നമ്മൾ അപ്പാർത്തൈഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ശരി. It was a way through which the heartless white rulers carried out harsh atrocities and oppression on the innocent black citizens of South Africa. അപ്പോൾ അവർക്കെതിരെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലും അവർക്കെതിരെ വളരെ ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിപാടിയാണ്, ഈ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പാർത്തൈഡ്. He exclaimed that apartheid left a deep and lasting wound on his country and his people. ഈ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞ ഈ പരിപാടി അദ്ദേഹത്തിന്റെ കൺട്രിയിലെ ആൾക്കാരുടെ ഉള്ളിൽ വലിയൊരു മുറിവ്, ലോങ് ലാസ്റ്റിംഗ്, ഇനി കുറെ നാൾക്ക്, അതായത് ഈ പുതിയ ഗവൺമെന്റ് വന്നുകൊണ്ടൊന്നും മാത്രമായില്ല, പക്ഷെ കുറെ നാൾക്ക് ഈ ഒരു മുറിവ് എന്താണ് അവരുടെ മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് പരീക്ഷ വരാനുള്ള ചോദ്യങ്ങൾ എന്താണ് അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ എഴുതി വെക്കാം. മണ്ടേല വൈറ്റ് സുപ്രീമസി ഹാഡ് ഫോളോഡ് വൈറ്റ് സുപ്രീമസിന്റെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു അപ്പാർത്തൈഡ്. അപ്പാർത്തൈഡിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വാസ് എ വേ ത്രൂ വിച്ച്. ഇതൊക്കെ എഴുതി വെക്കുക. എന്താണ് അപ്പാർത്തൈഡ് എന്ന് ചോദിച്ചാൽ, അല്ലെ പരീക്ഷ വേണമെന്ന് ചോദിക്കാം, വാട്ട് വെയർ നെൽസൺ മണ്ടേലാസ് വ്യൂസ് ഓൺ അപ്പാർത്തൈഡ്? എന്താണ്? ഇതായിരുന്നു നെൽസൺ മണ്ടേലാസ് വ്യൂസ് ഓൺ അപ്പാർത്തൈഡ്. ഫുൾ എഴുതി വെക്കുക. മനസ്സിലായല്ലോ? അപ്പൊ എല്ലാം ചോദ്യങ്ങളാണ്. ശരി.
മണ്ടേല റിമെമ്പേഴ്സ് ദ ഫ്രീഡം ഫൈറ്റേഴ്സ് സാക്രിഫൈസസ്. ഇപ്പൊ നെക്സ്റ്റ് ഫ്രീഡം ഫൈറ്റേഴ്സ്, പണ്ടുണ്ടായിരുന്ന മണ്ടേലയ്ക്ക് മുൻപുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ് സാക്രിഫൈസിനെ പറ്റിയിട്ട് മണ്ടേല എന്താണ് ഓർക്കാണ്. എങ്ങനെയാ ഓർത്തത്? ഓൺ ദ ഡേ ഓഫ് ദി ഓത്ത് ടേക്കിംഗ് സെറിമണി മണ്ടേല റീകോൾ ദി സാക്രിഫൈസസ് ആൻഡ് ദി ലോസസ് ദാറ്റ് ഓൾ ദി ആഫ്രിക്കൻ പേട്രിയോട്സ് ഓഫ് ദി കൺട്രി ഹാഡ് മെയ്ഡ് ഇൻ ഓർഡർ ടു അബോളിഷ് ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ദി നേറ്റീവ്സ്. അപ്പം ഇദ്ദേഹം ഒറ്റയ്ക്കല്ല, പല പേട്രിയോട്സും പല ഫ്രീഡം ഫൈറ്റേഴ്സും കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഹി തോട്ട് ഹിംസെൽഫ് ടു ബി ദ സം ഓഫ് ഓൾ ദോസ് പീപ്പിൾ ഹു ഏർലിയർ ഫോട്ട് ഫോർ ദി കൺട്രീസ് ഫ്രീഡം. അദ്ദേഹത്തിന് തന്നെ ഇത്രയും നാളും നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ എല്ലാവരും കൂടി ഒരു സമ്മാണ്. അതായത് അവരുടെ എല്ലാവരും കൂടെ ചേർന്ന് വന്ന ഒരാളാണ് ഞാൻ. അല്ലാണ്ട് ഞാൻ ഭയങ്കര സംഭവമല്ല, അദ്ദേഹം ഭയങ്കര സംഭവം എന്നല്ല പറയുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപ് വന്ന ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു എഫക്റ്റ് മാത്രമാണ്, അല്ലാണ്ട് ഞാൻ വലിയ സംഭവം അല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അല്ലാണ്ട് ഭയങ്കര സംഭവം എന്ന് പറയാലോ, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ മുൻപ് വന്ന എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ എല്ലാം കൂടെ ഒരു എഫക്റ്റ് ആണ് ഞാൻ, അല്ലാണ്ട് ഞാൻ വലിയ സംഭവമൊന്നുമല്ല, അവരെല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, പരീക്ഷയിൽ ചോദ്യം ചോദിക്കുകയാണ്, വൈ ഡിഡ് Nelson Mandela think that he was a sum of all the previous freedom fighters that came before him. എന്തുകൊണ്ടാണ്? കാരണം അവരൊക്കെ കുറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മണ്ടേല ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റിയത്. സോ അവരുടെ എഫക്റ്റ് ആണ് ഞാൻ എന്നാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. He was aggrieved that he couldn't thank him. അതായത് ഭയങ്കര സങ്കടമായിരുന്നു. അവർ മരിച്ചുപോയ ആ ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഒന്നും താങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊന്നും ഈ ദിവസം കാണാൻ പറ്റുന്നില്ല എന്ന് ഭയങ്കര സങ്കടമായിരുന്നു. ഡ്യൂ ടു ദം ഹി ലേൺ ദാറ്റ്. അവരിൽ നിന്ന് ഇദ്ദേഹം പഠിച്ചൊരു കാര്യം എന്തായിരുന്നു? കറേജ് വാസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ബട്ട് ദി ട്രയംഫ് ഓവർ ഇറ്റ്. ഈ കറേജ് എന്ന് പറഞ്ഞാൽ, ഈ പേടിയില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം എന്ന് പറഞ്ഞാൽ വാസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ. ഫിയർ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, പേടിയില്ല എന്നല്ല. ധൈര്യമുള്ള ആളെന്ന് പറഞ്ഞാൽ, വളരെ ധൈര്യശാലി എന്ന് പറഞ്ഞാൽ, ആ ധൈര്യശാലി എന്ന് പറഞ്ഞാൽ അയാൾ പേടിയില്ല എന്നല്ല അർത്ഥം. പേടിയുണ്ട്, ധൈര്യശാലി, വളരെ ധൈര്യശാലി ആയിട്ടുള്ള വീരനായിട്ടുള്ള ഒരു രാജാവിന്റെ ഉള്ളിലും പേടിയുണ്ടാവും. പക്ഷെ ആ പേടിനെ തരണം ചെയ്ത ആളാണ് നമ്മൾ ധൈര്യശാലി എന്ന് വിളിക്കുക. മനസ്സിലായില്ലേ? ആ പേടിയുണ്ട്, ആ പേടിനെ ഓവർകം ചെയ്താണ്, ട്രയംഫ് ചെയ്ത ആളാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ധൈര്യശാലി എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് പരീക്ഷ ചോദ്യമാണ്. നെൽസൺ മണ്ടേല എന്തായിരുന്നു ഫ്രീഡം ഫൈറ്റേഴ്സിൽ നിന്ന് പഠിച്ചത്? ഇതായിരുന്നു പഠിച്ചത്. കറേജ് വാസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ബട്ട് ദി ട്രയംഫ് ഓവർ ഇറ്റ്, ബട്ട് ദി ക്വാളിറ്റി ഓഫ് ഓവർകമ്മിങ് ഫിയർ. ക്ലിയർ ആണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? ഓക്കെ സാർ. നെക്സ്റ്റ്, ട്വിൻ ഒബ്ലിഗേഷൻസ് ഓഫ് മാൻ. പരീക്ഷയിൽ ചോദിക്കും നെൽസൺ മണ്ടേലാസ് ട്വിൻ ഒബ്ലിഗേഷൻ ഓഫ് മാൻ എന്തായിരുന്നു? രണ്ട് ഒബ്ലിഗേഷൻസ് ഉണ്ട്. ട്വിൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ലിഗേഷൻസ്. എന്തായിരുന്നു? ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട രണ്ട് ഒബ്ലിഗേഷൻസ്. മണ്ടേല റിമാർക്ക് ദാറ്റ് എ മാൻ ഹാസ് ട്വിൻ ഒബ്ലിഗേഷൻസ്. ഫസ്റ്റ് എന്തായിരുന്നു? പേഴ്സണൽ ഒബ്ലിഗേഷൻ ടു ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ആൻഡ് സെക്കൻഡ് ഒബ്ലിഗേഷൻ ടു ഹിസ് കമ്മ്യൂണിറ്റി. അപ്പൊ രണ്ട് ഒബ്ലിഗേഷൻസ് ആണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത്. ഒന്നെന്താണ്? നമ്മുടെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഉള്ള ഒബ്ലിഗേഷൻ. ഓക്കെ, നമ്മുടെ അച്ഛനോടും മക്കളുടെ ഉള്ള ഒബ്ലിഗേഷൻ, അവർക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒബ്ലിഗേഷൻ. രണ്ടാമത് കമ്മ്യൂണിറ്റിയോടും കൺട്രിയോടുള്ള ഒബ്ലിഗേഷൻ. ഓക്കെ, സോഷ്യൽ ഒബ്ലിഗേഷൻ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഹി ബിലീവ് ദാറ്റ് ഇൻ എ സിവിൽ സൊസൈറ്റി എ മാൻ ക്യാൻ പെർഫോം ബോത്ത് ഒബ്ലിഗേഷൻ ബട്ട് ഇൻ ഹിസ് കൺട്രി. ഒരു നല്ല കൺട്രി ആണ്, സിവിൽ കൺട്രി ആണെങ്കിൽ, സിവിൽ സൊസൈറ്റി ആണെങ്കിൽ, ഡെമോക്രാറ്റിക് സൊസൈറ്റി ആണ്, മനുഷ്യൻ എന്താണ്? വീട്ടിലെ കാര്യങ്ങൾ നോക്കുക മാത്രമല്ല, ആ ഒബ്ലിഗേഷൻ നിറവേറ്റുക മാത്രമല്ല, കൺട്രിയോടുള്ള ഒബ്ലിഗേഷൻസും കൺട്രിയോടും കമ്മ്യൂണിറ്റിയോടുള്ള ഒബ്ലിഗേഷൻസ് നിറവേറ്റാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന്റെ കൺട്രി, ഇൻ ഹിസ് കൺട്രി എ ബ്ലാക്ക് മാൻ ലൈക്ക് ഹിം കനോട്ട് പെർഫോം എനി ഓഫ് ദം ഡ്യൂ ടു ഡിസ്ക്രിമിനേഷൻ. അദ്ദേഹത്തിന്റെ കൺട്രിയിൽ ഇത്രയും നാളും, ഇതിന് മുൻപ് വരെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, രണ്ടും ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഡിസ്ക്രിമിനേഷൻ വഴി. ഓക്കെ, ഇതൊക്കെ പരീക്ഷ ചോദ്യങ്ങളാണ് കേട്ടോ. വാട്ട് ഡിഡ് മണ്ടേല ബിലീവ് അബൌട്ട് ഫോളോയിങ് ദ ട്വിൻ ഒബ്ലിഗേഷൻസ് ഇൻ ഹിസ് കൺട്രി? ഹിസ് കൺട്രിയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ കൺട്രിയിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം രണ്ടും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സൊസൈറ്റിനോടുള്ളത് നിറവേറ്റാൻ പറ്റില്ല, കാരണം ഡിസ്ക്രിമിനേഷൻ വഴി ഉണ്ട്. ഫാമിലിനോട് നിറവേറ്റാൻ പറ്റില്ല, കാരണം എന്താണ്? ഫാമിലിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ വൈറ്റ് സുപ്രീമിസ്റ്റ് എന്ത് ചെയ്യും? വൈറ്റ് റൂളേഴ്സ് എന്ത് ചെയ്യും? ഇവരൊക്കെ ഫാമിലിയിൽ നിന്ന്, ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റിനെ ഫാമിലിയിൽ നിന്ന് എന്ത് സെഗ്രിഗേറ്റ് ചെയ്ത് വേറെ എവിടെയും കൊണ്ടിട്ട് പണിയിപ്പിക്കും. അതുകൊണ്ട് ഫാമിലിയോടുള്ള ഓബ്ലിഗേഷനും നിറവേറ്റാൻ പറ്റില്ലായിരുന്നു. ക്ലിയർ ആണല്ലോ? ശരി. മണ്ടേല വാസ് പണിഷ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ഹിസ് ഫാമിലി ഫോർ സെർവിങ് ഹിസ് നേഷൻ. കണ്ടോ, മണ്ടേല എന്താണ്? അദ്ദേഹത്തിന്റെ ഫാമിലിനെയും അദ്ദേഹത്തിന്റെ നേഷനെ, കമ്മ്യൂണിറ്റിക്കുള്ള അല്ലെ ഈ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മാറ്റി നിർത്തി, കൊണ്ട് ജയിലിലിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ രണ്ട് ഒബ്ലിഗേഷനും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ അന്നുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കയിൽ. ഇതൊക്കെ പരീക്ഷ ചോദ്യങ്ങളാണ്. Thus he could never fulfill his obligations towards both. രണ്ട് ഒബ്ലിഗേഷൻസ് ഒരുമിച്ച് നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല.
അദ്ദേഹത്തിന് മാത്രമല്ല അന്ന് സൗത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ആർക്കും സാധിക്കില്ലായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങളാണ്. Why did Mandela believe that people of his country could not serve അല്ലെ could not fulfill both obligations? ഒക്കെ ചോദ്യങ്ങളാണ്. എഴുതി വെച്ചോളെങ്കിൽ തംസ് അപ്പ് ഇടാം കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തേ. Next, Mandela joins African National Congress. After looking at the extreme oppression of his people in the country, Mandela decided to join the African National Congress in order to fight for the freedom and justice. Okay, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനത്തെ ഭയങ്കര ഓപ്പറേഷൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. He was changed into a bold, courageous man from a timid young guy. വളരെ ടിമിഡ് ആയിട്ട്, വളരെ പേടിയുള്ള ഒരു പേടിത്തുറയിൽ നിന്ന് വളരെ വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു യങ് മാൻ ആയിട്ട് അദ്ദേഹം മാറി. This struggle made him a criminal from a law-abiding citizen. ഒരു law-abiding citizenൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ ആക്കി മാറ്റി. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ മോശം കാര്യം ചെയ്യുന്ന രീതിയിൽ ക്രിമിനൽ അല്ല, അന്നത്തെ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളെ ക്രിമിനൽ ആവുമല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം പിടിച്ച് ജയിലിട്ടത്. അങ്ങനെ ഒരു ക്രിമിനൽ ആക്കി മാറ്റി, ഒരു റിബൽ ആക്കി മാറ്റി. ബേസിക്കലി റിബലിൻ ചെയ്യുന്ന ആള്. At last, Mandela realized that the oppressed and the oppressor alike are dropped of their humanity. Both are prisoners of as the oppressed is tortured physically and the oppressor is tortured mentally as he is bound by hatred. അവൻ എന്തായി പറയുന്നത്? മണ്ടേല വിചാരിച്ചു, മണ്ടേലയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒപ്രസ് ചെയ്യപ്പെടുന്ന ആൾക്കാരും, അതായത് ബ്ലാക്ക് ആൾക്കാരും ഒപ്രസ് ചെയ്യപ്പെടുന്ന, കാരണം അവരെ ഫിസിക്കലി ഒപ്രസ് ചെയ്യും, അവരും എന്താണ്? പ്രിസണേഴ്സ് ആണ്. ഒപ്രസ് ചെയ്യുന്ന ആൾക്കാരോ, അതായത് ഈ വൈറ്റ് റൂളേഴ്സ് ഒപ്രസ് ചെയ്യുന്ന ആൾക്കാരും പ്രിസണേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പൊ വൈറ്റ് റൂളേഴ്സ് ഒപ്രസ് ചെയ്യാണ്, എന്നാലും അവർ പ്രിസണേഴ്സ് ആണെന്ന് പറയുന്നത്. എന്തിന്റെ പ്രിസണേഴ്സ് ആണെന്ന് പറയുന്നത്? പ്രിസണേഴ്സ് ഓഫ് ഹേറ്റ്രഡ്. ഈ ദേഷ്യത്തിന്റെയും ഈ വെഞ്ചൻസിന്റെയും വാശിയുടെയും അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസിന്റെയും ഒക്കെ അടിമകളാണ്, പ്രിസണേഴ്സ് ആണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ എല്ലാവരും പ്രിസണേഴ്സ്, ഒപ്രസ് ചെയ്യപ്പെടുന്നവർ എന്തായാലും പ്രിസണേഴ്സ് ആണ്. കാരണം അവര് ഫിസിക്കലി അവർ ഓപ്പറേഷൻ നേരിടുകയാണ്, മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഓപ്പറേഷൻ നേരിടുകയാണ്, അതുകൊണ്ട് പ്രിസണേഴ്സ് ആണ്. അവർക്ക് വേറെ ഫ്രീഡം കിട്ടുന്നില്ല. എന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഈ വൈറ്റ് റൂളേഴ്സും എന്താണ്? അവരും പ്രിസണേഴ്സ് ആണ്, അവർക്കും ഫ്രീഡം ഇല്ല. കാരണം എന്താണ്? അവർ ഈ എന്തിന്റെ പ്രിസണിലാണുള്ളത്? അവർ ഈ ഹേറ്റ്രഡിന്റെയും ഈ വെഞ്ചൻസിന്റെയും ഈ ദേഷ്യത്തിന്റെയും ഒക്കെ പ്രിസണിലാണ്. അവർക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ശരി, ബോത്ത് ഓഫ് ദം നീഡ്സ് ടു ബി ഫ്രീ. അപ്പൊ പരീക്ഷ ചോദ്യം ചോദിക്കും, why does Mandela think that the oppressed and the people who are oppressed and the people who oppress both needs to be free? എന്തുകൊണ്ടാണ്? പറഞ്ഞു കൊടുക്കുക, രണ്ടുപേരും എന്താണ്? രണ്ടുപേരും പ്രിസണേഴ്സ് ആണ്, രണ്ടുപേരും എന്താണ്? അവർക്ക് ഫ്രീഡം ഇല്ല. അതിന്റെ കാരണം പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്ര എഴുതി വെക്കുക. ഇതൊക്കെ എഴുതി വെക്കണം. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ സൂപ്പർ ആയിട്ട് എഴുതി വെക്കണം. ഇത്ര എഴുതി വെച്ചാൽ ഈ ചാപ്റ്ററിന് സെറ്റായി. ഓക്കെ, ട്വിൻ്റെ നോട്ട് പോയി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ കുറച്ച് എന്താണ് വെറുപ്പിക്കലാണ്, കാരണം ഇതൊരു കഥയല്ല. ഓക്കെ, ശരിയല്ലേ? കുറച്ചൊരു രസം തോന്നാറില്ല, പക്ഷെ അത് കാരണം ഇത് കഥയല്ലാത്തതുകൊണ്ടാണ്, കുറെ ഡീറ്റെയിൽസ് പറയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ദിസ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഡീറ്റെയിൽസിനൊക്കെ ചോദ്യങ്ങൾ വരാം. ഇപ്പൊ പറഞ്ഞ ഓരോ പാരഗ്രാഫിൽ നിന്നും ഞാൻ ചോദ്യങ്ങൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പാരഗ്രാഫിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. സോ ആ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക, അതിനെ മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. മാത്രമല്ല പല ചോദ്യങ്ങൾ അല്ലാണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ചോദ്യങ്ങളുടെ ആൻസറും കൊടുത്തിട്ടുണ്ട്, ആ നോട്ട്സും ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. മക്കളെ റെഡി അല്ലേ? റെഡി ആണല്ലോ? ശരി. അപ്പൊ ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നും കൂടി സമ്മറി നോക്കണം, ഒന്നും കൂടി പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആ സുഖക്കേട്, ഇപ്പോൾ മനസ്സിനുള്ളൊരു സുഖക്കേട് ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷെ ആ സുഖക്കേട് മാറിക്കോളും. ഓക്കെ, മാറും, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, റെഡി. അതോടെ നമ്മൾ അടുത്ത ചാപ്റ്റർ ലോങ് വാക്ക് ടു ഫ്രീഡം തീർത്തു. ഇനി നമുക്ക് ഞാൻ പഠിപ്പിക്കാനുള്ള 2 ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. ഫ്രം ദി ഡയറി ഓഫ് ആൻ ഫ്രാങ്കും മിച്ച്ബിൽ ദി ഓട്ടറും. മിച്ച്ബിൽ ദി ഓട്ടർ നമുക്ക് ആദ്യം പഠിക്കാം, അതിനുശേഷം നമുക്ക് മിച്ച്ബിൽ ദി ഓട്ടർ നമുക്ക് അവസാനം പഠിക്കാം. ഫ്രം ദി ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് സിമ്പിൾ ചാപ്റ്റർ, അത് വേഗം പഠിച്ചേക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ കുറെ പേര് സ്റ്റോറിക്ക് ചോദിക്കുന്നുണ്ട്. അതിനുള്ള സ്റ്റോറി ഒന്നുമല്ല, ഞാൻ മറ്റേ ഇയാളുടെ കഥ, ആരുടെ കഥയായിരുന്നു? നമ്മുടെ വള്ളിക്കുട്ടിയുടെ കഥ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കഥയാണ്. കഥ മാത്രമൊന്നുമില്ല. അപ്പൊ വള്ളിക്കുട്ടിയുടെ പ്രത്യേകത രീതി എന്തായിരുന്നു? ഈ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അല്ലേ? അതായത് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും, ആൾക്കാരെയും സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ 2 മാസം മുമ്പ് ഞാനും സാറും കൂടെ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ എപ്പോൾ പുറത്തു പോയാലും ആരെങ്കിലുമൊക്കെ കാണും. നിങ്ങളെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് നമ്മുടെ എക്സാമിനറിൽ ഇപ്പൊ പഠിക്കുന്നതുകൊണ്ട്, ഇപ്പം SSLCയിലാണെങ്കിൽ ഓരോ ലൈവില് ഇപ്പൊ നിങ്ങളിപ്പോ 4500 പേരാണ്.
SSLC ഒരു ലൈവിന് മുമ്പ് ക്രിസ്മസ് എക്സാമിന് സമയത്ത്, പബ്ലിക് എക്സാം ആകുമ്പോൾ എത്ര പേരും അറിയില്ല, ക്രിസ്മസ് എക്സാമിന് സമയത്ത് ഒരു ലൈവിന് മുമ്പ് എത്ര പേരാണെന്ന് അറിയാം? 40,000 പേര്. 9ാം ക്ലാസ്സിന്റെ ലൈവില് 35,000 പേര്. അപ്പൊ ഇത്രയും പേര് കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക സമയത്തും പുറത്തു പോയാൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, നീ ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഒരു ചെറിയ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സെലിബ്രിറ്റി അല്ല, നീ ഒരു നാനോ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാനോ സെലിബ്രിറ്റി ആയതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഞാൻ അല്ല സാർ ഇതുപോലെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ പോയി കാഷ്വൽ ആയിട്ട് പോയി ഞങ്ങൾ സാധനം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഒരു ഫേസ് വാഷ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഫേസ് വാഷിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ ഫേസ് വാഷ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നതായിരിക്കും, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇതാരാ എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോഴേ ഞങ്ങൾ മനസ്സിലായി മിക്കവാറും നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ക്ലാസ് കണ്ടോ ആരെങ്കിലും ആയിരിക്കും മനസ്സിലായി. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല, കാരണം ആ കുട്ടിക്ക് സംസാരിക്കാൻ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അത്ര അറിയുന്ന ആളായിരിക്കില്ല വിചാരിച്ചു. ഞങ്ങൾ ഫേസ് വാഷ് നോക്കിക്കൊണ്ടിരിക്കും, ഞാനും അലൻ സാർ ഇങ്ങനെ ഫേസ് വാഷ് നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരാൾ ഈ മൂപ്പര് ഞങ്ങളിങ്ങനെ ഇവിടെ ഫേസ് വാഷ് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുമ്പോൾ ഞാൻ അറിയേണ്ട സൈഡിലേക്ക് നോക്കിയപ്പോണ്ട് ഈ മൂപ്പര് ഒരു ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ. എന്നിട്ട് ഭയങ്കര ഓബ്വിയസ് ആക്കുകയും കൂടി ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വീഡിയോ വേണം റെക്കോർഡ് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വേണം വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അത്രയും മനസ്സിലാവില്ല. ഈ മൂപ്പര് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാ? അപ്പം ഞാനിവിടുന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഈ ചെക്കൻ എന്നിട്ട് ഇങ്ങോട്ട് നോക്കും പെട്ടെന്ന്. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്നിട്ട് ആ കുട്ടി ഫോണും വെച്ച് അപ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആ ചെക്കൻ ഫോണും കൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ പുറത്ത് നിൽക്കണ്ടായിരുന്നു, സ്കൂട്ടറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടി അച്ഛനടുത്ത് വരും, എന്തൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ, വീഡിയോ എടുത്ത എന്താ പറഞ്ഞാൽ കേട്ടില്ല, പക്ഷെ വീഡിയോ എടുത്തതിനെ പറ്റിയതായിരിക്കണം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ നല്ല കാര്യമൊന്നുമല്ല ഇങ്ങനെ ഒളിച്ചിരുന്ന് വീഡിയോ എടുക്കുന്ന, പക്ഷെ എന്താ ചെറിയ കാര്യമാണ്, വലിയ സംഭവം. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ കഥ ഓർമ്മ വന്നത് ഈ സ്റ്റെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ, ഈ ചെറിയ കുട്ടികൾ സ്റ്റെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല, അപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ പുറത്തുനിന്നൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അങ്ങനെ ഒളിച്ചൊന്ന് ഫോട്ടോ എടുക്കണ്ട, വന്ന് ചോദിച്ചാൽ മതി, ഫോട്ടോ എടുക്കാം. പല കുട്ടികളും അങ്ങനെ വന്നിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പല കുട്ടികൾ വന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യും, ഫോട്ടോ ചോദിക്കും. അവർ 2-3 മിനിറ്റ് സംസാരിക്കും, ഒരു പോകും. അങ്ങനെ വളരെ മാന്യമായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിച്ചും പത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, റെഡി. അപ്പം നമുക്ക് വേഗം മക്കളെ സമയം വേസ്റ്റ് ചെയ്യേണ്ട അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫ്രം ദി ഡയറി ഓഫ് ആൻ ഫ്രാങ്ക് ആണ് നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ഡയറി ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു സാർ ആ കുട്ടി ഡയറി നമ്മൾ വായിക്കുന്നത്? ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുമില്ല, പണ്ട് ജർമ്മനിയിൽ നിങ്ങൾക്കറിയാം, നാസി ജർമ്മനി കാലത്ത് ജൂയിഷ് ആൾക്കാരെ, ജുദായിസം എന്ന് പറഞ്ഞ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഹണ്ട് ഡൗൺ ചെയ്തിട്ട് അവരൊക്കെ കൊല്ലുമായിരുന്നു. ഗ്യാസ് ചേമ്പറിലൊക്കെ ഇട്ടിട്ട് കൊല്ലുമായിരുന്നു, വയലൻസ് കാണിക്കുമായിരുന്നു, അവർക്കെതിരെ അവരെ കൊല്ലുമായിരുന്നു ബേസിക്കലി. അപ്പോൾ ആൻ ഫ്രാങ്കിന്റെ ഫാമിലി ജൂയിഷ് ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർ എങ്ങനെയൊക്കെയോ എന്ത് ചെയ്തു, ജർമ്മനിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു. പക്ഷെ എസ്കേപ്പ് ചെയ്തെങ്കിലും ലൈഫ് മൊത്തം എന്തായിരുന്നു, ഇത് തന്നെയായിരുന്നു. ഈ ടോർച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇൻഡയറക്ട്ലി. എന്നിട്ട് അവസാനം പിടിക്കപ്പെടുകയും ഇവരുടെ ഫാമിലി പിടിക്കപ്പെടുകയും ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ വെച്ച് ആൻ ഫ്രാങ്കിന്റെ ഫാമിലിയിലുള്ള അച്ഛൻ ഒഴികെ എല്ലാവരും മരിക്കുകയും, ആൻ ഫ്രാങ്ക് അടക്കം അച്ഛൻ ഒഴികെ എല്ലാവരും മരിക്കുകയും, അച്ഛൻ മരിച്ചില്ല, അച്ഛൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് ആൻ ഫ്രാങ്കിന്റെ റൂമിൽ പോയി നോക്കുമ്പോൾ ആൻ ഫ്രാങ്ക് അതുവരെ അത്രയും നാളും ഈ കുട്ടി എഴുതിയ ഡയറി കിട്ടുകയും ആ ഡയറി അദ്ദേഹം എന്ത് ചെയ്തു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതൊരു ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുകയും ആ ഡയറി ഓഫ് എ യങ് ഗേൾ എന്നറിയപ്പെടുന്ന ഡയറി എന്താണ്, ഇത് വളരെ ഫേമസ് ആയി. ആ ഡയറിയിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള കാരണം? ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മക്കളെ ഒരു ചിരിക്കുന്ന ഇമോജി ഇടാം. ഓക്കെ, അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. വളരെ ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ, വളരെ ലൈറ്റ് ഹാർട്ടഡ് ചാപ്റ്റർ ആണ്. നേരത്തെ ചാപ്റ്റർ പോലെയല്ല, വളരെ ലൈറ്റ് ഹാർട്ട് ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം എന്താണ് ചാപ്റ്റർ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ആൻ decides to write a diary. Anne's father gifted a diary to her on her birthday. She found diary writing to be a strange yet satisfying experience because she had never written a diary before, and she believed that nobody, including herself, would be interested in reading the thoughts of a teenager.
എന്ത് വലിയ സെന്റൻസ്. ഒന്നുമില്ല, അച്ഛൻ ഡയറി കൊടുത്തു, ആൻ ഫ്രാങ്കിന് എന്നാ ഡയറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? ആദ്യമായിട്ട് ഡയറി എഴുതുന്നത് മാത്രമല്ല, രണ്ടാമത്തെ ഈ റീസൺ ഏറ്റവും ഇമ്പോർട്ടന്റ്, she believed that nobody including herself would be interested in reading the thoughts of a teenager. വേറെ ആരും ഇത് വായിക്കുന്നുണ്ടാവില്ല എന്നുള്ളൊരു സമാധാനത്തോടെ എഴുതി. കാരണം ഈ കുഞ്ഞു കുട്ടിയുടെ, ഈ കുട്ടിയല്ല, ആനെന്നെ ചിന്തിക്കുകയാണ്, എന്നെ പോലത്തെ ഉള്ള ഒരു ടീനേജറിന്റെ ഡയറി ഒക്കെ ആര് വായിക്കാനാവുകൊണ്ട് എനിക്ക് എന്ത് വേണം എഴുതാന്നുള്ള രീതിയിൽ ആ ആനന്ദി ഡയറി എഴുതാൻ തുടങ്ങി. But her loneliness made her pen her thoughts. ആനന്ദായിരുന്നു, മാത്രമല്ല ആൻ വളരെ ലോൺലി ആയിരുന്നു. After confiding in a diary, she felt that paper had more patience than people. അപ്പം എന്തുകൊണ്ടാണ് ലോൺലി എന്ന് പറയാൻ കാരണം? പരീക്ഷ ചോദിക്കാം. ലോൺലി എന്ന് പറയാൻ കാരണം അത് ഞാൻ ശരിക്കും ലോൺലി ആയതുകൊണ്ടാണോ? അല്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഈ കഥയിൽ തന്നെ ആൻ പറയുന്നുണ്ട്, ആനിന് നല്ല ഫാമിലി ഉണ്ടായിരുന്നു, പേരൻസ് നല്ല അടിപൊളി പേരൻസ് ആയിരുന്നു, അച്ഛൻ ഭയങ്കര അടിപൊളി അച്ഛനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ആനിന് 13 വയസ്സുള്ളപ്പോൾ 16 വയസ്സുള്ള ഒരു എൽഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം മാത്രമല്ല സ്കൂളിൽ 30ഓളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നെങ്കിലും ആൻ എന്തിനാണ് സ്വയം ലോൺലി ആണെന്ന് പറയാൻ കാരണം? അത് പറയാൻ കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോക്ക്. ഓക്കെ, മാത്രമല്ല ഇത് ആൻ പറയാണ്, ആഫ്റ്റർ കൺഫൈഡിങ് എ ഡയറി എഴുതിയതിനു ശേഷം ഷീ ഫെൽറ്റ് ദാറ്റ് പേപ്പർ ഹാഡ് മോർ പേഷ്യൻസ് ദാൻ പീപ്പിൾ. പേപ്പറിന് എന്താണ്, മനുഷ്യന്മാരെക്കാളും കൂടുതൽ പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ് കാരണം? മനുഷ്യന്മാർക്ക് എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും ബോറടിക്കും. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെടുത്ത് വന്നിട്ട് കുറച്ച് കഥയൊക്കെ പറയുമ്പോൾ രസമാണ്. ഞാൻ നിങ്ങളോട് ഒരു മണിക്കൂർ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ബോറടിക്കും. പക്ഷേ ഡയറിക്ക് ബോറടിക്കുമോ? ഇല്ല. പേപ്പറിന് എന്ത് ബോറടി? പേപ്പറിന് പേഷ്യൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആൾക്കാർക്ക് ബോറടിക്കും അവർ കുറേ കാര്യങ്ങൾ നമ്മളെ പറ്റി കേൾക്കുമ്പോൾ. പക്ഷെ പേപ്പറിന് അങ്ങനെ ബോറടിക്കില്ല, അതുകൊണ്ടാണ് പേഷ്യൻസ് കൂടുതലാണെന്ന് ആൻ പറയുന്നത്. ഓൾദോ ആൻ ഹാഡ് എ ലവിംഗ് ഫാമിലി ആൻഡ് സെവറൽ ഫ്രണ്ട്സ്, ഷീ ഡിഡ് നോട്ട് ഹാവ് any close friend with whom she could share anything other than ordinary things. അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. എന്തുകൊണ്ടായിരുന്നു ഇത് പരിശോധിക്കും. Although Anne had a loving family and several friends, why did she call herself as being lonesome? ചോദിക്കുമ്പോൾ പറയണം എന്തുകൊണ്ടാണ്. She did not have any close friend with whom she could share anything and everything other than ordinary things. ഡെയിലി കാര്യങ്ങളല്ലാണ്ട്, നീ ഭക്ഷണം കഴിച്ചോ, നീ ഇത് ചെയ്തോ, മറ്റോ ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിക്കുന്നതിനല്ലാണ്ട്, അതിനുപരി വളരെ ഡീപ്പായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ക്ലോസ് ഫ്രണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ആൻ എന്ത് ചെയ്തത്, ആനെ തന്നെ ലോൺലി ആയിട്ട് വിളിച്ചത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാവണ്ട മക്കളെ? അതുകൊണ്ട് തന്നെയാണ് ഡയറി എഴുതാൻ തുടങ്ങിയത്. കാരണം ഡയറിനോട് എന്ത് വേണേലും പറയാം, ഡയറിക്ക് ബോറടിക്കില്ല. ക്ലിയർ ആണല്ലോ? ശരി. Hence she decided to make the diary her ട്രൂ ഫ്രണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട് അഥവാ ട്രൂ ഫ്രണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഡയറിനെ തന്നെ എന്ത് ചെയ്തു, അങ്ങോട്ട് ഫ്രണ്ട് ആക്കി. ഡയറിനെ കയറി ഒരു ഫ്രണ്ട്, ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അഥവാ ട്രൂ ഫ്രണ്ട്, അതിനൊരു പേരും കൊടുത്തു, കിറ്റി. എന്ത് തൊട്ടി പേര് അല്ലേ? കാര്യം ആൻ ഫ്രാങ്ക് അടിപൊളിയൊക്കെ ആയിരുന്നു, പക്ഷെ പേരിടലിന് കുറച്ച് മോശമാണ്. കിറ്റി, കിറ്റി ഡയറി. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇതൊരു നല്ല കുട്ടിയായിരുന്നു, ഈ കുട്ടിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുട്ടിക്ക് നല്ല ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ എന്താണ്, അവരൊന്നും ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നിയില്ല. എല്ലാ ഓർഡിനറി കാര്യങ്ങൾ, ഡെയിലി കാര്യങ്ങൾ, ചായ കുടിച്ചോ ഹോംവർക്ക് ചെയ്യണമെന്ന് പറയാനല്ലാണ്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ഡയറി കിട്ടിയല്ലോ, ഡയറി സൂപ്പർ. ഡയറി എന്താണ്, ഫുൾ പേഷ്യൻസ് എന്ന് വേണേൽ പറഞ്ഞാൽ കേൾക്കും. അപ്പൊ ഡയറിനെ എന്ത് ചെയ്തു, ക്ലോസസ്റ്റ് ഫ്രണ്ട് ആക്കി, ഡയറിക്ക് ഒരു പേരും കൊടുത്ത്, കിറ്റിന്ന് പേരും ഇട്ടു, ഡയറി ഇതാണ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? സോറി, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതൊന്നും അങ്ങനെ. Anne's brief sketch about her family. അപ്പോൾ ആൻ എന്ത് ചെയ്യാണ്, ആൻ കഥയിൽ തന്നെ ആ ഡയറി എൻട്രിയിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ ഫാമിലിനെ പറ്റി കുറച്ച് പറയും. എനിക്ക് താല്പര്യമില്ല, എങ്കിലും നിങ്ങൾക്ക് അത് അറിഞ്ഞാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നെ ബ്രീഫ്. അതുകൊണ്ട് ഫാമിലി പറയാം. Anne decided to write a brief description of a family and her childhood to make people aware of what she was talking about in a diary. ഇത് പരീക്ഷ ചോദിക്കും. Describe Anne's family. ഇപ്പൊ മൊത്തം എഴുതി വെക്കണം. Okay, നോക്കാം എന്താണ്. Anne's father was an adorable man who married her mother Edith Hollander Frank at 36. മൂപ്പർക്ക് 36 ഉണ്ടായിരുന്നപ്പോഴും മദറിന് 25 ആയിരുന്നപ്പോഴാണ് ഇവർ രണ്ടാളും കല്യാണം കഴിച്ചത്. Her mother was 25 at the time. ഇത് പരീക്ഷ ചോദിക്കും കേട്ടോ. അച്ഛന് 36 വയസ്സും മദറിന് 25 വയസ്സായിരുന്നപ്പോൾ ഇവർ രണ്ടാളും കല്യാണം കഴിച്ചത് കേട്ടോ. Her elder sister Margaret Frank was born in 1926. ഇയർ ഒന്നും പഠിക്കണ്ട, in Frankfurt, Germany. പക്ഷെ എവിടെ ജനിച്ചു പഠിക്കണം. മാർഗരറ്റ് എവിടെയാണ് ജനിച്ചത്? ജർമ്മനിയിലാണ് ജനിച്ചത്. ആൻ വാസ് ബോൺ ഓൺ 12th June 1929. അപ്പോൾ ഇവർ തമ്മിൽ 3 വയസ്സ് വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു 13 വയസ്സ് ആൻ ഉണ്ടായിരുന്നു, 16 വയസ്സായിരുന്നു ചേച്ചിക്ക് ഉണ്ടായിരുന്നു. 3 വയസ്സ് വ്യത്യാസം. എന്നെ അലൻ സാറിനെ പോലെയാണ്.
Her parents emigrated to Holland in 1993. 1993 ആയിരുന്നപ്പോൾ, അത് ഇയർ നോക്കണ്ട, 1933 ഇയർ നോക്കണ്ട. ഇവർ ജർമ്മനിയിലാണ് ഇവരൊക്കെ ജനിച്ചത്, മാർഗട്ടും ആനൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ഹോളണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. Meanwhile, Anne and her sister were sent to Aachen to live with their grandmother. അപ്പൊ പേരൻസ് മാത്രം ഹോളണ്ടിലേക്ക് പോയി. എന്നിട്ട് ആനിനെയും ഈ മാർഗറ്റിനെയും കൂടെ ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് ആക്കനിലേക്ക് വിട്ടു. ഇതൊക്കെ ഓർത്ത് വെക്കണ്ട, പരീക്ഷ ചോദിക്കും. ആദ്യം പേരൻസ് ഹോളണ്ടിൽ പോയിട്ട് അവിടെ സെറ്റായി. ഇവർ കുട്ടികളെ രണ്ടുപേരും കൂടെ ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഓക്കെ. However, they finally joined their parents when their parents were settled in Holland. പേരൻസ് ഹോളണ്ടിൽ സെറ്റിൽ ആയതിനു ശേഷം രണ്ടുപേരും കൂടെ ഓരോരോ ആൾക്കാരായിട്ട് ഹോളണ്ടിലേക്ക് മാറി. ഹോളണ്ട് എന്ന് പറഞ്ഞാൽ നെതർലൻഡ്സ്. ഓക്കെ, റെഡി ആണല്ലോ? ശരി, അത്രയും മനസ്സിലായി. ഇൻ ഹോളണ്ട്, ഇപ്പൊ ആൻ ഹോളണ്ടിൽ എത്തുകയാണ്. അപ്പൊ ആദ്യം ആരാണ് എത്തുന്നതിനെ കുറിച്ച് വരി ചോദിക്കുക. അത് വേണേ ഇവിടെ കൊടുത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം മാർഗറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോളണ്ടിലേക്ക് മാറുന്നു. അതിനുശേഷം മാർഗറ്റിന്റെ ഒരു ബർത്ത്ഡേ ദിവസമാണ് ആര് വരുന്നത്? ആന് മാർഗറ്റ് ഹോളണ്ടിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, റെഡി? അത് ഓർത്ത് വെക്കണ്ടോ? ശരി. ആൻ സ്കൂളിംഗ്, ആൻ്റെ സ്കൂളിങ്ങിനെ പറ്റി സംസാരിക്കാൻ ആൻ തന്നെ പറയുന്ന ആരാണ്. ഇൻ ഹോളണ്ട്, ആൻ വാസ് അഡ്മിറ്റഡ് ടു ദി മോണ്ടിസോറി നഴ്സറി സ്കൂൾ. മിസ്സസ് Coopers was Anne's teacher and the headmistress of the school. ഇതൊക്കെ പരീക്ഷ ചോദിക്കണം, അവിടുത്തെ ടീച്ചർ ആരായിരുന്നു ചോദിക്കും. Both of them were attached so much that they had a tearful farewell at the end of the year. അവർ പിരിയുമ്പോൾ എന്താണ്, അവർക്ക് വളരെ സങ്കടമായിരുന്നു. രണ്ടുപേരും വളരെ ക്ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ചോദിക്കാം. ആൻ ഏറ്റവും ക്ലോസ് ആയ ടീച്ചർ ആരെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇതിനെപ്പറ്റി പറയണം. ഓക്കെ, ശരി. ആൻസ് ഗ്രാൻഡ് മദേഴ്സ് ഡെത്ത്. അപ്പൊ ആന്റെ ഗ്രാൻഡ് മദർ ഡെത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഒരു ചോദ്യം വരാം. ആൻ വാസ് ഡിയർലി അറ്റാച്ച്ഡ് ടു എ ഗ്രാൻഡ് മദർ. വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. വെൻ ഇൻ ദ സമ്മർ ഓഫ് 1949 ആൻസ് ഗ്രാൻഡ് മദർ ഫെൽ ഇൽ, ഷീ ബിക്കേം വെരി സാഡ്. അസുഖം പിടിച്ചപ്പോൾ വളരെ സങ്കടമായി ആർക്ക്? ആനിന്. ഹെർ ഗ്രാൻഡ് മദർ ഡൈഡ് ഇൻ ജാനുവരി 1942. അപ്പം പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മദർ മരിച്ചു. റിമെമ്പറിംഗ് ഹെർ ഫോൺലി, ആൻസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇൻ ജൂൺ 1942 ഹാഡ് എ കാൻഡിൽ ലിറ്റ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് മെമ്മറി. അപ്പം അതേ വർഷം തന്നെ ആൻ്റെ ബർത്ത്ഡേ ജൂണിന് ഉണ്ടായിരുന്നപ്പോൾ ആഘോഷിച്ചപ്പോൾ ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ച്, അതേ ഗ്രാൻഡ് മദറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചെന്താണ്, ആ ഒരു ഡെത്തിനെ ഒന്ന് സ്മരണിച്ചു. ഓക്കെ, സ്മരിച്ചു. എന്താണ് സാർ ഇംഗ്ലീഷ് മാത്രം പഠിപ്പിക്കുന്ന ഭാഗ്യം, മലയാളം പഠിപ്പിക്കുകയാണെങ്കിൽ അവസ്ഥയാകും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇംഗ്ലീഷ് മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ഫിസിക്സ് എൻ്റെ മെയിൻ സബ്ജക്ട്. മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള സബ്ജക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും ഇനിയുള്ള ദിവസങ്ങളൊക്കെ കേട്ടോ. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാപ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടേ, എക്സാമിനറിന്റെ പവർഫുൾ ക്ലാസ് വേണ്ടേ? അപ്പൊ എല്ലാത്തിനും ഉണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് കീപ് സപ്പോർട്ടിങ്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ആ ക്ലാസ് വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ്. സ്കൂളിൽ പോയി പറയുക. നാളെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി പോകുന്നുണ്ടാവില്ല, പോയി പറയുക. ഇനിയിപ്പോൾ പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, വാട്സപ്പ് ത്രൂ അയച്ചു കൊടുക്കണോ. നാളെ രാവിലത്തെ 11 മണി ലൈവ് ഓൾറെഡി നമ്മുടെ ചാനൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലൈവ് ലിങ്ക് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അവരും പഠിക്കട്ടെ, 1-2 കാര്യങ്ങൾ അവർക്കും യൂസ്ഫുൾ ആയിരിക്കില്ലേ? ഓക്കെ, റെഡി? അപ്പൊ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾ 100% ട്രസ്റ്റ് ചെയ്തോളൂ. അതിലൊരു കുറവും വരത്തില്ല. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യും. ആകെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, റിട്ടേൺ ഇൻ റിട്ടേൺ ഒറ്റ ഫേവറേ ചോദിക്കുന്നുള്ളൂ. ഷെയർ ചെയ്യാം, വേറെ ഒന്നും വേണ്ട. ഓക്കെ. Anne's nervousness about the annual results. Anne wrote about her experiences at school from June 20, 1942. It was a day when the teachers were about to tell the annual results of the students in the class. ആര് പാസ്സാവും ആര് പാസ്സാവില്ല എന്ന് ടീച്ചർ പറയാൻ പോകുന്ന ദിവസമായിരുന്നു. All the students were petrified എന്ന് പറഞ്ഞാൽ പേടി, as to who would enter the next class. ആര് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഭയമായിരുന്നു. Anne was sure that she would make it to the next class, but she was afraid about maths. ആന് ഏതാണ്ട് ഉറപ്പായിരുന്നു ആനും ആൻ്റെ ഫ്രണ്ട്സും ഗേൾസും ഒക്കെ പാസ്സാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ മാത്സിൽ മാത്രം കുറച്ച് പേടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. She considered the teachers to be the most unpredictable creatures. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ഇത് വായിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ? വായിക്കായിരുന്നോ? ഇത് മാത്രം she considered teachers to be unpredictable human beings എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അൺപ്രഡിക്റ്റബിൾ, the most loving people in the world എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങളുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ അല്ലെ. ഞാൻ മോശമായിട്ട് പറയുന്നതല്ല, ചിലപ്പോൾ എന്താണ് ടീച്ചേഴ്സ് ഇങ്ങനെ പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ എന്താണ് അവർക്ക് തോന്നും നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് മാർക്കില്ല മിസ്. എന്നാലും ഇത് ഞാൻ എഴുതി കറക്റ്റാണ് മിസ്, അവിടെ ഒന്നുകൂടി വായിച്ചു നോക്കി ഒന്നുകൂടി നോക്കിക്കേ.
മിസ് വായിച്ചു പോകും, ഇല്ല മാർക്ക് തരില്ല. മിസ് എന്നാലും നോക്ക് ഇത് കറക്റ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കണ്ടോ കറക്റ്റാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇത് ടെക്സ്റ്റ് ബുക്കായിട്ട് മിസ് തന്നെ നോട്ട്സായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടല്ലോ, മാർക്ക് എന്താ മിസ് ഒരു 1/2 മാർക്ക് കൂടി തന്നെ, ഇല്ല തരില്ല, അത്രേ ഉള്ളൂ, തരില്ല. ശരിയല്ലേ? ഉണ്ടായിട്ടുണ്ടോ? ആൻഡ്സ് പണിഷ്മെന്റ് ഫോർ ബീങ് ടോക്കറ്റീവ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം, ചോദ്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ചോദ്യങ്ങൾ തടയാൻ കഷ്ടപ്പെടണ്ട, നിങ്ങൾ ഇത് മൊത്തം മനസ്സിലാക്കുക. ആദ്യം ഒരു റൗണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഈ റൗണ്ട്, എന്നിട്ട് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ക്ലാസ് കഴിഞ്ഞ് നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യം ഇതിൽ നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് ചിന്തിക്കണം. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ്, അതും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ. Anne's punishment for being talkative. Okay. Anne was a good student. നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ Anne was friendly with all her teachers except for Mr. Keesing. എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ മിസ്റ്റർ കീസിംഗുമായിട്ട് വലിയ നല്ല ബന്ധമല്ലായിരുന്നു. ഹെർ മാത്സ് ടീച്ചറും കൂടിയായിരുന്നു. മിസ്റ്റർ കീസിംഗ് ഓൾവേസ് റിമെയിൻ ആംഗ്രി വിത്ത് ആൻ ഡ്യൂ ടു എ ടോക്കറ്റീവ് നേച്ചർ. അപ്പോൾ ആൻ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല, ചിലവർ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ പൊതുവെ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല. മിസ്റ്റർ കീസിങ്ങിന് തീരെ ഇഷ്ടമല്ലായിരുന്നു ആനെ, ഭയങ്കര ദേഷ്യമായിരുന്നു ആൻ്റെ അടുത്ത്, കാരണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, ടോക്കറ്റീവ് നേച്ചർ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ടോക്കറ്റീവ് നേച്ചർ. എവിടെ പോയി? He wanted Anne to give up her habit of talking and to have discipline in her life. അപ്പൊ ആനോട് കുറച്ചുകൂടി സംസാരം നിർത്താനും ഡിസിപ്ലിൻഡ് ആവാനും പറഞ്ഞു. ആസ് എ പണിഷ്മെന്റ് ഹി യൂസ് ടു ഗിവ് ഹർ എക്സ്ട്രാ ഹോംവർക്ക് ടു ഡു. അപ്പൊ എക്സ്ട്രാ ഹോംവർക്ക് കൊടുക്കും പണിഷ്മെന്റ് ആയിട്ട്. വൺസ് ഹി ആസ്ക്ഡ് ആൻ ടു റൈറ്റ് എൻ എസ്സേ ഓൺ ടോപ്പിക് ചാറ്റർ ബോക്സ് ആസ് എ പണിഷ്മെന്റ്. ഒരു എസ്സേ കൊടുത്തു. എന്റെ ടോപ്പിക് എന്താണ്? ചാറ്റർ ബോക്സ്. ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി, അതായത് അവളെ പറ്റി തന്നെ എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, അവളുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹർ റുട്ടീൻ ഹോംവർക്ക് ഫോർ ദി ഡേ ആൻ റോട്ട് ദി എസ്സേ. ആൻ അത് എഴുതി. ആൻ മാസാണ്. നിങ്ങളാണെങ്കിൽ അയ്യോ മിസ്സേ എനിക്ക് പറ്റില്ല, എനിക്ക് പണിഷ്മെന്റ് തരില്ലേ പറയും. ആൻ എന്ത് ചെയ്തു? അന്നത്തെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് ആൻ എന്ത് ചെയ്തു? എസ്സേ എഴുതി കൊണ്ട്. Chatterbox, wherein she gave arguments for being a chatterbox and that she inherited it from her mother. ആൻ അതിൽ ആർഗ്യുമെന്റ്സ് കൊടുത്തു. ഞാൻ എന്തുകൊണ്ടാണ് ചാറ്റർ ബോക്സ് ആവുന്നത്, എൻ്റെ അമ്മ എന്താണ് ചാറ്റർ ബോക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനും ചാറ്റർ ബോക്സ് ആയത്, ഈ ക്വാളിറ്റീസ് ഒക്കെ ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. മാത്രമല്ല ഷീ ഓൾസോ റോട്ട് ദാറ്റ് വൺ കുഡ്ന്റ് ഡു മച്ച് അബൌട്ട് വൺസ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്. ഇൻഹെറിറ്റ് ചെയ്ത കാര്യങ്ങൾ, അമ്മേൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ്റെ അടുത്ത് കിട്ടിയ കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഓക്കെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സിനിമയിൽ കണ്ടാണ്, അച്ഛൻ്റെ മോനോട് പറയും, മോന് കുറച്ച് പ്രായമായി, നിന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളില്ല, നീ കോളേജിൽ പോയിട്ട് കുറേ നാളെ വേസ്റ്റ് ആക്കി, നീ ഒന്നും പാസ്സായില്ല, ഇപ്പൊ ജോലിയില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അപ്പൊ അവൻ തിരിച്ചു പറയാണ്, നിങ്ങൾ വീട്ടിൽ പോയി പറയരുത് കേട്ടോ, തിരിച്ചു പറയാണ്, എനിക്ക് നിങ്ങളുടെ ജീൻസ് അല്ലേ കിട്ടിയത്, എനിക്ക് നിങ്ങളുടെ ജെനറ്റിക്സ് അല്ലേ കിട്ടിയത്. അച്ഛൻ എന്താ ചെയ്തത്? അച്ഛന് വലിയ പരീക്ഷ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എനിക്ക് എങ്ങനെ കിട്ടുക? എനിക്ക് നിങ്ങളുടെ ജീൻസ് തന്നെയല്ലേ കിട്ടിയത് എന്നുള്ള ഡയലോഗ് അടിപൊളി, കുറച്ച് ഞാൻ പറയുന്ന പോലെ കേട്ടോ, കുറച്ചുകൂടി നല്ല രസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സിനിമേൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണ്, മുക്കാബാസ് എന്നായിരുന്നു. മുക്കാബാസ് സിനിമ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ പോയി കാണാൻ നിൽക്കണ്ട, പരീക്ഷ കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. ഓക്കെ, അതിലൂടെ അടിപൊളി നല്ല രസമായിട്ട് ഹിന്ദിയിലാണ് പറയുന്നത്, അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ രസം ഉണ്ടാവില്ല. അവിടെ ഓക്കെ. അപ്പം അങ്ങനെ ഒന്ന് പോയി വീട്ടിൽ പറയാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ അലക്സാർ പറഞ്ഞ് പഠിപ്പിച്ചാണ് പറയാൻ നിൽക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. മോർ പണിഷ്മെന്റ് ഫോർ ആൻ ബൈ മിസ്റ്റർ കീസിംഗ്. അപ്പൊ ഈ പണിഷ്മെന്റ് കഴിഞ്ഞു, ആൻ എന്ത് ചെയ്തു? നല്ല സൂപ്പർ ആയിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഇനിയും പണിഷ്മെന്റ് ഉണ്ട്. മിസ്റ്റർ കീസിംഗ് റെഡ് ആൻസ് എസ്സേ ഓൺ ദ ടോപ്പിക് ചാറ്റർ ബോക്സ് ആൻഡ് ലാഫ്ഡ് അറ്റ്. മിസ്റ്റർ കീസിംഗ് എന്താണ്? നല്ലൊരു ജോളി മനുഷ്യനായിരുന്നു, ജോവിയൽ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് വായിച്ചത്? ചിരിച്ച് തള്ളി. ഹൗവർ ആൻ ഡിഡ് നോട്ട് സ്റ്റോപ്പിംഗ് ഇൻ ദ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ തന്നെ ആൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ കീസിങ്ങിന് വീണ്ടും ഇഷ്ടപ്പെട്ടില്ല. ഹെൻസ് ഷീ വാസ് ഗിവൻ അനദർ എസ്സേ ടു റൈറ്റ് ഓൺ. പുതിയൊരു എസ്സേ കൊടുത്തു. അതിന്റെ പേരെന്താ? ആൻ ഇൻകറേജബിൾ ചാറ്റർ ബോക്സ്. ഇൻകറേജബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാവാത്ത ചാറ്റർ ബോക്സിനെ പറ്റിയിട്ട് എസ്സേ എഴുതാൻ പറഞ്ഞു. ആസ് എ പണിഷ്മെന്റ് അഗൈൻ മിസ്റ്റർ കീസിംഗ് ഡിഡ് നോട്ട് കംപ്ലൈൻ ഫോർ 2 lessons ആഫ്റ്റർ ഷീ സബ്മിറ്റഡ് ഹെർ എസ്സേ. ആൻ വീണ്ടും എസ്സേ എഴുതി കൊടുത്തു. ഒരിക്കലും നന്നാവാത്ത ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എസ്സേ എഴുതി കൊടുത്തു. അവ അടുത്ത 2 ക്ലാസ്സിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം സൂപ്പറായി പോയി. ബട്ട് ഇൻ ദ തേർഡ് ലെസൺ, അടുത്ത മൂന്നാമത്തെ ക്ലാസ്സിൽ ഹി ആസ്ക്ഡ് ഹർ ടു റൈറ്റ് എൻ എസ്സേ. വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ എസ്സേ എഴുതാൻ പറഞ്ഞു. ആ എസ്സേന്റെ പേരെന്താണ്? ടൈറ്റിലും കൊടുത്തു. ക്വാക്ക് 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 സെഡ് മിസ്ട്രസ് ചാറ്റർ ബോക്സ്. സെഡ് മിസ്ട്രസ് ചാറ്റർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് എസ്സേ എഴുതാൻ പറഞ്ഞു. എന്നെ കളിയാക്കി, നീ ഇങ്ങനെ എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പം. എൻ്റെ പേര് വിതാന്ത് എന്നായിരുന്നു. മലയാളിയല്ല കേട്ടോ, ഞാൻ മുംബൈയിലാണ് പഠിച്ചത്, മലയാളിയല്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ
ഇപ്പം നമ്മൾ ആർഗ്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്യുന്നതിനിടയിൽ പിന്നെ ഞാൻ എൻ്റെ പോയിന്റ് പറയുകയാണ്, എടാ ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ ഈ ചെയ്തത് ശരിയല്ല, ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഫുൾ കേട്ടിരിക്കും. എന്താ പറയും, ഞാൻ മിണ്ടി കഴിയില്ല, മിണ്ടി കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ അതങ്ങനെ തിരിഞ്ഞു നോക്കും, എന്ന് കാണിക്കും. അപ്പം ഒന്നെങ്കിൽ ദേഷ്യം കൂടും, അല്ലെങ്കിൽ ഭയങ്കര ചിരി വരും. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ഭയങ്കര ഡയലോഗിക്കാണെങ്കിൽ എല്ലാം കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ ദിസ് മെയ്ഡ് ആൻ റിയലൈസ് ദാറ്റ് ഹി വാസ് മേക്കിംഗ് ഫൺ ഓഫ് ഹർ. ആനിന് മനസ്സിലായി എന്നെ കളിയാക്കാണെന്ന്. പക്ഷെ ആൻ മാസാണ്. ആൻ മോക്സ് എ ടീച്ചർ ഹ്യൂമറസ്ലി വിത്ത് എ ക്രിയേറ്റീവ് വേഴ്സസ്. ആൻ തിരിച്ചങ്ങോട്ടൊരു പണി കൊടുത്തു. എന്താണ്? ആൻ വാണ്ടഡ് ടു റൈറ്റ് സംതിങ് ഡിഫറെന്റ് ഫോർ എ തേർഡ് പണിഷ്മെന്റ്. മൂന്നാമത്തെ പണിഷ്മെന്റിന് കുറച്ച് വെറൈറ്റി സാധനം ഇറക്കണം എന്ന് വിചാരിച്ചു. ഷീ റോട്ട് എൻ എസ്സേ ഇൻ വേഴ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹർ ഫ്രണ്ട് സാൻ ഹു വാസ് ഗുഡ് അറ്റ് പോയട്രി. അപ്പൊ ആൻ്റെ ഒരു ഫ്രണ്ട് സാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് എന്താണ് ആനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ആ സാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് പോയട്രിയിൽ അടിപൊളിയായിരുന്നു. അപ്പൊ സാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു പോയമാണ് എഴുതി തയ്യാറാക്കിയത്. ദ പോയം വാസ് അബൌട്ട് 3 baby ducklings of a father swan and a mother duck. ഒരു ഫാദർ സ്വാന്റെ ഒരു മദർ ഡക്കിന്റെയും 3 ബേബി ഡക്സിന്റെ ഒരു പോയമായിരുന്നു. ഇൻ ദ പോയം, ഈ പോയത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ദ ഫാദർ സ്വാൻ വാസ് ആങ്കേർഡ് ബൈ ദി കോൺസ്റ്റന്റ് ക്വാക്കിംഗ് ഓഫ് ദി ഡക്ലിങ്സ് ആൻഡ് ബിറ്റ് ദം ടു ഡെത്ത്. ഡാർക്ക് സ്റ്റോറി. അതായത് ഈ കൊക്കോ കേട്ട് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ സ്വാൻ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താ നമ്മൾ പറയാ? ഓക്കെ, ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായി? സാധനം മനസ്സിലായില്ലേ? ഈ ഷേപ്പിൽ ഉണ്ടാവുന്ന സാധനം, വെള്ള കളറില്. ഇതെന്താ സാർ ഇത്? വേണ്ട, ഞാൻ വരയ്ക്കാൻ നിൽക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ, ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഓക്കെ, റെഡി. അപ്പൊ ആ സാധനം എന്ത് ചെയ്തു? ഈ കൊക്കോ കേട്ടിട്ട് എന്താണ് കുത്തി അതിനെ കൊന്നു എല്ലാത്തിനെയും. ഡാർക്ക് സ്റ്റോറി. മിസ്റ്റർ കീസിംഗ് വാസ് അമ്യൂസ്. അപ്പൊ ഇത് എന്തിനായിരിക്കും ഇങ്ങനെ എഴുതാൻ കാരണം? ഈ ക്വാക്ക് ചെയ്യുന്ന ആൾക്കാരെ വളരെ വയലൻസോടെ ട്രീറ്റ് ചെയ്യുന്ന ആണ് കീസിംഗ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കീസിങ്ങിന് ഒരു പക്ഷേ ഈ കഥയിലെ ആ അച്ഛൻ സ്വാൻ, ഫാദർ സ്വാൻ ആയിട്ടായിരിക്കും ആരും ഉദ്ദേശിച്ചത്, നമ്മുടെ ആന് പോർട്രേ ചെയ്യാൻ വിചാരിച്ചത്. മനസ്സിലായില്ലേ? ആരെയാണോ? എന്താ നിങ്ങൾ പറയുന്നത്? അരയന്നം. അരയാണല്ല, അരയന്നം. എന്തിനാവട്ടെ, സംഭവം മനസ്സിലായി നിങ്ങൾക്ക്. ഓക്കെ, അപ്പം മിസ്റ്റർ കീസിംഗ് വാസ് അമ്യൂസ്ഡ് ബൈ ദ പോയം. മിസ്റ്റർ കീസിംഗിന് ഇഷ്ടപ്പെട്ടു, ആദ്യം ശരിക്കും ഇഷ്ടപ്പെട്ടു, തമാശ രീതിയിൽ എടുത്തു. ആൻഡ് ഹി ടുക്ക് ദ ജോക്ക് മെയ്ഡ് ഓൺ സ്പോർട്ടിംഗ്ലി. നിങ്ങൾ എത്ര പേര് ടീച്ചേഴ്സ് ഇത് തമാശക്ക് എടുക്കും? നിങ്ങൾ ഇങ്ങനെ ഒരു കഥ എഴുതിയാൽ, ഇത് പോയ എഴുതിയാൽ പറ. തമാശക്ക് എടുക്കുന്നവർ തമസം പഠിക്കുക, ടീച്ചേഴ്സ് കേട്ടോ. തമാശക്ക് എടുക്കില്ലാത്തവർ തമസം പഠിക്കുക. മാത്സ് ടീച്ചേഴ്സ് ഇമാജിൻ ചെയ്ത് നോക്കി ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. സിൻസ് ദെൻ ഹി അലൗഡ് ആൻ ടു ടോക്ക് ഇൻ ദ ക്ലാസ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രാക്കിംഗ് ജോക്സ് ഇൻ ദ ക്ലാസ് ഹിംസെൽഫ്. അതിനുശേഷം എന്താണ്, ആനോട് നീ എത്ര വേണേൽ സംസാരിച്ചു മതി, എന്ത് കാണിക്ക്, ഒന്നും മിണ്ടായിരുന്നാൽ മതി. അന്ന് മാത്രമല്ല, അദ്ദേഹം തമാശ അടിക്കാൻ തുടങ്ങി. ഓക്കെ, അന്ന് ആ ദിവസം മുതൽ ക്ലിയർ ആണല്ലോ. അതോടെ ചാപ്റ്റർ തീർന്നു, ഇത്രയേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം എല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ആനിന് പറയാനുള്ളൂ. സിമ്പിൾ കാര്യങ്ങൾ. ഇതിൽ ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കണം. ഓക്കെ, ഈ പണിഷ്മെന്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അവസാനത്തെ പണിഷ്മെന്റിൽ പോയം എഴുതിയ കാര്യങ്ങളും അതിലെന്താ പറഞ്ഞേന്നുള്ള കാര്യങ്ങളും ആ ഡക്ലിങ്സിന്റെയും ഫാദർ സ്വാനിന്റെയും കഥ പറഞ്ഞ് ഓർത്തിരിക്കണം. ആൻഡ് പണിഷ്മെന്റ് എല്ലാത്തിനെ പറ്റി ഓർത്ത്, ആനുവൽ റിസൾട്ട്സിനെ പറ്റില്ല. ഇതൊക്കെ ചോദ്യങ്ങളാണോ? ഈ ഹെഡിങ് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ ചോദ്യങ്ങൾ കിട്ടും. ആനുവൽ റിസൾട്ട്സിന് വേണ്ടിയുള്ള നെർവസ്നെസ്സിനെ പറ്റി ഓർക്കണം. ആൻ്റെ സ്കൂളിങ്ങിനെ പറ്റി, ഗ്രാൻഡ് മദറിൻ്റെ ഡെത്തിനെ പറ്റി ഓർത്തിരിക്കണം. ഫാമിലിനെ പറ്റി ഓർത്തിരിക്കണം. പിന്നെ എന്തിനാണ് ഡയറി എഴുതുന്നത്, എന്തിനാണ് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇത്ര കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ ആണ് സാർ, ഓക്കെ എന്ന് പറയാം. ഓക്കെ എന്ന് പറയാം. എനിക്ക് നിങ്ങളെ ഒരു ചാപ്റ്ററും കൂടി പഠിപ്പിക്കാനുള്ളൂ. അതിനുശേഷം നമ്മുടെ സ്വന്തം അലൻ സാർ വരും. അലൻ സാർ വന്നിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ പഠിപ്പിക്കുന്നതോടെ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് മൊത്തം നമ്മൾ തകർത്ത് തീർത്തു. വെറുതെ പഠിക്കുകയല്ല, ഫുൾ സൂപ്പർ ആയിട്ട് പഠിച്ചു തീർക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുവരെ നമ്മൾ 1 2 3 4 5 പഠിച്ചു. ഇനി ഒരു ചാപ്റ്റർ കൂടി എനിക്ക് പഠിപ്പിക്കാനുള്ളൂ. പിന്നെ 3 ചാപ്റ്റർ അലൻ സാർ പഠിപ്പിക്കുന്നതോടെ ഇന്നത്തെ ക്ലാസ് കഴിയും. നിങ്ങൾ ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് സെറ്റ് ആവും. ഓക്കെ, റെഡി. നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് വരെ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ രസകരമായിട്ടുള്ള ചാപ്റ്റർ ആണ്. മിച്ച് ബിൽ ദി ഓട്ടർ. ഓക്കെ, ഓട്ടറിനെ പറ്റിയ ചാപ്റ്റർ ആണ്. ഓട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഫോട്ടോ കാണിച്ചു തരാം. ഇത്ര പേര് റിയൽ ലൈഫിൽ ഓട്ടറിനെ കണ്ടിട്ടുണ്ട്? ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടു എന്ന് പറയുന്ന ഒരു കള്ളം പറയാണ്.
ഇതാണ് ഓട്ടർ എന്ന് പറഞ്ഞത്. പ്രത്യേക തരം ജീവിയാണ്. ഇറാഖ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുക, അല്ലാത്ത ഓസ്ട്രേലിയയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിച്ച് ബിൽഡ് ഓട്ടർ. അപ്പൊ ഈ ഓട്ടറിന്റെ പേരെന്താണ്? ഈ ഓട്ടറിന്റെ പേര് എന്തുവാണ്? പക്ഷെ നമ്മുടെ ഓട്ടറിന്റെ കഥയിൽ ഓട്ടറിന്റെ പേര് മിച്ച് ബിൽ ആണ്. നമ്മൾ അതിനെ ഷോർട്ട് ആയിട്ട് മിജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? MIJ, മിജ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. ഈ മിച്ച് ബിൽ എന്ന് പറഞ്ഞാൽ അഥവാ മിജ് എന്ന് പറഞ്ഞ ഓട്ടറിന്റെ കഥയാണ് ഈ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ മാക്സ്വെൽ എന്ന് പറഞ്ഞ കഥാകൃത്ത് പറയുന്നത്. ഓക്കെ, റെഡി. ഫസ്റ്റ് ടോപ്പിക്, മാക്സ്വെൽ ചൂസസ് ഓട്ടർ ആസ് എ പെറ്റ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവും, വല്ല പട്ടീനെയും പൂച്ചനെ വല്ല വാങ്ങിച്ചാൽ പറയും മനുഷ്യനെ എന്തിനാ ഈ ഓട്ടറിനൊക്കെ വാങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലാക്കാം. മാക്സ്വെൽ ട്രാവൽ ടു സദേൺ ഇറാഖ് ഇൻ ദി ഏർലി 1956 when he lost his pet dog ജോണി. ജോണി എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഡോഗ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ജോണി മരിച്ചതിന് ശേഷം ഇറാഖിലേക്ക് പോയി. He was so heartbroken by the death of his beloved pet that he didn't want to keep another dog as a pet. ഇനി ഒരു പട്ടീനെ വാങ്ങല് എനിക്ക് പറ്റില്ല, അത് ഭയങ്കര ഇമോഷണൽ കാരണം കൊണ്ട് പട്ടീനെ ഇനി വാങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ആയിപ്പോയി. ഓക്കെ, ഇപ്പം പട്ടിക്കുട്ടികളൊക്കെ അല്ലെ പൂച്ചക്കൊക്കെ ഉള്ള ആൾക്കാർ അല്ലെ മരിച്ചുപോയ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ, കുട്ടികൾ മരിച്ചുപോയി എന്നല്ല, നിങ്ങളുടെ പെറ്റ് മരിച്ചുപോയെങ്കിൽ അവർ ഒരു പ്രത്യേക ഒരു ഇമോഷനാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ മരിച്ചുപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ എനിക്കും എൻ്റെ ഫാമിലിയിലും ഇതുപോലെ ഒന്നിൽ കൂടുതൽ ഡോഗ്സ് ഒക്കെ നമ്മളെങ്ങനെ പിരിയുമ്പം ഒരു പ്രത്യേക സങ്കടമാണ്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള ഫീലിംഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് മാക്സ്വെൽ യൂസ് ടു ലിവ് ഇൻ ക്യാമസ്ഫിയർന, ഓക്കെ, ക്യാമസ്ഫിയർന വിച്ച് ഇസ് ക്ലോസ് ടു ദി വാട്ടർ. അങ്ങ് സ്കോട്ട്ലൻഡിലായിരുന്നു. വിച്ച് ഇസ് ക്ലോസ് ടു ദി വാട്ടർ, സോ ഇറ്റ് വാസ് സ്യൂട്ടബിൾ ഫോർ ഹിം ടു എക്സ്പെരിമെന്റ് വിത്ത് ഓട്ടർ ആസ് എ പെറ്റ്. അപ്പൊ ഈ ഓട്ടേഴ്സിന് എന്താണ്, വെള്ളത്തിലാണ് അത് ട്രൈവ് ചെയ്യുക, വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ ഇദ്ദേഹം ജീവിച്ചിരുന്ന അങ്ങ് സ്കോട്ട്ലൻഡിൽ ജീവിച്ചിരുന്ന ക്യാമസ്ഫിയറിനയിൽ അതിന്റെ അടുത്ത് തന്നെ എന്താണ്, ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ക്ലോസസ്റ്റ് ടു വാട്ടർ. സോ അദ്ദേഹത്തിന് എന്തായിരുന്നു, ആ ഒരു ഓട്ടറിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഓട്ടറിനെ കൊണ്ട് വെച്ചാൽ മണ്ടത്തരായി പോകും. കാരണം വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഓട്ടറിന് എന്താണ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ക്യാമസ്ഫിയറിന് അടുത്തെന്താണ് വെള്ള വാട്ടർ ബോഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, നീവാളിയോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തായിരുന്നു, ഓട്ടറിനെ വെച്ച് എക്സ്പെരിമെന്റ്. പരീക്ഷ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്, why was Maxwell willing to experiment with buying a otter as his next pet? എന്താ, അദ്ദേഹം ജീവിച്ചിരുന്ന ക്യാമസ്ഫിയറിന് അടുത്ത് വാട്ടർ ബോഡി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. ഓക്കെ, ഓട്ടേഴ്സ് ലവ് വാട്ടർ. ഓക്കെ, അടിപൊളി. ഓട്ടേഴ്സ് ലവ് വാട്ടർ എഴുതി വെച്ച പരീക്ഷയിൽ. As he chose to keep an otter as a pet, he shares his wish with one of his friends who suggested him to find an otter from Tigris marshes. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അതേ ഫ്രണ്ട് പറഞ്ഞു ടിഗ്രിസ് മാർഷസ് എന്ന് ഒരു ഓട്ടറിനെ കിട്ടുന്നു പറഞ്ഞു. അവിടെ കുറെ ഓട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് എ പ്ലേസ് ദാറ്റ് ഹാഡ് സെവറൽ ഓട്ടേഴ്സ് ദാറ്റ് വർ ഓഫൻ ടേംഡ് ബൈ അറബ്സ്. അറബ്സ് ടൈമി എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുന്ന, അത്രയേ ഉള്ളൂ ബേസിക്കലി. വളർത്തി വെക്കുന്ന പെറ്റ് ചെയ്യുന്ന ഓട്ടേഴ്സ് കുറേ ഉണ്ട് ഈ സ്ഥലത്ത്, അവിടെ പോയിട്ട് വാങ്ങിച്ചാൽ മതി നീ എന്ന് പറഞ്ഞു, ഈ ഫ്രണ്ട് പറഞ്ഞു. ഓക്കെ, ഇനി ആ വാങ്ങുമോ എന്നുള്ള കാര്യം നോക്കാം. മാക്സ്വെൽസ് മെയിൽ ഡിലേസ്. മാക്സ്വെൽ വെന്റ് ടു ബസ്ര with his friend to the consulate general to collect and answer their mail from Europe. യൂറോപ്പിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മെയിലിന്റെ കാര്യം കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. But on reaching, Maxwell found that his friend got his mail. ഫ്രണ്ടിന് മെയിൽ കിട്ടി, but his mail hasn't arrived. മാക്സ്വെലിന്റെ മെയിൽ എത്തിയില്ല. He had to wait for 5 more days to receive his mail. 5 ദിവസം കൂടെ അവിടെ വെയിറ്റ് ചെയ്താലേ ഈ മെയിൽ കിട്ടും എന്നുള്ള അവസ്ഥയിലായി, തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയിലായി. ഇനി എന്താ സംഭവിക്കുന്നത്, മാക്സ്വെൽ റിസീവ്സ് ബോത്ത് മെയിൽ ആൻഡ് ദി ഓട്ടർ. ഓക്കെ, മെയിൽ എന്ന് പറഞ്ഞാൽ മെയിലാട്ടോ, എഴുത്ത്, കത്ത്. After 5 days, Maxwell's mail arrived. 5 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ മാക്സ്വെലിന് മെയിൽ കിട്ടി. He went to his room to read it. റൂമിൽ വായിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടു, in his room he saw 2 Arabs waiting for him. 2 അറബ്സ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്ന കണ്ടു. They handed him a note from his friend which said, "Here is your otter." ഇതാ നിന്റെ ഓട്ടർ എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു. അറബ്സ് കൊടുത്തു. ആരിൽ നിന്നായിരുന്നു ലെറ്റർ? അതെ, ഈ മാക്സ്വെലിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ലെറ്റർ. ഫ്രണ്ട് എന്താണ്, ബേസിക്കലി ഒരു ഓട്ടറിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തു മാക്സ്വെലിന് വേണ്ടിയിട്ട്. ദി ഓട്ടർ വാസ് ഇൻ എ സാക്ക്. ഒരു ചാക്കിലായിരുന്നു ഓട്ടർ ഉണ്ടായിരുന്നത്. വെൻ മാക്സ്വെൽ ഓപ്പൺഡ് ഇറ്റ് ഹി സോ സ്മോൾ മിഡീവലി കൺസീവ്ഡ് ഡ്രാഗൺ ലൈക്ക് ആനിമൽ. ഒരു പഴയ കാലത്തെ ഒരു ഡ്രാഗൺ ലൈക്ക് ആനിമൽ ആയിട്ട് തോന്നി. ഇറ്റ് വാസ് thoroughly mud smeared with a pointed scales. ഫുൾ ചെളിയിൽ കുളിച്ച് ഇരിക്കുകയായിരുന്നു. ഇറ്റ് ടുക്ക് ഹിം അബൌട്ട് എ മന്ത് ടു റിമൂവ് ദി മഡ് ഫ്രം ദി ഓട്ടേഴ്സ് ബോഡി കംപ്ലീറ്റ്ലി. ഏതാണ്ട് ഒരു മാസം എടുത്തു ഈ മഡ്, ഈ ചെളി എന്താണ് ഈ ഓട്ടറിന്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി നെയിം ദി ഓട്ടർ മിജ്ബിൽ. മിജ്ബിലിനെ നമ്മൾ എന്ത് വിളിക്കും, മിജ് എന്ന് വിളിക്കും. ഓക്കെ, മിജ് എന്നാണ് നമ്മുടെ ഓട്ടറിന്റെ പേര്. മിജ്ബിൽ എന്നാണ് ഫുൾ നെയിം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഓട്ടറിനെ വാങ്ങിച്ചു, അത്രയുള്ള സംഭവം. ഓക്കെ,
ഇനി ഓട്ടറിന്റെ മിജ്ബിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നു, പരീക്ഷ ചോദിക്കുകയും ചെയ്യും, പഠിക്കാം. ഓക്കെ, എന്തായിരുന്നു മിജ്ബിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? മിജ്ബിൽ അഥവാ മിജ് റിമെയിൻഡ് അലൂഫ് ഫോർ ദി ഫസ്റ്റ് 24 hours. ആദ്യത്തെ 24 മണിക്കൂർ, ആദ്യത്തെ ഒരു ദിവസം എന്താണ് വളരെ അലൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റേ അകന്ന് രീതിയിൽ, മൈൻഡ് ചെയ്യാത്ത രീതിയിൽ, മിങ്കിൾ ചെയ്യാത്ത രീതിയിൽ കേട്ടോ, ആ രീതിയിൽ മിജ്ബിൽ എന്താണ് അകന്ന് ഈ ഓഥറിന്റെ അടുത്ത്, മാക്സ്വെലിന്റെ അടുത്ത്. He slept on the floor as far as possible from Maxwell. But soon he became very friendly with his owner, and the very next day he crept into Maxwell's bed and slept under the crook of his knees. അപ്പോൾ അടുത്ത ദിവസം തന്നെ എന്താണ് ഭയങ്കര കമ്പനിയായി മാക്സ്വെലിന്റെ കൂടെ ബെഡിൽ കിടക്കാൻ തുടങ്ങി. Maxwell made a body belt for Mitch and led him to the ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. On seeing water, വെള്ളം കണ്ട മിജ് എന്താണ്, മിജ് got excited and plunged into the bathtub. ചാടി ബാത്ടബിലേക്ക് ചാടി വെള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴല്ലെങ്കിൽ 2 വർഷം മുമ്പ് ബാത്ടബിലുള്ള നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവും, സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വീട്ടിലൊന്നും ഉണ്ടാവില്ല. ബാത്ടബിൽ നിന്നുള്ള ഹോട്ടൽ റൂമിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. പിന്നെ ബാത്ടബിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞാനും അലൻ സാറും പണ്ട് ചെറിയ കുട്ടികളായിരുന്നു, അപ്പം നമ്മുടെ വീട്ടിൽ ബാത്ടബില്ല, അന്നും ഇല്ല ഇപ്പോഴും ഇല്ല, വേറെ കാര്യം. അപ്പൊ എനിക്ക് ഊട്ടിയിൽ എപ്പോഴും ഒരു ഹോട്ടലിൽ പോയപ്പോഴാണ് ആദ്യം ഈ സാധനം കാണുന്നത്. ഓ എന്താ ഫീൽ അല്ലേ? പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയില്ല, ഞങ്ങളെ പേരൻസ് ഒക്കെ പുറത്തു പോയി, ഞങ്ങൾ അതിൻ്റെ ഇങ്ങനെ വാദ്യവിൽ ഇങ്ങനെ ഫുൾ ഡേ. അപ്പം നിങ്ങളെ എന്നെ പോലെ തന്നെയായിരുന്നു ഈ മിജ്. ഓക്കെ, ആൻഡ് ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് പ്ലഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ഡൈവ് ചെയ്തു, ചാടി ഇൻ ടു ദി ബാത്ടബ്. ഒബ്സർവിംഗ് മിച്ച് ബിഹേവിയർ ഇൻ വാട്ടർ, മാക്സ്വെൽ ലേൺ ദാറ്റ് പ്ലേയിങ് വിത്ത് വാട്ടർ ഇസ് എ വൈറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓട്ടർ. ഇത് കണ്ടപ്പോഴാണ് മാക്സ്വെല്ലിന് മനസ്സിലായത്, മണ്ടൻ മാക്സ്വെൽ, ഓട്ടറിന് വെള്ളം ഇഷ്ടമാണ്. നമുക്ക് നേരത്തെ അറിഞ്ഞൂടെ ഇതൊക്കെ. ഇറ്റ് കുഡന്റ് റെസിസ്റ്റ് ദി സൈറ്റ് ഓഫ് വാട്ടർ. മിജിന് എന്താണ് വെള്ളം കണ്ടാൽ എന്താണ് തരിക്കും. Maxwell was amused to see that just after 2 days, Mitch was able to get into the bathtub and open the tap by his paws himself. 2 ദിവസം കഴിയുമ്പോൾ എന്താണ് സ്വന്തം ബാത്ടബ് കയറി ടാപ്പ് എന്താണ് സ്വന്തം തുറക്കാനുള്ള കഴിവ് റെഡിയാക്കി ആര്, മിജ്. Soon Mitch learned to follow his owner and started responding to his name too. കുറച്ച് കഴിയുമ്പോൾ എന്താണ് മിജ് തന്നെ എന്താണ് മാക്സ്വെൽ നടക്കുമ്പോൾ മാക്സ്വെലിന്റെ പുറകെ വരാനും, മാക്സ്വെൽ പേര് വിളിക്കുമ്പോൾ മിജെ പടാ എന്ന് പറയുമ്പോൾ മിജ് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു മിജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ മിജ് ആദ്യം എങ്ങനെയായിരുന്നു, നടുവെച്ച് എങ്ങനെയാണ്, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായി എന്നുള്ള കാര്യം പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ പഠിച്ചു കേട്ടോ മക്കളെ. ഇതിനൊക്കെ ചോദ്യങ്ങൾ വരുവേ. ഫസ്റ്റ് ദിവസം മിജ് എങ്ങനെയായിരുന്നു, ചോദ്യം. മിജ് ബാത്ടബ് കണ്ടപ്പോ എന്ത് ചെയ്തു, ചോദ്യം. കുറച്ച് കഴിയുമ്പോൾ മിജ് മാക്സ്വെൽ ആയിട്ട് കംഫർട്ടബിൾ ആയപ്പോൾ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി, ചോദ്യം. ഓക്കെ, റെഡി ആണല്ലോ? ശരി. Mitchell's invention of new games. Maxwell was bemused by the fact that his pet otter could invent new games on his own. സ്വന്തമായിട്ട് മിജ് എന്ത് ചെയ്തു, അവന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഗെയിംസ് ഉണ്ടാക്കി. Mitch loved to play with a rubber ball. ഒരു റബ്ബർ ബോൾ വെച്ച് കളിക്കാൻ തുടങ്ങി. He used to shuffle it around the room and then throw it a long distance with a great power. At times he would lie on his back and roll 2 or more marbles on his belly without letting them fall off his body. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാം, ജസ്റ്റ് ഓട്ടർ പ്ലേയിങ് വിത്ത് മാർബിൾസ് എന്ന് ക്ലാസ് ചെയ്യുമ്പോൾ പഠിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒരു വീഡിയോ കാണാം, ഇങ്ങനെ ആക്ച്വലി ഓട്ടർ എന്താണ് മാർബിൾസ് വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിടന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് കളിക്കുന്നത് കാണാം. ഓക്കെ, ആ മാർബിൾ നിലത്ത് വിടാതെ നോക്കുന്ന രീതിയിൽ യൂട്യൂബിൽ അടിച്ചു നോക്കുക, ഓട്ടർ പ്ലേയിങ് വിത്ത് മാർബിൾ കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങളോട് പരീക്ഷ ചോദിക്കാൻ പോകുന്നത് എന്താണ്, what were the games മിജുകുട്ടൻ used to play? ഇതൊക്കെ എഴുതി വെക്കണം. Okay, this is a probable question. Every question what I am repeating here is a probable question. Probable എന്ന് മാത്രമല്ല plausible question ആണ്. Okay, possible അല്ല, plausible question. Okay, there is a difference. Plausible എന്ന് പറഞ്ഞാൽ highly likely. Plausible കേട്ടോ, പുതിയ വേർഡ് ആണ്. വേർഡ് ഓഫ് ദി ഡേ നാളെ കൊണ്ടേ സ്കൂളിലെ മുകളിൽ എഴുതി വെച്ചോ, ബോർഡിന്റെ മുകളിൽ. പ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. പോസിബിൾ അല്ല. പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്, ഇത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പം നാളെ ഒരു എർത്ത് ക്വേക്ക് ഇവിടെ വരാൻ പോസിബിൾ ആണ്. നാളെ ഒരു എർത്ത് ക്വേക്ക് ഇവിടെ വരാൻ പ്ലോസിബിൾ ആണെന്ന് പറഞ്ഞാൽ വരാൻ നല്ല സാധ്യതയുണ്ട്. പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ പോസിബിൾ എല്ലാം പോസിബിൾ അല്ലേ. ഓക്കെ, there is a difference. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നാണ് കേട്ടോ.
Next, Maxwell's flight to London with Midge. Maxwell was to leave to Basra to go to London. Londonലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരുന്നു. He was worried to carry Midge with him as British airline to London did not fly animals. അപ്പോൾ ബ്രിട്ടീഷ് എയർലൈൻ വഴി നേരെ ലണ്ടനിലേക്ക് പോകാൻ പറ്റില്ല. സോ മാക്സ്വെൽ decided to book a flight via പാരീസ് വഴി ലണ്ടനിലേക്ക് പോകാനുള്ള കാര്യം നോക്കി വേറൊരു എയർലൈൻസിൽ അല്ലാണ്ട് മിഡ്ജിനെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. In his flight, Maxwell was allowed to carry Mitch in an 18-inch square box that was to be kept at his feet. അപ്പോൾ ഒരു 18-ഇഞ്ച് ബോക്സിന്റെ പെട്ടിയിൽ മിഡ്ജിനെ കൊണ്ടുപോകാൻ അലൗഡ് ആയിരുന്നു. മാക്സ്വെല്ലിന്റെ കാലിന്റെ അടി വെക്കണമായിരുന്നു എന്നായിരുന്നു റൂള്. Maxwell was ready for the airport and he kept the otter into his box to familiarize him with it. അപ്പോൾ ഓട്ടറിന് എന്താണ് നമ്മുടെ മിഡ്ജിനെ ആ ബോക്സുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ ആ ബോക്സിൽ പിടിച്ചിട്ടു. ആൻഡ് hour before the flight, 1 മണിക്കൂർ മുമ്പ് തന്നെ എന്ത് ചെയ്തു, പിടിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ ശീലമായിക്കോളൂ എന്ന് വിചാരിച്ചിട്ട്. Then he left to have a quick meal. പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. On his return, ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ he found that Mitch had badly ripped the inner lining of the box and had injured himself in an effort to wriggle out of it. അപ്പോൾ ഇത് ഈ ബോക്സിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയുള്ള സ്ട്രഗിൾ നിന്ന് ആ ബോക്സിന്റെ മുകളിലെ ഇന്നർ ലൈനിങ് പൊട്ടിക്കുകയും മാത്രമല്ല മിഡ്ജ് എന്താണ് സ്വയം ഹേർട്ട് ചെയ്തു, ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി, സ്വയം ഹേർട്ട് ചെയ്തു ഇത് പുറത്ത് വരാനുള്ള ഈ ഒരു ഇതില് എഫേർട്ടിൽ. ഹി പുട്ട് മിച്ച് ബാക്ക് ഇൻ ടു ദി ബോക്സ്. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി മിഡ്ജിനെ തിരിച്ച് ബോക്സിലിട്ട് ആഫ്റ്റർ റിമൂവിങ് ഇറ്റ് സ്റ്റഡഡ് ലൈനിങ്, ഈ പൊട്ടിയിരിക്കുന്ന ലൈനിങ് റിമൂവ് ചെയ്തിട്ട് മിഡ്ജിനെ പിടിച്ച് ബോക്സിൽ വീണ്ടും ഇട്ടു. ഹി വാസ് ലെഫ്റ്റ് വിത്ത് ജസ്റ്റ് 10 minutes ടു റീച്ച് ദി എയർപോർട്ട്. 10 മിനിറ്റ് എയർപോർട്ടിൽ എത്താൻ സമയം ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ പറക്കുമായിരുന്നു. ഒരു ടാക്സി ബുക്ക് ചെയ്തു, ടാക്സിക്കാരൻ പറപ്പിച്ച് എയർപോർട്ടിൽ എത്തിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഈ ഇൻസിഡന്റ് ചോദിക്കൂട്ടോ പരീക്ഷയിൽ. മിഡ്ജിന് ബോക്സിൽ ഇട്ടപ്പോ എന്താണ് സംഭവിച്ചത്? മിഡ്ജ് എന്ത് ചെയ്തു? അത് പൊട്ടിച്ച് പുറത്തു വരാൻ നോക്കി. ആ പുറത്തു വരുന്ന നോക്കിയിട്ടുള്ള ആ ഒരു എഫേർട്ടിൽ ആ ഒരു സമയത്ത് മിഡ്ജ് സ്വയം ഹേർട്ട് ചെയ്തു. ഹി ഹേർട്ട് ഹിംസെൽഫ് ചെയ്ത ഹി സ്റ്റാർട്ടഡ് ബ്ലീഡിങ് കൂടി ചെയ്ത് വെക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? സർ മിഡ്ജ് വിൽ ക്രിയേറ്റ്സ് ഹാവക് ഇൻ ദ ഫ്ലൈറ്റ്. ഓക്കെ, ഹാവക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവക് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രതിസന്ധി. ഓക്കെ, എന്ത് പ്രതിസന്ധിയാണ് മിഡ്ജ് ഫ്ലൈറ്റിൽ ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. ലക്ലി മാക്സ്വെൽ റീച്ച് ദി എയർപോർട്ട് ഇൻ ടൈം. അപ്പോൾ എയർപോർട്ട് ടൈമിലെത്തി. ദി എയർക്രാഫ്റ്റ് വാസ് അബൌട്ട് ടേക്ക് ഓഫ്. ദി ആംഗ്രി ഒഫീഷ്യൽസ് ലെറ്റ് മാക്സ്വെൽ ത്രൂ. അപ്പം എയർക്രാഫ്റ്റ് എടുക്കാൻ വേണ്ടി സമയമായി. അപ്പത്തിന് എന്താണ് എല്ലാ ഒഫീഷ്യൽസും മാക്സ്വെൽ ഓടിച്ചു വിട്ടു, ഫ്ലൈറ്റിനുള്ളിൽ കയറ്റി. മാക്സ്വെൽ ഫെൽ ലക്കി ടു സീ ദാറ്റ് ഹി ഗോട്ട് ദി ഫ്രണ്ട് സീറ്റ് ഇൻ ദ ഫ്ലൈറ്റ്. അപ്പം മുൻപത്തെ സീറ്റ് തന്നെ കിട്ടി. അപ്പം ലെഗ് റൂം ഉണ്ട് അത്യാവശ്യം, അപ്പം നമ്മുടെ മിഡ്ജിനെ വെക്കാൻ സ്ഥലമുണ്ട്. ഹി കവേർഡ് ദി ഫ്ലോർ അറൌണ്ട് ഹിം വിത്ത് ന്യൂസ് പേപ്പർ ആൻഡ് ഷെയർഡ് ഹിസ് പ്രോബ്ലം അബൌട്ട് ദി ഓട്ടർ വിത്ത് എൻ എയർ ഹോസ്റ്റസ്. അവിടുത്തെ എയർ ഹോസ്റ്റസുമായിട്ട് ഈ ഓട്ടറിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടോ. The air hostess suggested he keep the otter on his knees. അപ്പോൾ എയർ ഹോസ്റ്റസ് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഈ പെട്ടിയും ഓട്ടറിനെയും എടുത്തിട്ട് നിങ്ങളുടെ മടിയിൽ വെച്ചോളാൻ പറഞ്ഞു. ഓക്കെ, ലിസ്ണിംഗ് ടു അവർ മാക്സ്വെൽ ഓപ്പൺ ദി ബോക്സ്. അപ്പം ഈ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് നീസിൽ വെച്ചോളാനാണ് എയർ ഹോസ്റ്റസ് പറഞ്ഞത്. അപ്പൊ അതുവഴി എന്താണ് മാക്സ്വെൽ അത് കേട്ട് എന്ത് ചെയ്തു, മോട്ടറിനെ എന്ത് ചെയ്തു, പൊട്ടി തുറന്ന് മാക്സ്വെല്ലിനെ എന്ത് ചെയ്യും, പുറത്തെടുത്തു. അല്ല ഓട്ടറിനെ പുറത്തെടുത്തു. ആസ് സൂൺ ആസ് ദി ബോക്സ് ഓപ്പൺ, ആ ബോക്സ് തുറന്ന നിമിഷം തന്നെ മിഡ്ജ് ഡാഷ് ടുവേർഡ്സ് ദി പാസഞ്ചേഴ്സ് ആൻഡ് ക്രിയേറ്റഡ് ഹാവക് ഇൻ ദ ഫ്ലൈറ്റ്. മിഡ്ജ് എന്ത് ചെയ്തു, ചാടി കയറി പുറത്തേക്ക് ഇറങ്ങി പാസഞ്ചേഴ്സിന്റെ സീറ്റിന്റെ അടിയിലേക്ക് കയറിപ്പോയി. കോമഡി. There was a panic in the aircraft. എല്ലാവരും പേടിച്ചു. ഒരു ചേച്ചി ചാടി, അയ്യോ എന്താ സാധനം വരുന്നേ, എലി എന്തോ ആണല്ലോ എന്ന് പറഞ്ഞു. It wasn't easy for Max to get Mitch back to his place, but unfortunately Mitch returned to Maxwell on his own and snuggled up in to his owner. മിഡ്ജ് ഭാഗ്യത്തിന് തിരിച്ചു വന്നു. എയർ ഹോസ്റ്റസ് അതിനെ ഹെൽപ്പൊക്കെ ചെയ്തു. എയർ ഹോസ്റ്റസ് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നോ, മാക്സ്വെൽ ചേട്ടായി നിങ്ങൾ ഇരുന്നോ, ഞാൻ പോയി നോക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫൈനലി എന്താണ്, മിഡ്ജ് തിരിച്ച് മാക്സ്വെല്ലിന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പം ഇതിനെ പറ്റി പരീക്ഷ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ചാൻസ് ഉണ്ട്. ഈ ഫ്ലൈറ്റിലെ ഈ ഹാവക്, വാട്ട് വാസ് ദി ഹാവക് കോസ്ഡ് ബൈ മിഡ്ജ് ഇൻ ദി ഫ്ലൈറ്റ് ടു ലണ്ടൻ? ചോദ്യമാണ് കേട്ടോ. ചോദ്യം വന്നാൽ എഴുതി വെക്കുമല്ലോ. സൂപ്പർ. ഇനി ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളതാണ്, അതോടെ ചാപ്റ്റർ തീരും. മിഡ്ജ്വിൽ lived with Maxwell in his flat in London. ലണ്ടനിൽ അവർ ജീവിക്കുകയായിരുന്നു ഫോർ എ മന്ത്, ഒരു മാസത്തോളം. He kept himself busy with playing with toys like ping pong balls, marbles, rubber fruits and a terrapin shell. മിഡ്ജ് ഇങ്ങനെ ഓരോരോ കളികൾ കളിക്കും. ഇതൊക്കെ വെച്ചിട്ട് പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. He would invent his own games and would keep himself busy for about half an hour at a time. അരമണിക്കൂറോളം പുതിയ ഗെയിം സ്വന്തം ഉണ്ടാക്കിയിട്ട് കളിക്കുമായിരുന്നു. Midge also developed some compulsive habits while walking with his master in the streets of London. അപ്പോൾ ലണ്ടനിലെ സ്ട്രീറ്റ്സ് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മിഡ്ജ് എന്താണ് പുതിയ
സ്വന്തമായിട്ടുള്ള ഒരു ഹാബിറ്റ്സ്. ഇപ്പൊ നമുക്കൊക്കെ ഹാബിറ്റ്സ് ഉണ്ടാവില്ലേ? ഇപ്പം ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഈ മാക്സ്വെൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ബ്ലാക്ക് ടൈല് റെഡ് ടൈല്, ബ്ലാക്ക് ടൈല് റെഡ് ടൈല് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലാക്കിൽ ചാടും, അടുത്ത ബ്ലാക്കിലേക്ക് ചാടും. അങ്ങനെ ഒരു കളിയൊക്കെ കളിച്ചിട്ടുണ്ടോ നിങ്ങൾ? കളിയല്ല, അതൊക്കെ ഒരു ഹാബിറ്റ് ആയിരിക്കും അല്ലേ? അങ്ങനത്തെ ഹാബിറ്റ്, കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ് ആർക്കുണ്ടായിരുന്നു? മിജിനുണ്ടായിരുന്നു. എന്തായിരുന്നു ഹാബിറ്റ്? ഓൺ ഹിസ് വേ ഹോം ആഫ്റ്റർ വാക്ക്, മിച്ച് വുഡ് ജംപ് ഓൺ ദി ലോ വാൾ ഓഫ് ദി സിംഗിൾ സ്റ്റോറി പ്രൈമറി സ്കൂൾ ആൻഡ് ഗാലപ്പ് ദി ഫുൾ ലെങ്ത് ഓഫ് 30 yards. ഒരു പോളിൽ കയറിയിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി കയറിയൊക്കെ പോകും, 30 yard മുകളിലേക്ക് പോകും. ദിസ് വുഡ് ഡിസ്ട്രാക്ട് ദി ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇത് ഡിസ്ട്രാക്ട് ചെയ്യും. പരീക്ഷ വേണം ചോദിക്കാം, വാട്ട് വാസ് ദി കമ്പൾസീവ് ഹാബിറ്റ് ദാറ്റ് മിച്ച് യൂസ് ടു ഫോളോ? ഇതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷ ചോദിച്ചാൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, എഴുതി വെച്ചോളൂ. ലണ്ടനേഴ്സ് വൈൽഡ് ഗെസ് സെറ്റ്. ഇത് ചോദിക്കൂട്ടോ, പരീക്ഷ വളരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിഡ്ജ് ലണ്ടനിൽ ഉണ്ടായിരുന്ന ആ കമ്പൾസറി ഹാബിറ്റ്സും പിന്നെ എന്തൊക്കെ ഗെയിം ആയിരുന്നു കളിക്കുക നിങ്ങൾ ആരെയൊക്കെ ചോദിക്കൂട്ടോ. ഓക്കെ. Maxwell was amused to see that Londoners were unfamiliar with otters. ഈ otters എന്ന് പറഞ്ഞ ഈ ഒരു സ്പീഷീസിനെ ലണ്ടനേഴ്സിന് അറിയില്ല. ലണ്ടനേഴ്സിന് അറിയില്ല, നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. They used to make different wild guesses as to what Maxwell's pet could be. അപ്പോൾ അവരെന്ത് ചെയ്യും? ഗസ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എന്തിനു വേണ്ടി അറിയില്ല, നമ്മൾ അറിയില്ല എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഗസ് ചെയ്യും വെറുതെ. ഓക്കെ, അങ്ങനെ ഗസ് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ ഗസ് ചെയ്യുന്ന പരീക്ഷയിൽ ചോദിക്കും. They doubted the otter to be a baby seal, squirrel, beaver, walrus, bear cub, leopard or even a hippopotamus. അപ്പം പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലണ്ടനേഴ്സ് എന്തൊക്കെ ഗസസ് ആണ് നമ്മുടെ മിഡ്ജിനെ പറ്റി ഉണ്ടാക്കി, മിഡ്ജ് എന്തായിരുന്നു, എന്ത് സ്പീഷീസ് ആയിരുന്നു എന്നുള്ള കാര്യം ലണ്ടനേഴ്സ് എന്തൊക്കെ ഗസ് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇപ്പൊ മൊട്ടമേഴ്സ് മുതൽ ബേബി സീലും സ്ക്വിരൽ വരെ എല്ലാം എഴുതി വെക്കാം. അത്രയുള്ള സംഭവം മിഡ്ജിനെ പറ്റിയുള്ള കഥ. മിഡ്ജ് ബിൽ ദി ഓട്ടർ. ഓക്കെ, അതോടെ മക്കളെ ഈ ചാപ്റ്റർ തീരാണ്. മക്കളെ ശ്രദ്ധിക്കണം, ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ വായിച്ചു നോക്കണേ. വാട്ട് എക്സ്പെരിമെന്റ് ഡിഡ് മാക്സ്വെൽ തിങ്ക് കാമോസ്ഫിയർ വുഡ് ബി സൂട്ടബിൾ ഫോർ? Why does Maxwell say that the air hostess was the very queen of her kind? Important ആണ്. What happened when Maxwell took Mitchell to the bathroom? 2019 ചോദിച്ചതാണ് ബോർഡ് എക്സാമിൽ. What did he do on the next 2 days? ഒക്കെ ചോദിക്കട്ടോ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുന്നു പറഞ്ഞില്ലേ, അതന്നെ വെച്ചിരിക്കുന്നേ. ബാത്റൂമിലേക്ക് കൊണ്ടായപ്പോൾ എന്ത് ചെയ്തു? ആ ബാട്ടപ്പ് കയറി കളിക്കാൻ തുടങ്ങി. അടുത്ത 2 ദിവസം എന്താ സംഭവിച്ചത്? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2019 ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ചോദ്യം വേണം ഇപ്പോഴും ചോദിക്കാം. അല്ലെ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ചോദിക്കാം. മനസ്സിലേ? പക്ഷെ വേറെ ഒന്നും ചോദിക്കില്ല. 2014 ചോദ്യം, വാട്ട് വാസ് ദി ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഓട്ടർ ഡിസ്കവർഡ് ബൈ ദി നാരേറ്റർ? എന്താണ്? ദി ഫസ്റ്റ് ഓട്ടർ കാൻറ്റ് റെസിസ്റ്റ് ദി സൈറ്റ് ഓഫ് വാട്ടർ. വെള്ളം കണ്ടാലേ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഗെറ്റ്സ് വൈൽഡ് ആൻഡ് പ്ലേസ് ലൈക്ക് എൻ എനർജറ്റിക് ചൈൽഡ് ഇൻ ഇറ്റ്. ഓക്കെ, ബോട്ടപ്പിൽ കയറിയപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ ചെയ്താൽ ഈ ചാപ്റ്റേഴ്സ്, എത്ര ചാപ്റ്റർ നമ്മൾ തീർത്തു ഇത്ര സമയം കൊണ്ട്? 2 മണിക്കൂർ ഏതാണ്ട് നമ്മൾ ഇരുന്നു. നമ്മൾ എത്ര ചാപ്റ്റർ തീർത്തു? ഇത്രയും ചാപ്റ്റേഴ്സ് തീർത്തു. അതായത് 1, 2, 3, 4, 5, 6 ചാപ്റ്റേഴ്സ് തീർത്തു. ഇനി 3 ചാപ്റ്ററും കൂടി പഠിച്ചാൽ 1 മണിക്കൂറും കൂടെ നിങ്ങൾ കഷ്ടിച്ചിരിക്കേണ്ട ആവശ്യം പോലും ഇല്ല. 1 മണിക്കൂർ കൊണ്ട്, അങ്ങനെ ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ 9 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ തീർക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? തീർക്കാന്ന് പറഞ്ഞാൽ സൂപ്പറായി തീർക്കുക. ക്വസ്റ്റ്യൻസും എല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. ക്ലാസ് കഴിഞ്ഞ് നോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഓക്കെ, അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം. എന്നിട്ട് അലൻ സാർ വരുന്നതായിരിക്കും. അലൻ സാർ വന്ന് ബാക്കിയുള്ള ചാപ്റ്റർ തീർക്കും, 3 ചാപ്റ്റേഴ്സ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടോ അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും തീർക്കും. 3 ചാപ്റ്ററും കൂടി തീർക്കാനുള്ള ഫസ്റ്റ് ഫ്ലൈറ്റിലെ. നാളെ രാവിലെ 11 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് എന്ന് പറഞ്ഞ ബുക്കിന്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് 11 മണിക്ക് രാവിലെ തീർക്കും. എന്താണ് കാണുന്നത്? 11 മണിക്ക് നമ്മൾ മൊത്തം തീർക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് 9 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് 9 മണിക്ക് കുറച്ച് പണി നിങ്ങൾ ചെയ്യണം കേട്ടോ. 9 മണിയുടെ നാളെ 11 മണിയുടെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യും? സാറേ ഞങ്ങളൊന്നും പഠിക്കില്ല, പറ്റില്ല. ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട്സ് എന്ത് ചെയ്യണം? ആദ്യം ഡൗൺലോഡ് ചെയ്യണം. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. എവിടെ സാർ നോട്ട്സ് കിട്ടുക? ലൈവ് ചാറ്റിൽ ലിങ്ക് പിന്നെ വെച്ചിട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാത്തവർ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവരോ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. ക്ലാസ് കഴിഞ്ഞിട്ട് 9 മണിക്ക് ശേഷം അയച്ചു തരും. നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഒന്നെങ്കിൽ ഇന്ന് രാത്രി പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നാളെ രാവിലെ 6 മണിക്കോ 7 മണിക്കോ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ നോട്ട്സിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം മക്കളെ? ക്വസ്റ്റ്യൻസ് പഠിക്കുക. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? സമ്മറി വായിക്കുക.
സമ്മറി ഒന്നുകൂടി വായിച്ചിട്ട് ആ സമ്മറിയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തന്നെ പഠിക്കുക. മൂന്നാമത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് നോട്ട്സിലെ ക്വസ്റ്റ്യൻസും പിന്നെ PDF-ലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും പഠിക്കുക. എന്നിട്ട് 11 മണിയുടെ മുൻപ് ഈ പരിപാടി തീർത്ത് ഫസ്റ്റ് ഫ്ലൈറ്റിലെ എല്ലാ ചാപ്റ്ററും എക്സാമിന് പ്രിപ്പയർഡ് ആവണം. പഠിക്കുകയല്ല, ഇനി എക്സാമിന് പ്രിപ്പയർഡ് ആവണം. ഇനി ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാ ചാപ്റ്ററും പഠിക്കാൻ വേറെ സമയമില്ല, റിവൈസ് ചെയ്യാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ. അപ്പം നാളെ 11 മണിക്കത്തോടെ ഈ പരിപാടി തീർക്കുമോ നിങ്ങൾ? നാളെ 11 മണിക്കത്തോടെ ഈ പരിപാടി തീർക്കണം. എന്നാൽ ഈ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഈ 9 ചാപ്റ്ററിനും എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം. ഈ കാര്യം ചെയ്യണം, ഓക്കെ? അല്ലാണ്ട് വെറുതെ ക്ലാസ് മാത്രം കണ്ടിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ വിചാരിക്കണം. ഈ പണിയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ചാപ്റ്റേഴ്സ്. എന്നിട്ട് 11 മണിക്ക് നിങ്ങൾ കയറി വരിക. ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീഡിന്റെ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരിക്കും. ആരൊക്കെ റെഡി ആയിരിക്കും? ഞങ്ങൾ 3 പേരുണ്ടാവും നാളെ. ഓക്കെ, റെഡി? കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ. കമ്മ്യൂണിറ്റി ഫുൾ ആയോ? ഓ, അപ്പൊ പുതിയ കമ്മ്യൂണിറ്റി ലിങ്ക് തരാം കേട്ടോ, ഡോണ്ട് വറി. നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തോ. 10 മിനിറ്റിൽ പുതിയ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് വരും. 10 മിനിറ്റിൽ പുതിയ കമ്മ്യൂണിറ്റിന്റെ CBSE 10ാം ക്ലാസ്സിന്റെ 10 മിനിറ്റിൽ പുതിയ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് വരും. നിങ്ങൾ 10 മിനിറ്റിൽ കഴിയുമ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ലിങ്ക് ഞെക്കി നോക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തുകൊണ്ടാൽ കുഴപ്പമില്ല. ഓക്കെ, റെഡി? അപ്പം ഇനി ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു എക്സാമിനറുടെ ബാച്ചിന്റെ കാര്യം ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. +1 +2 നിങ്ങൾ നന്നായി പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും അലൻ സാറൊക്കെ പഠിച്ചത് ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് കോളേജസിലാണ്. ഞാൻ പഠിച്ചത് നിങ്ങൾ എൻ്റെ സൈഡിൽ കാണാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലാണ് പഠിച്ചത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസിലാണ് ഞാൻ പഠിച്ചത്. അലൻ സാർ പഠിച്ച ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് നമ്പർ 1 റാങ്ക്ഡ് സയൻസ് കോളേജിലാണ്. എവിടെയാണെന്നറിയോ? സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ നല്ല കോളേജിലൊക്കെ പഠിച്ച് ലൈഫിൽ അടിപൊളി ലെവലിൽ എത്തണമെങ്കിൽ ഇപ്പം ഞാൻ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നറിയോ? ഇന്ന് നിങ്ങളിപ്പോൾ 4000 പേര്. ഇന്നലെ ഞാൻ SSLC ലെവലിൽ 10,000 പേര്. അപ്പൊ അപ്പൊ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 10-30 കുട്ടികളെല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ ദിവസം ഒരു ലൈവിൽ നിന്ന് 10,000 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പഠിപ്പിക്കുക മാത്രമല്ല, എന്ത് ലൈഫിൽ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് +1 +2 പഠിക്കണം. ഇനി +1 +2 പഠിക്കണമെങ്കിൽ സാറിന്റെ എക്സാമിനറിന്റെ ബാച്ചിന്റെ പ്രൊമോഷൻ ആണോ? അല്ല, ആക്ച്വലി അല്ല. ഓക്കെ, ബാച്ച് പ്രൊമോഷൻ ഞാൻ ചെയ്യും. ഇപ്പൊ അതല്ല. ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. എന്തായാലും +1 +2 അടിപൊളി പഠിക്കണം. എക്സാമിനറുടെ ബാച്ച് ജോയിൻ ചെയ്യണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ എക്സാമിനറുടെ ബാച്ചിൽ എന്ത് കിട്ടും? കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിന് കിട്ടും. +1 +2 പഠിപ്പിക്കുന്നത് ഏറ്റവും രസകരമായിട്ട് ഒരു പഠിപ്പിക്കും. ബോറിംഗ് ആയിട്ട് ബോറടിച്ച് പഠിപ്പിക്കുക, ഏറ്റവും രസകരമായിട്ട് പഠിപ്പിക്കും. ഏറ്റവും ഫീസ് കുറഞ്ഞ രീതി പഠിപ്പിക്കും. നിങ്ങൾക്ക് +1 നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓരോ സബ്ജക്റ്റിന് ട്യൂഷന് വരെ 20,000 30,000 വാങ്ങുന്ന ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും കൂടെ 4,000 ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാ സബ്ജക്റ്റിനും കൂടെ ടോട്ടൽ 4,000 രൂപയുള്ള ഒരു വർഷത്തേക്ക്. ഒരു സബ്ജക്റ്റിന് 1000 രൂപ ഒരു വർഷത്തേക്ക്. പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, എല്ലാ കാര്യവും. നീറ്റിന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ടുള്ള കീമിന് വേണ്ടിയിട്ടുള്ള DPP ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല, പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നല്ല രസകരമായിട്ട് ഫിസിക്സ് ആണെങ്കിൽ മാത്സ് ആണെങ്കിലും ഒക്കെ രസകരമായിട്ട് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാനും അലൻ സാറും എല്ലാവരും അടക്കം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കണം, നല്ല രീതിയിൽ എത്തണമെങ്കിൽ എക്സാമിനർ ഇതൊക്കെയാണ് തരുന്നത്. എക്സാമിനർ ടീച്ചേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ക്ലാസ് എടുക്കുകയും ചെയ്യും. ഇനി എൻ്റെ ക്ലാസ്, അലക്സ് സാറിന്റെ ഫിസിക്സിന്റെ ക്ലാസ് നല്ലതാണോ എന്ന് സംശയമുള്ളവർ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്യണ്ട. നിങ്ങൾ ഫിസിക്സ് എക്സാം തീർക്കട്ടെ, സയൻസ് എക്സാം കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അലക്സ് സാറിന്റെ അർച്ചന മിസ്സിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതേ എനർജി, അതേ പവറിലായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എനിവേ +1 +2 സൂപ്പറായിട്ട് പഠിക്കണം. എക്സാമിനറിൽ ജോയിൻ ചെയ്തില്ലയോ എന്നല്ല വിഷയം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാം.
എക്സാമിനർ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വിഷയമുള്ള നിങ്ങൾ ക്ലാസ് തൽക്കാലം ഫ്രീ ആയിട്ട് കണ്ടുപോയിക്കോ, എനിക്ക് സങ്കടമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ഞങ്ങൾ തരാൻ പോകുന്നത് ഏറ്റവും അഫോർഡബിൾ ഫീസിൽ. ഓക്കെ, അതാണ് ഞങ്ങളുടെ പ്രോമിസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, ഹായ് എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളിൽ ഇത് ഫീച്ചേഴ്സ് ഒക്കെ സംശയമുണ്ട് സാർ എന്ന് മനസ്സിലായില്ല സാർ പറഞ്ഞത്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീം നിങ്ങളെ അവിടെ സ്വീകരിക്കാൻ ഉണ്ട്. വാട്സപ്പിൽ ഫോം വിളിക്കേണ്ട, വാട്സപ്പ് ചെയ്താൽ പിന്നീട് വേണം ഫോം വിളിക്കാം. അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യന്മാരോടും വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ പേരൻസിനോട് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് യു ക്യാൻ ജോയിൻ ഇഫ് യു വാണ്ട് ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, അപ്പൊ ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇനി അലൻ സാർ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഒരു മിനിറ്റ് അലൻ സാറിന് വേണ്ടി കാത്തിക്കുക. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ട മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ലൈവ് ചാറ്റിൽ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, ആ കമ്പ്യൂട്ടർ സയൻസിന് ബാച്ച് ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടർ സയൻസിനും ബയോ സയൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും അഗ്നിയിൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കോമേഴ്സിന്റെ കാര്യം മാത്രം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കമ്പ്യൂട്ടർ സയൻസിനും ബയോളജിക്കൊക്കെ വർഷങ്ങളായിട്ട് 2-3 വർഷങ്ങളായിട്ട് നടക്കുന്ന ബാച്ചസ് ഉണ്ട്. അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് ബാച്ചസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതിൽ വിഷയമൊന്നുമില്ല. നീറ്റിനും കീമിനും വേണ്ടി എൻട്രൻസ് കോച്ചിങ്ങിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്, പൃഥ്വി ബാച്ച്. ഓക്കെ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് മനസ്സിലാക്കി. ഇനി എല്ലാവരും ആകെ ചെയ്യേണ്ടത്, എന്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇമോജി ഇടുക. ഓൾസോ ലൈവ് എൻഡ് ചെയ്യുമ്പോൾ, അലൻ സാർ ലൈവ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ കമന്റ് സെക്ഷനിൽ ഒരു കമന്റും കൂടി ഇടുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് എങ്ങനെ തോന്നി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സാർ യൂസ്ഫുൾ ആയി എന്ന് പറയാ, യൂസ്ഫുൾ ആയില്ലെങ്കിൽ യൂസ്ഫുൾ ആയില്ല എന്ന് പറയാം. വാട്ട് എവർ ഇസ് യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ, പ്ലീസ് കമന്റ് ചെയ്യണം കേട്ടോ. നോട്ട് ഇൻ ദ ലൈവ് ചാറ്റ്. ലൈവ് ചാറ്റ് നിങ്ങളിപ്പോ പറഞ്ഞോ, പക്ഷെ അത് ഞാൻ പിന്നീട് വായിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ഓക്കെ, പിന്നീട് ഞാൻ നോക്കില്ല. അപ്പൊ കോമന്റ് സെക്ഷനിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. കാരണം ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി, ഓൾമോസ്റ്റ് 2.5 മണിക്കൂറായി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് വച്ചുണ്ടാക്കുന്നു. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് ജസ്റ്റ് കമന്റ് ആഫ്റ്റർ ദിസ് ലൈവ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ചെയ്യുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, റിവൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, ഡൗൺലോഡ് ഒക്കെ ചെയ്യുക നോട്ട്സ്. എന്നിട്ട് നാളെ രാവിലെ 11 AM we'll meet each other again for the next session of English Live. അതുവരെ നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ ലീഡ് വെൽ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, എല്ലാം നന്നായിട്ട് ചെയ്യുക. ലൈവ് കഴിഞ്ഞില്ല, അലൻ സാർ ഇതാ ഇപ്പൊ കയറി വരും. എല്ലാവരും ഒരു മിനിറ്റ് വെള്ളം കുടിച്ച് റിലാക്സ് ചെയ്യുന്നതോടെ അലൻ സാർ കയറി വരും. നിങ്ങൾക്ക് വേണ്ടിയില്ല ബാക്കി 3 ചാപ്റ്ററും കൂടി നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? അലക്സ് സാറിന്റെ ഫിസിക്സ് വരും, ഫിസിക്സ് എക്സാം വരട്ടെ, സയൻസ് എക്സാം വരട്ടെ, നമ്മൾ ഇറങ്ങൂലേ? ഓക്കെ, പേടിക്കണ്ട കേട്ടോ, ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് ഫിസിക്സ് പഠിക്കാം. ഈ വർഷം മാത്രമല്ല, നെക്സ്റ്റ് ഇയർ +1 +2 സൂപ്പർ ആയിട്ട് ഫിസിക്സ് പഠിക്കാം. എല്ലാവരും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക. അലൻ സാർ ഇതാ കയറി വരുന്നതായിരിക്കും കേട്ടോ മക്കളെ. ഹലോ എവ്രിവൺ, അലൻ സർ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആവും വിചാരിക്കുന്നത്. എല്ലാവരും ഫയർ ഇമോജി ഇട്ട് തുടങ്ങുക. ഇത് അലക്സ് സർ നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ കുറെ ചാപ്റ്റേഴ്സ് ആണ്. നാളെ ബാക്കി പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് അവസാനമായിട്ട് 3-4 ചാപ്റ്ററും കൂടെ ഉണ്ട്. വേഗം 10 മിനിറ്റ്സ് എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യാൻ, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. കാരണം ഇതിൽ നിന്ന് MCQ വരാം, എക്സ്ട്രാക്ട് ബേസ്ഡ് വരാം, നിങ്ങൾ ലോങ് റൈറ്റിംഗ്, ഷോർട്ട് ആൻസർ, എന്ത് വേണേ വരാം. അപ്പൊ എല്ലാവരും ഫുൾ പവറിലിരിക്കുക. ഇതാ ഞാൻ 10 എന്തൊക്കെ പഠിപ്പിച്ചിരുന്ന് കാണിച്ചു തരാം മക്കളെ. ഇതാണ് സ്കെഡ്യൂൾ. അപ്പൊ നമ്മുടെ ഷെഡ്യൂൾ മൊത്തം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോക്കി. ഇന്ന് 6 PM നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫ്ലൈറ്റിലെ ചാപ്റ്റേഴ്സ്, പോയംസ് അല്ലാത്ത ചാപ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി 3-4 ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. 11 AM ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് എന്നുള്ള ബുക്ക് മൊത്തം നമ്മൾ അതിൽ എല്ലാ കാര്യം നമ്മൾ നാളെ രാവിലെ ഡിസ്കസ് ചെയ്യും. 11 AM മറക്കരുത്. അതേപോലെ നാളെ വൈകുന്നേരം 6 PM എന്താണ്, ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ എല്ലാം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാം ചെയ്യും ഒന്നും കൂടിയും. അപ്പൊ മറക്കരുത്. അപ്പൊ നാളെ എന്താണ്, നമ്മൾ പോയംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓൾ പോയംസ് കേട്ടോ. നമ്മൾ പോയംസും ബാക്കി വെച്ചു, അത് നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും. ഓൾ പോയംസ് നമ്മൾ ചെയ്യും നാളെ വൈകുന്നേരം. അപ്പൊ അതോടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം തീർന്നു. അത് കഴിഞ്ഞിട്ട് സൺഡേ റൈറ്റ് ബിഫോർ യുവർ എക്സാം 6 PM നമ്മൾ ഗ്രാമർ റൈറ്റിംഗ് മൊത്തം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളത്, ഞാനിപ്പോ എന്തൊക്കെ എടുത്തു തരാൻ പോകുന്നത് വേഗം ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് വേണ്ടി ഇനി ഗ്ലിംസസ് ഓഫ് ഇന്ത്യ ഉണ്ട് ബാക്കി. ഓക്കെ, ഗ്ലിംസസ് ഉണ്ടാവും, അത് ഞാൻ വേഗം എടുത്തുതരും. അതിൽ 3 ഉണ്ട്. ഓക്കെ, 3 ഉണ്ട്. പിന്നെ 2 stories about flying. ഓക്കെ, 2 stories about flying.
അതുകൊണ്ട് അതിൽ 2 കഥയുണ്ട്. വളരെ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എന്താണ് ബനാറസ് അല്ലെ, ബനാറസ് എന്താണ് ബനാറസിലെ എന്താണ് സർമിനെ ബനാറസ് ദ ബുദ്ധേന്റെ സ്റ്റോറി ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ, നല്ല രസകരമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന സ്റ്റോറീസാ. ഇതിൽ മേജർ ഇവന്റ്സോ ട്വിസ്റ്റോ സംഭവം ഒന്നുമില്ല. കഥ മനസ്സിലാക്കുക, അതിലെ ഓരോ ക്യാരക്ടർ ഫേസിൻസ് എല്ലാ കഥയിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അത് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്താണ് ക്യാരക്ടർ സ്കെച്ച്, ആ ക്യാരക്ടറിനെ പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എക്സാമിനർ 11th ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മക്കളെ അഡ്മിഷൻസ് ആർ ഓപ്പൺ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് 11th അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 1 വർഷം മൊത്തം ഫീസ് വരുന്നത് 4000 rupees ആണ്. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അൽസാർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, ആൻഡ് അൽസാർ സ്വന്തം യൂട്യൂബ് ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ് us begin. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം 2 stories of flying വെച്ച് തുടങ്ങാം. ഓക്കെ, 2 stories about flying. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിൾ ആണ്. ഫ്ലൈറ്റിനെ പറ്റി 2 ചാപ്റ്റർ ആണ്. ആദ്യം വരുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയം ഓഫ് ഫ്ലെയർട്ടി. നമ്മുടെ സീകളുടെ സ്റ്റോറിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ സ്റ്റോറിനെ പറ്റി എന്താണെന്ന് 2 വാക്കിൽ 2-3 വാക്കിൽ വാട്ട് ഹാപ്പൻസ് ഇൻ ദ സ്റ്റോറി. സീകള് പറഞ്ഞ് എന്താണ് സിറ്റി മൊത്തം വൃത്തിയേടാക്കാണ്, ഷിറ്റ് അല്ല. എന്താണ് ഇവിടെ ഈ യങ് സീകളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റിയിട്ടുള്ള അതിന് ഓവർകം ചെയ്ത ഫിയർ ഒക്കെ ഓവർകം ചെയ്ത സ്റ്റോറിയാണ് പറയുന്നത്. ഹൗ ദിസ് നോർമൽ യങ് സീകൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക, എന്താണ് പ്രത്യേകത. ഹിസ് ഫാമിലി, അവരുടെ ഫാമിലിയിലെ എല്ലാവരും പറക്കാൻ തുടങ്ങി. ചെറിയ അനിയനും ചെറിയ അനിയന്മാരും ചെറിയ അനിയത്തിമാരൊക്കെ പറക്കാൻ തുടങ്ങി. പക്ഷേ ദിസ് യങ് സീകൾ വാസ് അഫ്രേഡ് ടു ഫ്ലൈ. വെരി ഗുഡ്, പേടിയായിരുന്നു. കാരണം എന്തായിരുന്നു? നിങ്ങളോട് ഞാൻ പറയാണ്, മോനെ നീ എന്ത് ചെയ്യണം, പറയും ചാടിക്കോ, എന്നിട്ട് കൈ ഇങ്ങനെ വിടർത്തിയാ പറന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ല, പേടിയായിരുന്നു. അതേപോലെ ഈ പക്ഷിക്കും പേടിയായിരുന്നു. ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. വാട്ട് വാസ് ദ സീഗൾ അഫ്രേഡ് ഓഫ്? The seagull was afraid of that his wings would not support him. അതുകൊണ്ട് he failed to muster up courage. പേടിയായിരുന്നു, കറേജ് ഉണ്ടായിരുന്നില്ല ചാടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചാടി നോക്കി നിലത്ത് വീണില്ല, ട്രൈ തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സമ്മറി ഒന്ന് വേഗം നോക്കാം. വേഗം ക്വിക്ക് റീഡിംഗ് ആയിരിക്കും, ബിഗ് പോയിന്റ്സിൽ കൂടെ വേഗം പോവാം. ദി യങ് സീഗൾസ് ഫിയർ ഓഫ് ഫ്ലൈ. ആദ്യം തന്നെ ചാപ്റ്ററിൽ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഫിയർ ഉള്ളത്. എന്താണ്? പേടിയായിരുന്നു, വീഴും ചാവും പിന്നെ തീർന്നു കഥ. ഓക്കെ, the young seagull was alone on his ledge. ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. His 2 brothers and sisters are already learned to fly. അവർ പറക്കാൻ പഠിച്ചു. പേരൻസിനോട് എന്താണ് ഇപ്പം മീനിനെ പിടിക്കാനും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, the young seagull was afraid to fly because of the long stretch and the depth of a sea. Depth of the sea കാരണം എന്താണ് പേടി? കാരണം മരിക്കുന്ന പേടി. He thought that his wings would not support him. See, ഈ ലൈൻ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഓബ്വിയസ് ആണ്, സിമ്പിൾ ആണ്. പക്ഷേ എക്സാമിന് ചോദിക്കും ഇത് എഴുതിയില്ല മാർക്ക് കിട്ടില്ല. So he ran back to his hole in the ledge. Therefore the young seagull failed to gather up the courage, to muster up the courage. Gather ചെയ്തില്ല, courage പറ്റിയില്ല. ഇനി എന്താണ്? His father and mother tried to persuade him to fly. They scolded and even threatened him that if he does not fly, if he does not learn to fly, എന്താണ്? They would let him die out of hunger. Okay, അപ്പൊ എന്താണ്? നീ പറന്നു വന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം തരൂ, അത്രേ ഉള്ളൂ. സിമ്പിൾ, മരിച്ചോ, ഞങ്ങൾക്കൊന്നുമില്ല. കാരണം എന്താണ്? പേരൻസിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്? അല്ല, പേരൻസ് wanted him to be റിലയബിൾ അല്ലെ, ബ്രേവ് ആയിരിക്കണം, സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അല്ലാണ്ട് എല്ലാ ദിവസവും അച്ഛനും അമ്മയും വന്ന് ഭക്ഷണം തരുന്ന വിചാരിച്ചിരിക്കരുത്. ഇപ്പൊ തന്നെ സ്വന്തം പരിപാടി നോക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയാണ് ഉദ്ദേശിച്ചത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? പേരൻസ് ഇത് യങ് സീകൾ അലോൺ. അപ്പൊ നമ്മൾ വിചാരിക്കും 1 ദിവസം കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞു നീ ഭക്ഷണം കൊടുക്കും. ഇല്ല, കൊടുത്തില്ല. നോക്കിയേ, 24 hours passed and nobody came near him. All the day the seagull watched his parents teach his brother and sister how to fly, how to catch fish, skim ഒക്കെ ചെയ്യാൻ പഠിപ്പിക്കുക. കാരണം അവരിനി എന്താണ് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ്. Okay, they were teaching them how to skim the waves and how to dive for catching the fish. He had seen his elder brother catch his first herring എന്ന് പറയുമ്പോൾ ഒരു ഫിഷാ. ബ്രദർ ഫസ്റ്റ് ഫിഷ് വരെ ക്യാച്ച് ചെയ്തു. അപ്പൊ നമ്മുടെ യങ് സീകൾ ഒന്നും ഇല്ലാണ്ട് സാഡ് ആയിട്ട് ഇങ്ങോട്ട് ലജ്ജിലിരിക്കുക. When he ate it, his parents praised. The whole family taunted at the young seagull for his cowardice. Okay, ഇങ്ങനെ പേടിത്തൊണ്ടരായിരിക്കുന്നതിനെ കളിയാക്കി നമ്മുടെ മൊത്തം ഫാമിലി. ഓക്കെ, ആരും ഭക്ഷണം കൊടുക്കുന്നില്ല, പാവം ഇയാള് സാഡ് ആയിട്ട് പേടിച്ചിങ്ങനെ ഇരിക്കുക. The hungry seagull, വിശന്നിരിക്കുകയാണ്, 24 hours കഴിച്ചില്ല എന്ന് ആലോചിക്കണം ഒന്നും. Okay, as time passed by, the young seagull could not tolerate the hunger. പിന്നെ ഭയങ്കര വെയിലുമാണ്, ഇങ്ങനെ നിങ്ങളെ പോലെ എന്താണ് വീടും ഇതൊന്നും ഇല്ല. ഓക്കെ, he moved closer to the ledge, pretended to fall asleep. ഒരു കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഇങ്ങനെ ഉറങ്ങി. ഓക്കെ, but nobody took notice of him. His 2 brothers and sister were sleeping and his father was cleaning his feathers with his bite back. Okay, only his mother noticed him. അമ്മമാർക്ക് ഉണ്ട് അല്ലേ എപ്പോഴും നോട്ടീസ്. കാരണം നമ്മളെ
എന്ത് പറഞ്ഞാലും അമ്മ എത്ര നമ്മളെ പറ്റിക്കുകയാണെങ്കിലും നമ്മളെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മളെ ഭയങ്കര സ്നേഹം അല്ലേ. നോക്കിയേ, ഷീ വാസ് സ്റ്റാൻഡിങ് ഹൈ ഓൺ ദ പ്ലാറ്റോ വിത്ത് എ ഫിഷ്. ആസ് ദ യങ് സീഗൾ saw the food he felt more hungry. അമ്മ ഇരുന്നിട്ട് ഒരു ഫിഷ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് തിന്നെ അങ്ങനെ കട്ട് ചെയ്ത് സ്ക്രേപ്പ് ഒക്കെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ 2 ദിവസം കഴിച്ചില്ല. അമ്മയാണ് അവിടെ ചിക്കൻ ഫ്രൈ സ്ലോ മോഷനിൽ. അത് കാണുമ്പോൾ തന്നെ ഭ്രാന്താവും അല്ലേ. ഹി വാസ് maddened by hunger. ഭ്രാന്തി പിടിച്ച് വിശപ്പ് കാരണം. The mother's trick, realizing his madness for food, his mother tried to tempt him with pieces of fish. Initially, she tore the fish in a manner that the seagull loved it. ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മോനെ വാ പറന്നിട്ട് വാ എന്ന് പറയുന്ന പോലെ കാണിച്ചു കൊടുത്തു. Initially, then this sight maddened the young seagull. എഴുതി വെച്ചോ, this sight maddened the young seagull. Maddened by hunger. Hunger കാരണം എന്താണ്? വിശന്ന് ചാവാണ്. ഓക്കെ. Then the mother flew nearer him. അപ്പൊ നോക്കും പെട്ടെന്ന് അമ്മ ഭക്ഷണമായിട്ട് വരുന്നു. അപ്പ സീഗൾ എന്ത് സന്തോഷ. He was shocked, he was surprised. ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ലെജൻഡ് അടുത്തേക്ക് ഇങ്ങനെ അമ്മ വാ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഇനി എന്താ സംഭവിച്ചത്? With joy, seagull with joy എന്ന് സ്ക്രീം ചെയ്ത് വരിക കേട്ടോ. However, the mother stopped near the edge just as she reached. ഇവിടെ ഇങ്ങനെ എഡ്ജ് എത്തിയപ്പോ ഇങ്ങനെ വരുമ്പോ അവിടെ നിർത്തി. എന്നിട്ട് സീഗൾ ആണെങ്കിൽ ഭക്ഷണം എവിടെയാ? സീഗൾ ഒറ്റ ചാട്ടം. അമ്മ അവിടെ പോസ് ചെയ്തു. അമ്മ അവിടെ സ്റ്റാച്ചു. ഓക്കെ. Out of excitement and hunger, maddened by the hunger, the young seagull ran towards the mother and dove for the fish. Okay. അപ്പൊ എന്താണ്? ചാടാൻ പോയി. ഓക്കെ. ഡൈവ് ചെയ്തു. ഓക്കെ. ദ ജോയ് ഓഫ് ഫ്ലൈറ്റ്. ഇനീഷ്യലി ദ സീഗൾ വാസ് സ്കെയർഡ്. അപ്പൊ പെട്ടെന്ന് ഹാർട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്താ, വിങ്സ് തന്നെ അങ്ങ് വിടർന്നു വന്നു കാറ്റടിച്ചിട്ട് പ്രഷർ കാരണം. എന്നിട്ട് എന്താ, തന്നെ എന്തോ ഒരു ബോഡി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങ് തോന്നി. എന്നിട്ട് എന്താണ്, ഹി സ്റ്റാർട്ടഡ് ടു സോർ ഇൻ ദ സ്കൈ. തന്നെ മേലേക്ക് പറക്കാൻ തുടങ്ങി. ആദ്യം പേടിയായിരുന്നു. കുറെ സമയത്ത് ലൈഫ് സ്റ്റോപ്പ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത പോലെയായിരുന്നു. Initially, the seagull was scared and screamed with fear when he dived. But soon, as his wings spread out, he began to fly downwards and upwards. He was no longer afraid of flying. അപ്പോൾ മനസ്സിലായി, ഇത്രയുള്ള സിമ്പിൾ പരിപാടിയായിരുന്നു. നമ്മുടെ അമ്മ നമ്മളെ പറ്റിച്ചതായിരുന്നു. അതാണ് ട്വിസ്റ്റ്. അതാണ് ഈ ചാപ്റ്ററിലെ ട്വിസ്റ്റ് അഥവാ എന്താണ്, ടേണിംഗ് പോയിന്റ്. പിന്നെ എന്താണ്, ഫാമിലി സെലിബ്രേഷൻ. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യാനുണ്ട്. സൂൺ ഹിസ് പേരൻസ് ആൻഡ് ബ്രദേഴ്സ് ഫ്ലൂ അറൗണ്ട്. എല്ലാവരും വന്നിട്ട് ഇപ്പൊ സന്തോഷമായി. ഓക്കെ. വെൻ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ലാൻഡഡ് ഓൺ ദ ഗ്രീൻ സീ. ഗ്രീൻ കാരണം ആ കളർ അങ്ങനെയാണ്, റിഫ്ലക്ഷൻ ഒക്കെ കാരണം അല്ലേ. ദേ കോൾ ദ യങ് സീഗൾ ടു ബി വിത്ത് ദം അല്ലേ. അവർ സീഗൾ നിങ്ങൾ കാണായിരിക്കും ഇങ്ങനെ സീലൊക്കെ ഇങ്ങനെ കിടക്കും അല്ലെ, വയറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ. അതേപോലെ കിടക്കാൻ വന്നു. ഓക്കെ. ആസ് ദ യങ് സീഗൾ ലാൻഡഡ് ഓൺ ദ ഗ്രീൻ സീ, ഹിസ് ലെഗ് സാങ്ക് ഇൻ ടു ഇറ്റ്. പെട്ടെന്ന് ഡ്രൗൺ ചെയ്യുന്ന പോലെ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഓക്കെ. ഹി ട്രൈ ടു ഫ്ലൈ അഗൈൻ ബട്ട് ഹി വാസ് ടയർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. പറ്റിയില്ല, പെട്ടെന്ന് പറക്കാൻ പറ്റില്ല. ഇപ്പോഴും വിശപ്പ് കേട്ടോ, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഫൈനലി ഹിസ് ഫീറ്റ് സാങ്ക്. ഫീറ്റ് മുങ്ങി കഴിഞ്ഞിട്ട് മനസ്സിലായി, വെൻ ദ ബെല്ലി ടച്ച് ദ വാട്ടർ, ഇങ്ങനെ വയർ തട്ടിയത്. അപ്പൊ നമ്മുടെ ഫിസിക്സിന് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ, ബോയൻസി ഒക്കെ കാരണം എന്താണ്, he started floating on the water. ദാ നോക്കിയേ, his belly touched it and he was floating on it. The family members praised him and offered him pieces of dogfish and he had made his first flight. Okay, അപ്പൊ ഇത്രയേ ഉള്ളൂ. ലിയം ഓഫ് ഫ്ലർട്ടി എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഒരു യങ് സീഗൾ ഉണ്ടായിരുന്നു. he was afraid of flying. he overcame his fear. അതിന് പേരൻസിന്റെ പെർസിവിയറൻസ്, അവരെന്താണ് സ്കോൾഡിങ്, അതൊക്കെ എടുത്തു. പക്ഷെ in the end he learned how to fly. അതാണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ ഐഡിയ. അപ്പൊ ഞാൻ വന്നിട്ട് 10 മിനിറ്റ് ആയി. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ചാപ്റ്റർ ഞാൻ വേഗം 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നോക്കിയേ. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ സാമ്പിൾ പേപ്പറിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രീവിയസ് ഇയർ പേപ്പറിലായിക്കോട്ടെ. വൈ വാസ് എ സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? ബിക്കോസ് എന്താണ്, ബിക്കോസ് ഹി വാസ് സ്കെയർഡ് ഹി വുഡ് ഡൈ ആൻഡ് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അതാണ് പോയിന്റ്. ഡു യു തിങ്ക് ദാറ്റ് ഓൾ ബേർഡ്സ് ആർ അഫ്രൈഡ് ടു മേക്ക് ദെയർ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓർ are some birds more timid than others? Do you think a human baby finds it challenging to take its first step? എന്താണെന്ന് തോന്നുന്നത്? എല്ലാ ബേർഡ്സും പറക്കുമ്പോ എന്നെ കൊണ്ട് പറ്റും, ഞാൻ പോയി ചാടും, അങ്ങനെയാണോ? ഇല്ല, എല്ലാവർക്കും പേടിയുണ്ടാവും. അത് നിങ്ങളുടെ തോട്ട്സ് പോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല ഇംഗ്ലീഷ് ഉപയോഗിക്കുക. അതേപോലെ ബേബീസ് ആകുമ്പോഴും ഒബ്വിയസ്ലി നടക്കുമ്പോൾ പേടിയായിരിക്കും അല്ലേ. അപ്പോൾ അതിങ്ങനെ നാച്ചുറലി മെല്ലെ 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 നടക്കുക. ആദ്യം നടക്കുമ്പോൾ വീഴും, പിന്നെയും പഠിക്കും. ബട്ട് ബാറ്റ്മാൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ when you fall down you get up അല്ലേ, എന്താണ് get once more. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ചാറ്റിൽ എല്ലാവരും ആൻസർ ചെയ്യാം. ബാറ്റ്മാൻ്റെ അച്ഛൻ എന്താണ് പറഞ്ഞത്? ഓക്കെ, എന്തായിരുന്നു? ബ്രൂസ് വെയിൻ്റെ അച്ഛൻ എന്താണ് പറയുക? ബ്രൂസ് വെയിൻ്റെ അച്ഛൻ്റെ പേര് എന്തായിരുന്നു? നിങ്ങൾ ചാറ്റിൽ പറയാം. CBSE PYQ ചോദിച്ചതാ. The purpose of a treatment given to the young, the spelling നോക്കണം, given to the young seagull by his parents. See, നമ്മുടെ parents were mean to the seagull അല്ലേ, ഭയങ്കര ക്രൂവൽ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ്? ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. To teach him a lesson. Okay, teach him a lesson about the importance of food. ഫുഡിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? To inculcate obedience towards him. obedience ആണ്, അവർ പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ? To let him overcome his fear. maybe improve his relationship with ഇതെന്താണ് ബോണ്ടിങ് എക്സ്പീരിയൻസ്? ഇതുമല്ല.
ഇതാണ്. ഓക്കെ, ടു ലെറ്റ് ഹിം ഓവർകം ഹിസ് ഫിയർ. ആ പേടി പോകണം, എന്നാലേ അയാൾ ഇൻഡിപെൻഡന്റ് ആവുള്ളൂ, സെൽഫ് റിലയന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലും മേലെ ഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലാണത്. ഓക്കെ, നെക്സ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാ. വാട്ട് ഹാപ്പൻഡ് വെൻ ദ യങ് സീഗൾ ഡൈവ്ഡ് അറ്റ് ദ ഫിഷ് ബൈ പിക്ഡ് അപ്പ് മെതർ. അല്ലെ, എന്താണ്, അമ്മ പെട്ടെന്ന് നിർത്തി, ഇയാൾ ചാടി നിലത്ത് വീണു, ഹാർട്ട് സ്റ്റോപ്പ് ഫോർ എ സെക്കൻഡ്, ദെൻ ഹിസ് വിംഗ് സ്റ്റാർട്ടഡ് ടു സ്പ്രെഡ്, അതിന്റെ വിൻഡ് കെയിം, ഹി സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്, ബ്ലാ ബ്ലൂ ബ്ലൂ ബ്ലൂ. ഇത്രയുള്ള ഫിസിക്സ്, ഇത്ര പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ എന്താണ്, ഞാൻ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഞാൻ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് അതുപോലെ നോക്കി ചെയ്യാം. എല്ലാം ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചു. നമുക്ക് സമയം വളരെ ഷോർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചാപ്റ്റർ അറിയുന്നതുകൊണ്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ വരില്ല. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? ദ ബ്ലാക്ക് എയ്റോപ്ലെയിൻ ബൈ ഫ്രെഡറിക് ഫോർസൈത്ത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതും വളരെ സിമ്പിൾ ആണ്. ഈ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഫ്ലൈറ്റ് ഉണ്ട് അല്ലെ, ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഒരാൾ എന്താണ് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ പേടിയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് എയ്റോപ്ലെയിനിലാണ് സംഭവിക്കുന്നത്. ബ്ലാക്ക് എയ്റോപ്ലെയിൻ എന്താണ്? ബ്ലാക്ക് എയ്റോപ്ലെയിൻ പറപ്പിക്കാനുള്ള പേടിയാണോ? എന്താണ് സംഭവിച്ചത്? വളരെ സിമ്പിൾ, ഒരു ഇൻസിഡന്റ് ഉണ്ട്. പെട്ടെന്ന് ഭയങ്കര സ്റ്റോമൊക്കെ ആയി, അപ്പൊ ഒരു ബ്ലാക്ക് എയ്റോപ്ലെയിൻ വന്നിട്ട് നമ്മുടെ നെറേറ്ററിനെ രക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ തുടങ്ങാം. വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ചാപ്റ്റർ ആണ്. സമ്മറി ഞാൻ വായിച്ചുതരാം, നിങ്ങൾ അതിനനുസരിച്ച് ഓരോ പോയിന്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റും ട്വിസ്റ്റിംഗ് പോയിന്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, കം ഓൺ. The narrator's trip to England. The narrator was flying his old Dakota. ഈ പേര് ഓർത്ത് വെക്കട്ടോ, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡക്കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ആരെ പറ്റിയിട്ട് ഏത് ചാപ്റ്റർ ആണ് എനിക്ക് ഓർമ്മയില്ല, ഓർക്കണം. ഡക്കോട്ട ആണ് ഹിസ് ഓൾഡ് എയർപ്ലെയിന്റെ പേരാണ്. ഓവർ ഫ്രാൻസ് ബാക്ക് ടു ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പൊ ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച് രാത്രി പോയിരുന്നു. സ്കൈ വാസ് ക്ലിയർ ആൻഡ് ദ മൂൺ വാസ് ഷൈനിങ്. ഹി വാസ് ഡ്രീമിംഗ് ഓഫ് ഹിസ് ഹോളിഡേ ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ബീയിങ് വിത്ത് ഹിസ് ഫാമിലി. ഓക്കെ, ഇറ്റ് വാസ് 1:30 in the morning. രാവിലെ. When the narrator looked down, he saw the lights of Paris city right in front of him. He called the Paris control to get instructed about the way. Paris control connecting this is blah blah blue blue blue. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Proceeds എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, Paris control advised him to turn 12 degrees west. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. 12 degrees west എന്നൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. കുറച്ച് ഇൻട്രസ്റ്റിംഗ്, നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളല്ലേ സമ്മറി ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അപ്പിയറൻസ് ഓഫ് ദ സ്റ്റോം ക്ലൗഡ്സ്. അപ്പൊ നല്ല സിമ്പിൾ ആയിട്ട് ഡക്കൗട്ട് ഇങ്ങനെ പോവായിരുന്നു എവിടെ, ഇതിൽ നെറേറ്ററിന്റെ കൂടെ. അപ്പൊ പോകുമ്പോൾ എന്താ സംഭവിച്ചത്? വെൻ ദ നെറേറ്റർ റീച്ച് 150 kilometers beyond Paris. ഓക്കെ, 150 kilometers beyond Paris എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? He suddenly saw a huge storm clouds in front of him. He knew that it was not possible to fly up and above and over the clouds. ഇങ്ങനെ അതിന് മേലെ കൂടെ പറന്നു പോകാൻ നടക്കൂല എന്നറിയായിരുന്നു. He also did not have enough fuel to go around the clouds. അപ്പം നമുക്ക് ഫ്യൂൽ ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം ചുറ്റി ദൂരത്തൂടെ പോവാം, അപ്പൊ എന്താ ഡിസ്റ്റൻസ് കൂടും. ഓക്കെ, അപ്പൊ അതും പ്രശ്നമായിരുന്നു, അതും ഇല്ലായിരുന്നു, ഫ്യൂലും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഹി തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ടു പാരീസ്. അപ്പൊ ആദ്യം എന്തായിരുന്നു ഡിസിഷൻ ഉണ്ടാക്കിയത്? ഹി തോട്ട് ഓഫ് ഗോയിങ് ബാക്ക് ടു പാരീസിൽ ലാൻഡ് ചെയ്തിട്ട് പിന്നെ പോവാം അല്ലെ. പക്ഷേ however the thought of breakfast with his family made him determined to fly through. അല്ലെ, എന്തുകൊണ്ടാണ് പോവാൻ കാരണം? What made him go through the storm? എന്താണ്? അടുത്ത ദിവസം രാവിലെ എന്താണ് ഫാമിലിനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ആ തോട്ടിലെ അത് മിസ് ചെയ്യണ്ട. അല്ലെങ്കിൽ അടുത്ത ദിവസവും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ, ഫുൾ സാഡ് ആയിരിക്കും. ഓക്കെ, risky but brave decision. Okay, risk ഉണ്ട്, കാരണം stormy clouds ഉള്ളിൽ കൂടെ പോകണം. Okay, the narrator decided to take the risk and flew into the storm, but everything went out of control. Boy, scene, mayday. He was unable to see everything outside the plane. Okay, everything outside the plane was black. ഒന്നും കാണാൻ പറ്റില്ല, ഭയങ്കര dark stormy cloud. രാവിലെ അല്ല, രാത്രി. Okay, the aeroplane jumped and twisted in the air. His compass stopped. Magnetic field ഒക്കെ കാരണം കോമ്പസും വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയണ്ടാവില്ല. He tried to contact the Paris control for direction, but his radio had also stopped. ഫുൾ പ്രശ്നം, ഒന്നും കോണ്ടാക്ട് ചെയ്യില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയില്ല, ഫ്യൂലും കുറവായിരുന്നു. Consequently, he was totally lost in the storm. full പ്രശ്നമായിരിക്കുകയാണ്. A black aeroplane appears. When the narrator was lost in the storm, he saw another black aeroplane near him. പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ പോവാണ്, ഫുൾ സ്റ്റോം ഒക്കെ ആയിട്ട് സീനായിരിക്കും, ഒരു ബ്ലാക്ക് എയ്റോപ്ലെയിൻ പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റില്ലേ, ഒരു ബ്ലാക്ക് എയ്റോപ്ലെയിൻ രാത്രി ബ്ലാക്കിൽ. വാട്ട് എ കോയിൻസിഡൻസ്. ഓക്കെ, ഇറ്റ് ഹാഡ് നോ ലൈറ്റ്സ് ഓൺ ഹിസ് വിങ്സ്. അപ്പൊ നമുക്ക് എഴുതാം, ഹി സോ അനദർ ബ്ലാക്ക് എയ്റോപ്ലെയിൻ, നോ ലൈറ്റ്സ് ഓൺ ഹിസ് വിങ്സ്, പൈലറ്റ്സ് ഫേസ് വാസ് ടേൺ ടുവേർഡ്സ് ഹിം. ഓക്കെ, പൈലറ്റ് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
The pilot in black aeroplane raised his hand. Okay, കൈപൊക്കി, ഹലോ ഇവിടെ നോക്കൂ, ആൻഡ് എന്റെ പുറകെ വരാൻ പറഞ്ഞു, സിഗ്നൽ ടു ഫോളോ ഹിം. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ സമാധാനം അല്ലെ, ഒരു ഗൈഡ് പോലെ എന്തെങ്കിലും ഒരു എന്താണ് ഹ്യൂമൻ ആളുടെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചു. ഓക്കെ, ആൻഡ് സിഗ്നൽ ദ narrator to follow. The narrator saw the pilot of the black aeroplane waving at him and signaling him to follow. Okay, and so he followed the strange aeroplane. വേറൊരു വഴിയില്ല, സർവൈവലിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, ഇയാൾക്ക് അറിയായിരിക്കും വഴി, ഇയാൾക്ക് കോൺടാക്ട് ഉണ്ടാവും റേഡിയോ ആയിട്ട്, അപ്പം ഇയാളുടെ കൂടെ അങ്ങ് പോയി, ഇയാളെ ഫോളോ ചെയ്തു. Narrator follows the black aeroplane. The narrator followed the black aeroplane for about half an hour. Okay, now he could only fly the plane for 5 or 10 minutes. Okay, he felt frightened again. Okay, but full scene ആട്ടോ, ഇപ്പോഴും storm ഉണ്ട്, fuel empty ആവാനായിരിക്കുകയാണ്, അപ്പോൾ black aeroplane കുറച്ച് ഫോളോ ചെയ്തു. Okay, he felt frightened again, but suddenly he saw 2 straight lines of light. പെട്ടെന്ന് എന്താ, 2 ലൈൻ ഇങ്ങനെ കണ്ടു, ഇങ്ങനെയാണ് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു അല്ലേ, ഇങ്ങനെ കാണുമ്പോൾ എന്താണ്, ഏതോ റോഡാണ് നോക്കിയേ. He saw 2 straight lines, പെട്ടെന്ന് തന്നെ അല്ലേ, he saw 2 straight lines ahead of him. There were the lights of the airport runway എത്തി. എയർപോർട്ട് എത്തിയ പിന്നെ സീനില്ല അല്ലേ, അങ്ങനെ ലാൻഡ് ചെയ്താൽ മതി. When he turned to look for the black aeroplane, ഇങ്ങനെ നോക്കി, ബ്ലാക്ക് എയർപ്ലെയിൻ അവിടെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവനവിടെ പോയി നോക്കുമ്പോൾ he could not see it anywhere. He was able to land safely, which gave him a sigh of relief. അല്ലേ, പെട്ടെന്ന് എന്താണ്, സേഫായിട്ട് ലാൻഡ് ചെയ്തു, അതുകൊണ്ട് എന്താണ്, സന്തോഷമായി, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കാം. ഓക്കെ, ഇനി ബ്ലാക്ക് എയർപ്ലെയിൻ വേറെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്തിട്ടുണ്ടാലും ഒന്നും കൂടി ചുറ്റിയൊക്കെ വന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ദ ബ്ലാക്ക് എയർപ്ലെയിൻ റിമെയിൻസ് എ മിസ്റ്റേക്ക്. ശ്രദ്ധിച്ചോ, ഇവിടെയാണ് ട്വിസ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച്, ഇവിടെയാണ് റീഡറിന് സ്വന്തം ഇന്റർപ്രിട്ടേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ചാറ്റിൽ എല്ലാവരും പറയും എന്താ സംഭവിക്കുന്നത്, വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻ, ആ ബ്ലാക്ക് എയർപ്ലെയിൻ ശരിക്കും ഉണ്ടതാണോ അതൊരു ഇമാജിനേഷൻ ആണോ, എല്ലാവരും ചാറ്റിൽ ഇപ്പൊ തന്നെ പറയാം. Come on. After landing, the narrator went to the control center of the airport. He asked the woman in control center about the mysterious black plane. ആ പ്ലെയിനെ പറ്റി ചോദിച്ചു, നിങ്ങൾ അയച്ചതാണോ, എന്താ സംഭവം, ആരുടെ ആയിരുന്നു ആ പ്ലെയിൻ. He wanted to find out where the other plane was and wanted to thank its pilot for guiding him. അല്ലേ, ഒരു നന്ദി പറയണം, അയാളാണ് രക്ഷപ്പെടുത്തിയത്. However, the woman looked at him strangely and laughed. ഇയാൾക്ക് എന്തിനാ അസുഖം, എന്താ പറ്റി, ഇയാൾക്ക് ലാൻഡ് ചെയ്തിട്ട് വട്ടായോ. However, the woman looked at him and strangely and laughed. She told him that there was no other plane flying except his own in such a stormy night. നിങ്ങളുടെ പ്ലെയിൻ അല്ലാണ്ട് വേറെ ഒരു പ്ലെയിനും ഇല്ല മനുഷ്യൻ, ഇങ്ങനെ ആരെങ്കിലും പ്ലെയിൻ ഒക്കെ എടുക്കുമോ ഇത്ര സ്റ്റോമി നൈറ്റിൽ എന്ന് പറയാം. ഓക്കെ, the narrator was surprised at this. ഇങ്ങനെ ഇതെന്താ സംഭവം, ഞാൻ മാത്രം ഉണ്ട്, അപ്പൊ അയാളായിരുന്നു, അയാൾ ബ്ലാക്ക് പ്ലെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. The narrator was surprised at this. He wondered who had helped him. അങ്ങനെ സ്റ്റോറി നമ്മുടെ എൻഡ് ചെയ്യുന്നു. കാരണം എന്താണ്, ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ റീഡറിന്, നിങ്ങൾക്ക് എനിക്കും ഒക്കെ നമ്മളോട് പറയാണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യുക എന്തായിരിക്കും സംഭവിച്ചത്. മേ ബി there was someone, maybe there wasn't. 99% വേറെ ഉണ്ടാവില്ല, കാരണം അതിന്റെ റെക്കോർഡില്ല. പക്ഷെ എന്നാലും എന്താണ് സംഭവിച്ചത്, വാസ് ഇറ്റ് ഹിസ് ഇമാജിനേഷൻ, സ്വന്തം ഇങ്ങനെ എന്താ സെൽഫ് കോൺഷ്യസ്നസ് വേറെ എന്തോ കൊണ്ടുവന്ന് നെക്സ്റ്റ് ഡിമെൻഷൻ ഇങ്ങനെ ഇൻട്രസ്റ്റെല്ലാർ പോലെ ഹെൽപ്പ് ചെയ്താണോ, വി ഡോണ്ട് നോ. അത് നമുക്ക് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ചാപ്റ്റർ മനസ്സിലാക്കേണ്ടത്. ട്വിസ്റ്റ് എവിടെയാ, ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പ്ലെയിൻ നെവർ എക്സിസ്റ്റഡ്, വി ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അപ്പൊ ഇവിടെ എന്താണ്, ബേസിക്കലി ഹി വാസ് സേവ്ഡ്. അപ്പൊ എന്താണ്, ലാൻഡ് ചെയ്തു, സന്തോഷമായി. ആ ഫോട്ടോ ആണ് നമ്മുടെ ആദ്യം കാണാൻ പറ്റുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഫോട്ടോ അന്വേഷിക്കുമ്പോൾ സർപ്രൈസ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, now let's come to some very common questions ഈ ചാപ്റ്റർ വന്നത്. അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും കഴിഞ്ഞു. ഇതിലെ ഡക്കോട്ട എന്നുള്ള പ്ലെയിനും പാരീസ് ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന കാര്യം, ആ സ്റ്റോമിന്റെ കാര്യം, എന്തൊക്കെയാ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ കീ ഇവന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഡിസ്ക്രൈബ് ദി സ്കൈ വെൻ ഡക്കോട്ട ടുക്ക് ഓഫ് ഫ്രം പാരീസ്. പാരീസിന് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ക്ലിയർ ആയിരുന്നു, നൈറ്റ് സ്കൈ ഉണ്ട്, മൂണൊക്കെ ഷൈൻ ചെയ്യുന്ന കാണാൻ പറ്റും, ഒരു പ്രശ്നമില്ല അല്ലെ. വെൻ ഡക്കോട്ട ടുക്ക് ഓഫ് ഫ്രം പാരീസ്, the sky was quite clear. The moon was coming in the east and the stars were shining. There was no sign of a storm. അങ്ങനത്തെയൊക്കെയായിരുന്നു അവസ്ഥ. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, ഞാൻ ഒന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് ഇപ്പൊ തന്നെ ഒരു മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യണം, നമുക്ക് ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ചെക്ക്. ഓക്കെ അൽസാർ ഒന്ന് സ്റ്റുഡിയോ മാറ്റേണ്ടി വന്നു. ഇപ്പൊ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. അൽസാർ കുറച്ച് സൈസ് കൂടുതലാണ്, ഞാൻ സൈസ് കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു മറ്റേ സ്റ്റുഡിയോയിൽ, അപ്പൊ ഞാൻ സ്റ്റുഡിയോ ഒന്ന് ചെറുതായിട്ട് മാറ്റി. ഓക്കെ, പേടിക്കേണ്ടത്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. കമോൺ. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വാട്ട് ഷോക്ക് ദ നെറേറ്റർ. ഓക്കെ, നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. ഇനി ബ്ലാക്ക് എയർപ്ലെയിന്റെ ആയിരുന്നു ഫോർസൈറ്റ് എഴുതി അല്ലേ. ഓക്കെ, വാട്ട് ഷോക്ക് ദി നെറേറ്റർ ആഫ്റ്റർ ലാൻഡിങ് സേഫ്ലി. ലാൻഡ് ചെയ്ത് സേഫ്ലി, ഇറ്റ് വാസ് വെരി എന്താണ് കഷ്ടമുള്ള സർക്കംസ്റ്റാൻസസ് ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഹി ലാൻഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്ലാക്ക് എയർപ്ലെയിൻ. പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണ്, ഇങ്ങനത്തെ ബ്ലാക്ക് എയർപ്ലെയിൻ നെവർ എക്സിസ്റ്റഡ്. അത് ഷോക്ക്ഡ് അല്ലേ, ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ലൈക്ക്
അത് ആരുടെ പ്ലെയിൻ അയാൾ ടാങ്ക് ചെയ്യാൻ പോകുന്നത്, പക്ഷെ അങ്ങനത്തെ പ്ലെയിൻ നെവർ എക്സിസ്റ്റഡ്, അങ്ങനത്തെ ഒരു പ്ലെയിൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ആരോ പറഞ്ഞത്, ആ ചേച്ചി പറഞ്ഞത്. ഓക്കെ, ഐ ടേക്ക് ദ റിസ്ക്. വാട്ട് ഇസ് ദ റിസ്ക്, വൈ ഡസൻ മാറ്റർ? അപ്പൊ ഇങ്ങനെ ചാപ്റ്ററിന്റെ പേരും കൊടുത്തിട്ട് ഈ റിസ്ക് എടുത്തു. എന്താ റിസ്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? റിസ്ക് എന്താണ്? റിസ്ക് നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം റിസ്ക് ഹേ തോ ഇസ്ക് ഹേ എന്നൊക്കെ പറയുന്ന പോലെ ഒക്കെ അറിയാം. പക്ഷെ ഇവിടെ എന്താണ് റിസ്ക്? ഇസ്ക് അല്ല. ഇവിടെ എന്താ റിസ്ക്? ഇവിടെ പാരീസിന്റെ മേലെ, പാരീസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു സ്റ്റോമി ക്ലൗഡ് ഒക്കെ കണ്ടു. അതിനെ ചുറ്റി പോകാൻ പറ്റൂല, അതിനെ ചുറ്റി പോകാനുള്ള എന്താണ് ഫ്യൂവൽ ഇല്ലായിരുന്നു, അതിന്റെ മേലെ കൂടെ പോകാൻ പറ്റൂല എന്നറിയായിരുന്നു. ബട്ട് സ്റ്റിൽ he kept on continuing. അയാൾ പോവാന്ന് തീരുമാനിച്ചു. അതായിരുന്നു റിസ്ക്. ത്രൂ ദ സ്റ്റോമി ക്ലൗഡ്, അതായിരുന്നു റിസ്ക്. ഡേഞ്ചറസ് ആയിരുന്നു, ചിലപ്പോൾ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഹിസ് ഫാമിലി ആൻഡ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൂഡിലായതുകൊണ്ട് അത് മിസ് ചെയ്യേണ്ട, അതുകൊണ്ട് അങ്ങ് പോകാൻ തീരുമാനിച്ചു. ഓക്കെ, why did the narrator say, why doesn't I landed and was not sorry to walk away from old Dakota? എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, the narrator said this because he had a terrible experience of lying. Okay, he had entered the storm cloud in his old Dakota aeroplane. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Okay, while in the cloud the plane turned and twisted, full risky എന്ന് പേടിച്ചു പോയി. He was frightened and all its equipment had stopped working. റേഡിയോ വർക്ക് ചെയ്തില്ല, പിന്നെ നാവിഗേഷൻ വർക്ക് ചെയ്തില്ല, എന്താണ് കോമ്പസും വർക്ക് ചെയ്തില്ല, റേഡിയോ വർക്ക് ചെയ്തില്ല. So when he had landed safely, he was not sorry for leaving the plane. He was in fact relieved. He was എന്താണ് happy to leave the plane. കാരണം പഴയതാണ്, ഇയാളെ ആവശ്യമുള്ളപ്പോൾ ഹെൽപ്പ് ചെയ്തില്ല, മരിച്ചു പോകാൻ വരെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഐഡിയ മനസ്സിലായില്ല സ്റ്റോറിന്റെ. അപ്പൊ നമ്മൾ ഈ 2 ചാപ്റ്റർ തീർത്തു, കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ നോട്ട്സ് ഒക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മള് ഞാൻ തിരിച്ച് നമ്മുടെ മെയിൻ സ്ലൈഡിലേക്ക് പോട്ടെ. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തത്? 2 stories ഓഫ് ഫ്ലൈയിങ് ചെയ്തു. ഞാൻ റെഡ് കളറിൽ ടിക്കറ്റ് തരാം. ഇത് 2 തീർത്തു. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഗ്ലിംസസ് ഓഫ് ഇന്ത്യ ആണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മക്കളെ നാളെ രാവിലെ 11 മണിക്ക് ഫുട് പ്രിന്റ്സ് വിതൗട്ട് ഫീറ്റ് എന്നുള്ള ബുക്ക് എന്നുള്ള എല്ലാ കാര്യം ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം ഓൾ പോയംസ് ഉണ്ടാവും. മറക്കരുത്, ഇന്നത്തെ പോലെ തന്നെ നാളെയും ഫുൾ പവറിൽ ഉണ്ടാവണം. നാളെയും വരുന്നു പറയുന്നവരൊക്കെ പ്രോമിസ് ചെയ്യാൻ വരുന്നു ഫുൾ പവറിൽ. എല്ലാവരും ഫയർ ഇമോജി ഇടാം മക്കളെ, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരാം. ലാസ്റ്റ് മിനിറ്റിൽ ഇതൊക്കെ പഠിക്കണം. ഈ ഒരു കാര്യം മിസ് ചെയ്യരുത്. ഇന്നത്തെ നാളെ രാവിലത്തെ നാളെ വൈകുന്നേരത്തെ ലൈവ് ഒക്കെ കാണണം. അതേപോലെ എല്ലാ വീഡിയോസും കാണണം. നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡായിട്ട് കുറെ വീഡിയോസും വരുന്നുണ്ട്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഗ്ലിംസസ് ഓഫ് ഇന്ത്യന്റെ 3 സ്റ്റോറിയാണ്. വളരെ സിമ്പിൾ ആണ്. ഇന്ത്യന്റെ 3 സ്റ്റോറിയാണ് ഗ്ലിംസസ് ഓഫ് ഇന്ത്യ. ലെറ്റ്സ് ഗോ ദേർ. എന്തൊക്കെയാണ് സ്റ്റോറി? ഫസ്റ്റ് എന്താണ്, ഒരു ഗോവൻ ട്രഡീഷനെ പറ്റിയിട്ടാണ് അല്ലെ. എന്താണ്, ബ്രെഡ് സെല് ചെയ്യുന്ന ഒരാള്. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അയാളുടെ പേര്, അയാൾ എന്താണ് വിളിക്കുക, പാഡർ എന്ന് വിളിക്കും. ഡ്രസ്സ് ഇടുന്ന ടൈപ്പ് എന്താണ് പറയണം, ഏത് ഒറിജിൻ ആണെന്ന് പറയണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അവർ വരുമ്പോൾ കുട്ടികൾക്ക് എന്താ സന്തോഷം, ഇങ്ങനത്തെ ബ്രെഡ് ബാംഗിൾസ് കൊണ്ടുവരും കേട്ടോ. ബ്രെഡ് ബാംഗിൾസ്. വൈ ഈസ് ബ്രെഡ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ പോർച്ചുഗീസ് അല്ലെങ്കിൽ ഗോവൻ കൾച്ചർ? അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് വരുന്ന എന്താണ്, ഇയാളാണ് കൂർഗ്. പുറകില്ല അയാൾ നിൽക്കുന്നതാണ് കൂർഗ്. കൂർഗ് എന്ന് പറഞ്ഞ സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. കൂർഗിനെ പറ്റിയിട്ട് എന്താണ്, അവിടെ എന്താണ് അതിന്റെ ട്രഡീഷൻ, ആരൊക്കെയാണ് അവിടുന്ന് വന്ന് ലാൻഡ് ചെയ്തത്, അവിടുത്തെ പിന്നെ പ്രാക്ടീസസും കുറച്ച് കാര്യങ്ങൾ, അവിടെ എന്തൊക്കെയാണ് സൈറ്റ് സീയിങ് ഒക്കെ ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കണം. വേറെ കൂർഗ് എന്നൊക്കെ. പിന്നെ അവസാനം പഠിക്കാനുള്ള ആസാം ദ ടീ ഫ്രം ആസാം എന്ന് പറഞ്ഞിട്ട് ദ ടീ കൺട്രീനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതും പഠിക്കാനുണ്ട്. 3 വളരെ ഷോർട്ട് സ്റ്റോറീസ് ആണ്. അത് നമുക്ക് വേഗം കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഒന്നും കുറേ ആയിട്ട് പഠിക്കാനില്ല. സോ ആദ്യം തന്നെ പഠിക്കാം ദ ബേക്കർ ഫ്രം ഗോവ ബൈ ലൂസിയോ റോഡ്രിഗസ്. ഓക്കെ, അപ്പൊ ലൂസിയോ റോഡ്രിഗസ് ആണ് എഴുതിയിരിക്കുന്നത് ബേക്കർ ഫ്രം ഗോവ. ഓക്കെ, അപ്പൊ ഗോവൻ കൾച്ചർ, എവിടുന്നാണ് ഡിസെൻഡന്റ്? ഗോവയിൽ പണ്ട് ആരാണ് സെറ്റിൽ ചെയ്ത? പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ പോർച്ചുഗീസ് ആർക്കിടെക്ചറും പോർച്ചുഗീസ് കൾച്ചറൊക്കെ അവിടെ കുറെ കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ അവിടെ. കാരണം പോർച്ചുഗീസ് പ്രാക്ടീസ് ക്രിസ്ത്യാനിറ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, A baker from Goa is a story from the time when Goa was under Portuguese rule. പണ്ടത്തെ പോർച്ചുഗീസ് റൂൾ ഉള്ള സമയത്തുള്ള കഥയാണ്. The plot revolves around a baker. Okay, ഒരു ബേക്കർ അല്ല, പൊതുവെ എല്ലാം ബേക്കേഴ്സിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. But then നമുക്കൊരു സ്പെസിഫിക് ബേക്കറിനെ പറ്റി പറയുന്നുണ്ട്. Lives in Goan village. People ate loaves of bread back then. അല്ലേ, നമ്മളിപ്പോൾ ബ്രെഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വലിയ സംഭവം അല്ല. ഇപ്പം ഇങ്ങനെ ഒന്നുമില്ലാത്തപ്പോൾ ബ്രെഡും ജാമൊക്കെ കഴിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ കഴിക്കാൻ സാധനം. ഓക്കെ, ദീസ് വർ ക്രിയേറ്റഡ് ഇൻ ലാർജ് ഫെർണിസസ്. അപ്പൊ ലാർജ് ഫെർണിസിലാണ് ഇത് ഉണ്ടാക്കുക. ചോദിക്കും എക്സാമിന്, വൈ ഈസ് ലാർജ് ഫെർണിസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോവൻ കൾച്ചർ? അപ്പൊ പറയും ചൂടുണ്ടാക്കാൻ വേണ്ടി അല്ല, ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി. വൈ? ബിക്കോസ് ബ്രെഡ് ഇസ് എല്ലായിടത്തും ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തരാം. എവിടുന്നാണ് കാണിച്ചത്? ഓക്കെ, പാഡേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. പാഡേഴ്സ് എന്ന് പറയുന്ന പേഡേഴ്സ് നിങ്ങൾ പറഞ്ഞോ, സ്ട്രീറ്റ് ബേക്കേഴ്സ്. ബേസിക്കലി ഇവിടെ ബേക്ക് ചെയ്യുന്ന ആൾക്കാരെ പാഡേഴ്സ് എന്നാണ് വിളിക്കാം. വുഡ് കം അറൌണ്ട് ടു സെൽ ദീസ് ബ്രെഡ് ഇൻ ദ സ്ട്രീറ്റ്. വന്ന് സെൽ ചെയ്യും. എന്താണ്? ഹോം ഡെലിവറി ആണ്. ഓക്കെ, നോക്കിയേ, മേക്കിംഗ് എ ജിംഗിൾ സൗണ്ട് വിത്ത് ബാംബു. ഒരു ബാംബു സ്റ്റിക്ക് കൊണ്ട് അങ്ങനെ
ടക് ടക് അതിൽ ജിംഗിൾ സൗണ്ട് ഉണ്ടാവും. ഓക്കെ ഓക്കെ. Although we may no longer see these loaves, we may occasionally see the furnaces and some bakers carrying out their forefathers traditional business. ഇപ്പൊ ഇങ്ങനത്തെ ബ്രെഡുകൾ കുറെ കാണാനില്ലെങ്കിലും ചില ഫർണേസസ് സ്റ്റിൽ എക്സിസ്റ്റ്. ഇപ്പോഴും ഈ കൾച്ചർ, ഈ ബേക്കേഴ്സ് ഉണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. അവരുടെ അച്ചച്ചന്മാരുടെ ആൻസെസ്റ്റേഴ്സിന്റെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെന്താണ് വിളിക്കുക? പാഡേഴ്സ്. ദീസ് സ്ട്രീറ്റ് ബേക്കേഴ്സ് ആർ കോൾഡ് പാഡേഴ്സ്. During his childhood, ആരുടെ ചൈൽഡ്ഹുഡ്? The narrator's childhood, Lucio Rodriguez. Okay, the author recalls that the baker arriving twice a day. ഇതൊക്കെ ഫാക്ട്സ് ആണ്, ഫാക്ട്സ് പഠിച്ചു നോക്കണം. ഓക്കെ, 2 തവണ രാവിലെയും വൈകുന്നേരവും ഈ ബേക്കർ വരികയായിരുന്നു. ഓക്കെ, he was the author's guide and friend. പരിചയക്കാരാണ്. ഇത് വലിയ ഇങ്ങനെ ഹാംഫുൾ ആകുമ്പോൾ സ്ട്രേഞ്ചർ ഡേഞ്ചർ അങ്ങനെയൊന്നുമല്ല. അടുത്തുള്ള ഒരു ബേക്കറാണ്, നമുക്ക് എല്ലാവരും ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ കാണുന്നതാണ്, ഒരു ഫ്രണ്ടാണ്. പണ്ട് നിങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അലൻ സാർ ചെറുതായിരുന്നപ്പം ഈ ഐസ്ക്രീം ഒക്കെ വെക്കുക, അങ്ങനെ പീ പോ 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 എന്നൊക്കെ ഹോൺ അടിച്ചിങ്ങനെ സ്കൂട്ടറിൽ വരുന്നത്, പൊട്ട സ്കൂട്ടറിൽ. ഓക്കെ, അപ്പൊ അവരൊക്കെ വരുമ്പോൾ വലിയ സന്തോഷമാണ്. പരിചയക്കാരൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും എന്താണ്, വീട്ടിൽ സമ്മതിക്കില്ല കേട്ടോ കഴിക്കാൻ. പക്ഷെ എന്താണ്, നമ്മളിങ്ങനെ പോയിട്ട് ഒരു ഐസ്ക്രീം കിട്ടിയാൽ പൊട്ട ഐസ്ക്രീം ആയിരിക്കും, ഇങ്ങനെ 5 രൂപയ്ക്ക് 1 രൂപയ്ക്കൊക്കെ ഐസ്ക്രീം ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും കഴിക്കാൻ വലിയ കൊതിയാണ്. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ ആരും അറിയാണ്ട് കഴിച്ചിട്ടുണ്ട് അലക്സാറിന്റെ കൂടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്, ഇതങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും പരിചയമുള്ള അടുത്തുള്ള എപ്പോഴും എല്ലാ ദിവസവും 2 പ്രാവശ്യം വരുന്ന ഒരാളായിരുന്നു. ഓക്കെ, ദ ഓത്തേഴ്സ് മെയ്ഡ് സെർവൻസ്. ഓക്കെ, മെയ്ഡ് സെർവൻസ് വുഡ് ബൈ ലോവ്സ് ഓഫ് ബ്രെഡ്. ഓക്കെ, ഓത്തർ കുഞ്ഞുകുട്ടിയെ വാങ്ങിക്കാൻ പറ്റൂല. ആൻഡ് ഗോ വിത്ത് ഡേ, ചായന്റെ കൂടെ മുക്കി റസ്ക് ഒക്കെ കഴിക്കുന്ന പോലെ, നമ്മുടെ അപ്പൂപ്പന്മാരെ കഴിക്കുന്ന പോലെ. ഓക്കെ, ദ ബ്രെഡ് വാസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എനി ഒക്കേഷൻ ബാക്ക് ദെൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ബ്രെഡ് വാസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എനി ഒക്കേഷൻ. എല്ലാ ഒക്കേഷനും ബ്രെഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. എസ്പെഷ്യലി ദ സ്വീറ്റ് ബ്രെഡ്. സ്വീറ്റ് ബ്രെഡിന്റെ പേര് എന്താണ്? ബോൾ. ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീറ്റ് ബ്രെഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് എല്ലാ ഒക്കേഷനും, കല്യാണം ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഓൾസോ ദ ബേക്കർ വാസ് ഡ്രസ് ഓൾലി. ബേക്കറിന്റെ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അത് നമുക്ക് നോട്ട് ചെയ്യാം. ഓൾലി കബായി എന്ന് പറഞ്ഞൊരു ഡ്രസ് ടൈപ്പ് ആണ് ഇടുക. ഓക്കെ, അതൊരു ഫ്രോക്ക് പോലെയായിരുന്നു. ഇത് പറയാതെ ഇറ്റ് വാസ് എ 1 piece ഗൗൺ ദാറ്റ് റീച്ച്ഡ് അപ്പ്. പവാട പോലെ ഇങ്ങനെ ഇട്ടായിരിക്കും, പക്ഷെ അത് ആണുങ്ങളും ഇടും കേട്ടോ. ബേക്കിംഗ് വാസ് എ ലൂക്രേറ്റീവ് ബിസിനസ്. പക്ഷെ ഇപ്പം അത് മാറിയിട്ട് ട്രൗസേഴ്സ് ആയിരുന്നു, നീ ലെങ് ട്രൗസേഴ്സിലേക്ക് ആയിട്ടോ. അപ്പൊ കബായി എന്ന് പറഞ്ഞാൽ എന്താണ് പഠിക്കണം. കബായും പേരൊന്നും മറക്കരുത് കേട്ടോ. പാഡർ ആണ് കബായി ഇടുക, അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. പാഡർ ഇടുന്നതാണ് കബായി. ഇപ്പം അവർ നീ ലെങ്ത് ഷോർട്സ് ആണ് ഇടുക. ഓക്കെ, ബേക്കിംഗ് വാസ് എ ലൂക്രേറ്റീവ് ബിസിനസ് അറ്റ് ദ ടൈം. പൈസ ഉണ്ടാക്കിയായിരുന്നു, ഫാമിലിയൊക്കെ പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കായിരുന്നു. ഇതൊക്കെയാണ് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പം എന്താണ്, ബേക്കേഴ്സ് 2 പ്രാവശ്യം വരും ഒരു ദിവസം. അതേപോലെ എന്താണ്, എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. കുട്ടികളൊക്കെ എന്താണ് വേഗത വാങ്ങിക്കാൻ പോകും. ബേക്കേഴ്സ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതിൽ മിസ്സായി പോയത്, ബേക്കേഴ്സ് ഈ ബ്രെഡ് ബാംഗിൾസ് കുട്ടികൾക്ക് കൊടുക്കായിരുന്നു. ബ്രെഡ് ബാംഗിൾസ്. ഓക്കെ, റൗണ്ട് ബ്രെഡ് ബാംഗിൾസ്. ഓക്കെ, ആൻഡ് മറ്റവർക്ക് വലിയവർക്ക് എന്താണ് ബോലും ബാക്കിയുള്ള ബ്രെഡുകളൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോട്ടറിന്റെ എൻഗേജ്മെന്റിനൊക്കെ അമ്മ ഇത് ഉണ്ടാക്കിയായിരുന്നു. ബ്രെഡ് വെച്ചിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയായിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഏത് ഒക്കേഷനും ബ്രെഡ് ഉണ്ടാവണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഗോവൻ കൾച്ചറിൽ ബ്രെഡ് മേക്കിംഗ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ബേക്കേഴ്സ് ഉള്ളത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്. ഓക്കെ, What are the elders in Goa nostalgic about? അവർക്ക് nostalgia എന്ന് പറയുമ്പോൾ എന്താണ്? The elders in Goa are nostalgic about the good old Portuguese days and their love for bread and loaves. അല്ലേ, അവര് ബ്രെഡ്, എടാ നിനക്ക് അന്ന് ഓർമ്മയുണ്ടോ ഞാൻ ബ്രെഡ് കഴിച്ചിട്ട്, അപ്പൊ നീ മറ്റേ ബ്രെഡ് കൊണ്ട് ഈ ബ്രെഡ് അങ്ങനെ പറഞ്ഞു നടക്കാൻ വലിയ സന്തോഷമാണ്. The writer says that they are eaters of the loaves and have left them, but the makers haven't. ഈ ബ്രെഡ് എന്നുള്ള സംഭവം ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, പക്ഷെ ആ മേക്കേഴ്സ് സ്റ്റിൽ എക്സിസ്റ്റ്. ഇപ്പോഴും അവിടെ ഫർണേസസ് ഉണ്ട്, അതിന്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. ഓക്കെ, ഹൗ ഡു വി നോ ദാറ്റ് ദ മേക്കേഴ്സ് ഓഫ് ബ്രെഡ് സ്റ്റിൽ എക്സിസ്റ്റ്? എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുക? The narrator says that the eaters of loaves might have vanished. ഇപ്പൊ കഴിക്കുന്നവർ കുറഞ്ഞിട്ടുണ്ടോ, but the makers are still there. They say that the age-old time-tested furnaces. What does time-tested mean? ഇത്രയും കാലം കഴിഞ്ഞിട്ടും സർവൈവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സാധനം. ഓക്കെ, ടൈം ടെസ്റ്റഡ്. ഓക്കെ, still exist and the fire in the furnace have not been yet extinguished. അപ്പൊ ഇപ്പോഴെന്താണ്, അതിങ്ങനെ കത്തിയിരിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, who invites the comment? He is dressed like a padder. അവനൊരു പാഡറിനെ പോലെ ഡ്രസ് അല്ല, പേഡറിനെ പോലെ ഡ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, ആരെ പറ്റിയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എനി പേഴ്സൺ ഹൂസ് വെയറിംഗ് എ ഹാഫ് പാന്റ് ഇവിടെ കാലിന്റെ പകുതി വരെ പോകുന്നത്, just below the knees invites the comment. This is because the baker known as padder used to dress like that. അതിനെന്താ വിളിക്കുക? പാഡർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിന് എന്താ വിളിക്കുക? കബായി. Very good. Is bread an important part of Goan life? How do you know?
ബ്രെഡ് ഈസ് സ്റ്റിൽ an important part of Goan life. വളരെ 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 ഇമ്പോർട്ടൻ്റ്. അവരുടെ കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻറ്റ് വാല്യൂ കൊടുത്തിരിക്കുന്ന സാധനം. മാരേജ് ഗിഫ്റ്റ്സ് ആർ മീനിങ്ലെസ് ആൻഡ് പാർട്ടി ഓർ ഫീസ് ലൂസസ് ഇറ്റ്സ് ചാം വിത്തൗട്ട് ബ്രെഡ്. ഒരു മാരേജ് ഫംഗ്ഷനും എന്തൊരു പാർട്ടിക്കും ബ്രെഡ് ഉണ്ടാവും. ഓക്കെ, സാൻഡ്വിച്ചസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡോട്ടേഴ്സ് എൻഗേജ്മെന്റ്. ദിസ് ഈസ് മെയ്ഡ് ബൈ ദ ലേഡി ഓഫ് ദ ഹൗസ്. ഇപ്പം ഡോട്ടറിന്റെ കല്യാണം നടക്കുകയാണ്, അമ്മ എവിടെ നിന്ന് ഉണ്ടാക്കും സാൻഡ്വിച്ചസ്. വളരെ ഇമ്പോർട്ടൻ്റ്. ദിസ് ഷോസ് ദ ഫാക്ട് ദാറ്റ് ബ്രെഡ് മേക്കേഴ്സ് ആർ സ്റ്റിൽ ദെയർ ആൻഡ് ബ്രെഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ദെയർ കൾച്ചർ. ഓക്കെ, അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. നോക്കി, ഇതെന്താണ് ചോദിച്ചിരിക്കുന്നത്? വലിയൊരു പാരഗ്രാഫ് പറഞ്ഞ എക്സ്ട്രാക്ട് ഡേയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ നറേറ്റീവ്സ് ചൈൽഡ്ഹുഡ് ദ ബേക്കേഴ്സ് യൂസ് ടു ബി ഹിസ് ആരാ? ഫ്രണ്ട് ആണോ നെയ്ബർ ഗൈഡ് ആണോ? എന്താണ്? ഫ്രണ്ട്, കമ്പാനിയൻ, ഗൈഡ്. എന്താണ്? പാർട്ട്ണർ, ക്ലാസ്മേറ്റ്. ക്ലാസ്മേറ്റ് ആണ് മക്കളെ. നമ്മൾ നേരത്തെ കണ്ടു, ഫ്രണ്ട് ആയിരിക്കും, കമ്പാനിയൻ ആയിരിക്കും, ഗൈഡ് ആയിരിക്കും. നെയ്ബർ അല്ല. നെയ്ബർ ആണോ നിർബന്ധമല്ല, നെയ്ബർ ആയി. ഓക്കെ, നോക്കിയാൽ വാട്ട് ഇസ് ദ ബേക്കർ സെൽ? ബേക്കർ എന്താണ് സെൽ ചെയ്തത്? ചീറ്റോസും ലേസും ആണോ? അല്ല, വളരെ സിമ്പിൾ. എന്താണ് ബേക്കർ എന്താണ് സെൽ ചെയ്തത്? ബ്രെഡ്. ഓക്കെ, ലോവ്സ് ഓഫ് ബ്രെഡ്. കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം എന്താണ്? ബ്രെഡ് ബാങ്കിൾസ്. The children woke up on the jingling thud of the baker in the love of. കുട്ടികൾക്ക് എന്താണ് കൊടുക്കുക? കുട്ടികൾക്ക് ബ്രെഡ് സെല് ചെയ്യില്ല. ഈ എന്താണ് ഈ ബ്രെഡ് ബാങ്കിൾസ് കൊടുക്കായിരുന്നു. ഓക്കെ, ബ്രെഡ് ബാങ്കിൾസ് കൊടുക്കായിരുന്നു. ബ്രെഡ് ലോസ് അല്ല, ബ്രെഡ് ബാങ്കിൾസ് കൊടുക്കായിരുന്നു. അതിന് സന്തോഷത്തിൽ എല്ലാവരും എണീക്കായിരുന്നു. ഓക്കെ, അപ്പൊ അതോടെ ഇതാ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാൻ പോകണം. അപ്പൊ അലൻ സാർ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് കൂർഗിലാണ്. കൂർഗിനെ പറ്റി നമുക്ക് കുറെ പേടിക്കേണ്ട ആവശ്യമില്ല. സി, നോർത്ത് ഇന്ത്യൻസ് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സംഭവം. കൂർഗ്, നമ്മളിപ്പോൾ ഷിംലയിൽ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ കാശ്മീരിലെ ഒരു സ്ഥലം പഠിക്കുന്നവരെ. കൂർഗ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ഹാവ് ഓൾറെഡി വിസിറ്റഡ്. നമുക്കറിയുന്ന കൂർഗിനെ പറ്റി അല്ല ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, സി, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂർഗ് നമുക്കറിയാം ഒരു ഹിൽ സ്റ്റേഷൻ ആണ്, നല്ല തണുപ്പാണ്, ഒരു ലേക്ക് ഒക്കെ ഉണ്ട്, നല്ല ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഹിസ്റ്ററി, അതിന്റെ കൾച്ചർ, അവിടെ എന്തൊക്കെയാണ് ഫേമസ്, അവിടെ ആരാണ് ഡിസെൻഡന്റ് ഒക്കെ വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ വേഗം ഒന്ന് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് തീരുമാനിക്കാം. ആൻഡ് ലോകേഷ് അബ്രോൾ ആണ് ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് us start. അപ്പൊ ആദ്യം തന്നെ എന്താണ് വേണ്ടത്? സമ്മറി. കൂർഗ് എവിടെയാണ്, എന്താണ്, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. മിഡ് വേ ബിറ്റ്വീൻ എന്താണ്, കൂർഗിനെ എന്തായിട്ടാണ് വിളിച്ചിരിക്കുന്നത് നാരേറ്റർ, ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഓക്കെ, ലെറ്റ് us see. Coorg is a small district in Karnataka, one of the smallest കൂടെയാണ് കേട്ടോ. Also known as Kodagu. Okay, അപ്പോൾ small district എവിടെയാ? കർണാടകയിലാണ്. Also known as Kodagu. Okay, Coorg lies somewhere between, എന്താണ്, is in between Mangalore and Mysore. Okay, ബാംഗ്ലൂരിന്റെ ഒക്കെ അടുത്താണ്. ഇതൊക്കെ കർണാടകയിലുള്ള സ്ഥലമാണ്. Okay, the author expresses the beauty of this place by calling, ഇതെല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ട. The author expresses the beauty of this place by calling it heaven drifted from the kingdom of God. Okay, see, ഈ ഭാഗത്തിന് കൂർഗിന് ഇത്രയും ബ്യൂട്ടിഫുൾ, ഇതിന്റെ നാച്ചുറൽ ബ്യൂട്ടി കാരണം ഈ കോൾസ് ഇറ്റ് ഹെവൻ. എന്ത് ഹെവൻ? ഡ്രിഫ്റ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവങ്ങളുടെ ആ രാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് വന്നൊരു ഭാഗമാണ്. ഓക്കെ, കൂർഗ് ബോസ്റ്റ് അബൌട്ട് ദിസ് പ്രൗഡ് റേസ് ഓഫ് മാർഷ്യൽ മെൻ. ഓക്കെ, പവർഫുൾ, ഭയങ്കര മാർഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആയ മെൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ വുമൻ ആൻഡ് വൈൽഡ് ക്രീച്ചേഴ്സ്. ഇറ്റ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ്, നോക്കിക്കോ ഇതൊക്കെ എഴുതി വെച്ചു, മാർഷ്യൽ മെൻ, ബ്യൂട്ടിഫുൾ വിമൻ, വൈൽഡ് ആനിമൽസ്. ഓക്കെ, ഇനി കോഫി പ്ലാന്റേഷൻ, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആൻഡ് സ്പൈസസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, കോഫി പ്ലാന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ടീ ആയിട്ട് കൺഫ്യൂഷൻ ആയത് കാരണം അടുത്ത ചാപ്റ്റർ ടീ ഫ്രം ആസാം, ടീ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 30% of its area is covered with evergreen forest. The best season to visit is from September to March. September to March is the best time to visit. The city is flaunted by its beautiful colonial bungalows and prime corners. Okay, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കാം. കൂടുതൽ ടീ ആണ് പ്ലാന്റേഷൻ നടക്കാറ്. ഇവിടെ ആണുങ്ങളൊക്കെ എന്താണ്, മാർഷ്യൽ മെൻ ആണ്, ബ്യൂട്ടിഫുൾ വിമൻ ആണ്, വൈൽഡ് ക്രീച്ചേഴ്സ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബേസിക്കലി ഓൾ ഇൻ ഓൾ എല്ലാ സംഭവം സെറ്റ് ആണ് അവിടെ. The people of Coorg are independent and brave. Coorgi homes have a tradition of hospitality. അപ്പോൾ കൂർഗി ഹോംസിനെ പറ്റി അല്ല, കൂർഗി പീപ്പിളിനെ പറ്റി പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി വളരെ എന്താണ് അവരുടെ ട്രഡീഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഓക്കെ, ദ കൂർഗ് റെജിമെന്റ് എന്ന് പറയുമ്പോൾ ആർമിയിലെ കൂർഗ് റെജിമെന്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെക്കറേറ്റഡ്, വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആൻഡ് എന്താണ് ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഒരു റെജിമെന്റ് ആണ് ഇന്ത്യൻ ആർമിയിൽ. ഓക്കെ, അപ്പോൾ കൂർഗ് റെജിമെന്റ് കാരണം നോക്കിയാൽ ദ ഫസ്റ്റ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ജനറൽ കാരിയപ്പ വാസ് എ കൂർഗി. അപ്പൊ ജനറൽ കാരിയപ്പ എന്ന് പറയുന്ന ആള് ഒരു കൂർഗിയാണ്, ഫസ്റ്റ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണ പേരൊക്കെ, കാരണം പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ. ഇനി വേറെ കാര്യം, കൂർഗി ആൾക്കാർക്ക് ഗണ്ണുകളൊക്കെ ലൈസൻസ് ഇല്ലാണ്ട് കൊണ്ട് നടക്കാം. അതിന്റെ കാരണമൊക്കെ ഇവിടെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ,
Even today, the Kadavus are the only people in India who are allowed to carry firearms without a license. Firearms license allowed to be okay. Appa ningalku avade mumbe ningalku pattilla Kurgikarkku kayil thokum vediyum saanangalokke undavu. Okay. The tourists can enjoy a variety of natural scenes. Okay. Ini avade geography ne pattiyokka parayana, wildlife beauty ne patti parayana. Note cheydho. Kaveri. Okay, note cheydho. Kaveri, endana Kaveri? It's a river. Kaveri river is the only river of the area, gets water from the Kurgi hill. Elephants, kingfishers, elephants, kingfishers, squirrels, langurs are found in these regions. Also, birds, bees, butterflies, common sights are there. Animals and wildlife. Okay. Many adventurous games like adventurous sports in river rafting, canoeing, rappelling, rock climbing, mountain biking, okay. Points. Okay. The trekkers find numerous walking trails, okay, but trekking ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? From the Brahmagiri hill, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ബ്രഹ്മഗിരി ഹില്ലിനെ പറ്റി എപ്പോഴും ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വൺ ക്യാൻ എൻജോയ് എ പാനോറമിക് വ്യൂ. അപ്പോൾ ബ്രഹ്മഗിരി ഹിൽസിൽ പോയാൽ കൂർഗ് മൊത്തം ഇങ്ങനെ അടിപൊളിയായിട്ട് കാണും, ഇങ്ങനെ ഡ്രോൺ ഷോട്ട് ഒക്കെ പോലെ. ഓക്കെ, there is a 64-acre island in Nisargadama. Okay, ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ ചില പ്രശ്നം ആവശ്യം കുഴപ്പമില്ല, അങ്ങനെ എഴുതി. ഓക്കെ, Nisargadama nearby. Okay, 64-acre island ഉണ്ട്. It can be reached through a rope bridge. ഒരു rope bridge കൂടെ എത്താൻ പറ്റും. Buddhist monks are settled at Bailakuppe. ഞാൻ പറഞ്ഞ തെറ്റായിരിക്കും ചിലപ്പോൾ, Bailakuppe അല്ലെ Bailakuppe എന്തെങ്കിലും ആയിക്കോട്ടെ, which is very close to this place. അപ്പോൾ ഇതൊക്കെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇവരുടെ ഒറിജിൻ കൂർഗി പീപ്പിൾ രണ്ട് ഡിസെൻഡൻസ് ആവാനുള്ള കാരണം കൂടി പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എന്താണ്, അറബ് ആവാം. ഓക്കെ, അറബ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാവാം. ഓക്കെ, അപ്പോൾ അതിന്റെ കാരണം ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞു. ഓക്കെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ അറബ് ആവാൻ കാരണം എന്താ, അവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഡ്രസ്സിന്റെ പ്രത്യേകതയുണ്ട്, അതിന്റെ പേരും പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റാതെ ചാറ്റിൽ പേരിടാം, എന്ത് ഡ്രസ്സിംഗ് സ്പെഷ്യാലിറ്റി കാരണം അറബ് ഡിസെൻഡന്റ് ആവാൻ കാരണം. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കാരണം എന്താണ്? ആ സമയത്ത് ഗ്രീക്ക് ഡിസെൻഡന്റ് ആവാൻ കാരണം എന്താണ്? അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒരു ആർമീന്റെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് കുടുങ്ങി, അപ്പൊ തിരിച്ചു പോകാൻ പറ്റില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ദം ടു ഗോ ബാക്ക്. സോ ദേ സെറ്റിൽ ഡൗൺ ഹിയർ, മാരീഡ്, ആൻഡ് ഇവിടുത്തെ കൾച്ചറായിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്. രണ്ട് സ്റ്റോറി ഉണ്ട് ഇവരുടെ ഡിസെൻഡൻസിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ പോവാം. ഇത് പ്രഞ്ചോൾ ആൻഡ് രാജ്വീർ, ഇത് റോങ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കട്ടെ. ഓക്കെ, വാട്ട് ഇസ് ദ സ്റ്റോറി അബൌട്ട് ദ കൊഡാവു പീപ്പിൾസ് ഡിസെൻഡ്? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ആൻസെസ്ട്രീനെ പറ്റിയിട്ട് ചോദിക്കും. ദ ഫിയർസ്ലി ഇൻഡിപെൻഡന്റ് പീപ്പിൾ ഓഫ് കൂർ ആർ ഡിസെൻഡൻസ് ഓഫ് ഗ്രീക്സ് ഓർ അറബ്സ്. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് ആവാൻ കാരണം. ഓക്കെ, ചൈനീസ് ഒന്നും പറയില്ല, അത് അടുത്ത ചാപ്റ്ററിൽ ചായ എവിടെ നിന്ന് വന്നു എന്നാ പറയുന്നത്. ഓക്കെ, a section of Alexander the Great's army moved south along the coast and settled here when they were unable to return to their country. അതൊരു കാരണം. Okay, these people married among the locals and this story was the descendant of Kadavu people. Okay, അപ്പം കൂർഗിലെ ഇതാണ് ഒരു സ്റ്റോറി. ഓക്കെ, ഇതൊരു സ്റ്റോറിയാണ്. ഇനി ചിലപ്പോൾ അറബ് കണക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം, അവരുടെ ഡ്രസ്സിന്റെ കാര്യം പറ്റിയിട്ട്. ഓക്കെ, സോ വാട്ട് ആർ സം ഓഫ് ദ തിങ്സ് യു നോ അബൌട്ട് കൂർഗ്? എന്താണ് ദ പീപ്പിൾ ഓഫ് കൂർഗിന്റെ പീപ്പിൾ എന്താണ്? ഹോസ്പിറ്റബിൾ ആണ്. പിന്നെ എന്താണ്, ഹോസ്പിറ്റാലിറ്റി അവരുടെ ട്രഡീഷണൽ ഒരു പാർട്ടാണ്. ദേ ആർ ഇൻഡിപെൻഡന്റ്, ഫിയർസ് പീപ്പിൾ, അവർക്ക് ഗൺസ് ക്യാരി ചെയ്യാൻ ലൈസൻസ് ഇല്ലാണ്ട്. ദേ ആർ മാർഷ്യൽ മെൻ, ബ്യൂട്ടിഫുൾ വിമൻ. പിന്നെ അതാണ് ആൾക്കാർ. മെയിൻ ക്രോപ്പ് എന്താണ്? കോഫി. സ്പോർട്സ് എന്തൊക്കെയാണ്? റിവർ റാഫ്റ്റിംഗ്, കനോയിങ്, പിന്നെന്താണ് ട്രെക്കിംഗ്, അങ്ങനത്തെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ദ ആനിമൽസ് യു ലൈക്ക് ടു സീ എലിഫന്റ്സ്, കിങ്ഫിഷേഴ്സ്, ബീസ്, ബേർഡ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ബാംഗ്ലൂർ ആൻഡ് ഹൗ ടു ഗെറ്റ് ദർ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയുന്നുണ്ട്. ബാംഗ്ലൂർ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് എല്ലാവരും ചാറ്റിലിടുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ ബൈ റോഡ് എന്താണ്? ഇറ്റ് ഇസ് 200 to 250 to 260 kilometers from Bangalore. Okay, ഇനി where is Coorg? കൂർഗിനെ പറ്റി പറയുമ്പോൾ കൂർഗിനെ പറ്റി നെറേറ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഹെവൻ, പാർട്ട് ഓഫ് ഹെവൻ. എന്താണ്? ഡ്രിഫ്റ്റഡ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ഓക്കെ, Coorg or Kodagu is the smallest district in Karnataka. It is situated midway between Mysore and the coastal town of Mangalore. മൈസൂറിനെയും മാംഗ്ലൂരിനെയും നടുക്കിങ്ങനെ മിഡ് പോയിന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ അറബ് ഡിസെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ട് പോകാറ്. ഓക്കെ, നമ്മൾ കുഫിയ, അത് ആ കാര്യം കൂടി എഴുതി വെക്കുക. അറബ് ഡിസെൻഡന്റ് ആവാൻ കാരണം അവരുടെ ഡ്രസ്സിൽ ഒരു നൈഫ് പോലത്തെ സാധനം വെക്ക്, കുഫിയ എന്ന് പറഞ്ഞിട്ട് ആ സാധനം എഴുതി വെക്കുക. ആ പോയിന്റ് കൂടി ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഡിസെൻഡൻസിനെ പറ്റിയിട്ട്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററും കൂടി കഴിഞ്ഞ് നമ്മൾ എന്താണ് ഇനി ഈ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ടീ ഫ്രം ആസാം. അത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററും കൂടി ഉള്ളു മക്കളെ. അത് കഴിഞ്ഞാൽ എന്താണ്? ദ സർമൺ അറ്റ് ബനാറസ്. അതും കൂടി കഴിഞ്ഞാൽ ദ ചാപ്റ്റർ, അല്ലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു.
നാളെ രാവിലെ നിങ്ങളുടെ സെക്കൻഡ് ബുക്ക് എന്നുള്ള ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ് എന്നുള്ള ബുക്കിന്റെ നമ്മൾ ചെയ്യുന്നതായിരിക്കും 11 AM. അത് പോരാതെ വൈകുന്നേരം നാളെ 6 PM എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നിങ്ങളെല്ലാം പോയിംസും ഡിസ്കസ് ചെയ്യും. പോയിറ്റിക് ഡിവൈസ്, പോയം റൈറ്റർ, എല്ലാം സ്റ്റൈൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ രാവിലെ മറ്റന്നാൾ ഈവനിങ് ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ടീ ഫ്രം ആസാം ചെയ്യാം. ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ, ഒരു സെക്കൻഡ് ആൻസർ എന്താ? ഓക്കെ, കണ്ടിന്യൂയിങ്. നമുക്ക് എന്താണ് ഈ ചാപ്റ്റർ കൂടെ ഞാൻ വേഗം ഇന്നത്തെ പരിപാടി തീർക്കാം അല്ലെ. അപ്പൊ ആദ്യം ടീ ഫ്രം ആസാമിൽ ആരാണ് 2 ക്യാരക്ടേഴ്സ്? നമ്മുടെ ഓത്തറിന്റെ പേര് എല്ലാവരും ഓർത്തിരിക്കണം, അരൂപ് കുമാർ ദട്ട. ഓക്കെ, അരൂപ് കുമാർ ദട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ആരാണ് 2 ക്യാരക്ടേഴ്സ്? വി ഹാവ് 2 ക്യാരക്ടേഴ്സ്, 2 ഫ്രണ്ട്സ് ആണ്. ആരൊക്കെയാണത്? സി ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, ബ്ലാ ബ്ലി ബ്ലൂ ബ്ലൂ ബ്ലൂ. ആരാണ്? രജ്വീറും പ്രഞ്ജോളും. ഓക്കെ, ആരൊക്കെയാണ്? രാജ്വീറും പ്രഞ്ജോളുമാണ്. ഓക്കെ, അപ്പൊ രണ്ടാളും ട്രെയിനിൽ പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം ആസാമിലേക്കാണ് പോകുന്നത്. ഓബ്വിയസ്ലി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ടീ ഫ്രം ആസാം ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് ടീ, its history and its significance. 2 boys, Rajveer, okay, നോട്ട് ചെയ്ത പേര് ഇമ്പോർട്ടന്റ് ആണ്, രജ്വീർ ആൻഡ് പ്രഞ്ജോൾ. ഈ പേരുകൾ നോട്ട് ചെയ്യുക. ആരാണ് ആസാമിൽ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞേ? are traveling to Assam. Rajveer tells Pranjol that over. See, ആരുടെ വീട്ടാണ്? ആരാണ് ആസാമിൽ നിന്ന് താമസിച്ച് ആസാമിലേക്ക് കൊണ്ടുവന്നത്? പ്രഞ്ജോൾ ആണ് ആസാമിൽ താമസിക്കുന്ന ആൾ. ഓക്കെ, രജ്വീറിനെ കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പൊ പക്ഷേ രജ്വീർ ആണ് പറയുന്നത്. പ്രഞ്ജോൾ എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക ട്രെയിനിൽ. ഓക്കെ, രജ്വീർ tells Pranjol that over 80 crore cups, 80 crore 80 കോടി കപ്സ് ഓഫ് ടീ ആർ ഡ്രങ്ക് എവറി ഡേ. ആരാണ് പറഞ്ഞത്? രജ്വീർ. നമ്മുടെ ടീ അറിയാത്ത ആസാമില് ആദ്യത്തെ പ്രാവശ്യം പോവാൻ പോകുന്ന ആള്, പ്രഞ്ജോൾ അല്ല കേട്ടോ. ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, the train passes through the green hills with the sea of tea bushes. കുറേ ഇങ്ങനെ ടീ ഒക്കെ കാണാൻ പറ്റും. രജ്വീർ ഇസ് വെരി എക്സൈറ്റഡ്. രജ്വീർ ഭയങ്കര ഗ്യാസ് എന്ന് പറയാം. അപ്പം പ്രഞ്ജോള് ഇതെല്ലാ ദിവസം കാണാൻ സംഭവം വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, Pranjol, who has been brought up on a plantation, does not share his excitement. എല്ലാ ദിവസവും നിങ്ങളെ നോർത്ത് ഇന്ത്യൻ വല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ ഡൽഹിയിൽ നിന്ന് അല്ലെ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഈ തെങ്ങ് ഇങ്ങനെ കാണുമ്പോൾ, ഇത്രയും തെങ്ങ് കാണുമ്പോൾ ഇത്രയും തേങ്ങ ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലുണ്ട്, മുറ്റത്തുണ്ട്, പുറകിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് അല്ലെ. നിങ്ങൾക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. അതേപോലെയാണ് പ്രഞ്ജോൾ. രജ്വീർ tells him all about the various legends അല്ലെ, ഇന്ത്യൻ ചൈനീസ് ബിഹൈൻഡ് ടീ. ടീ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു കഥകളുണ്ട്. 2 കഥകളുണ്ട്. ഒരെണ്ണം എന്താണ്? ഒരു ബോധിന്റെ കഥ. ഒരെണ്ണം പിന്നെന്താ? ചൈനീസ് എംപററിന്റെ കഥ. ഓക്കെ, he tells him how a Chinese emperor by chance discovered tea back in 2700 BC. Okay, 2700 BC പണ്ട് ഇങ്ങനെ ആക്സിഡന്റലി ഫൈൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. Another story was about how 10 tea plants grew from the eyelids of Bodhidharma Buddhist. ഓക്കെ, അതേപറ്റി പറയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ. ഐലിഡ്സ് കട്ട് ചെയ്തിട്ട് അത്. അപ്പൊ എന്താണ് ചൈനീസ് എംപററിന്റെ കാരണം? എന്താണ് ചൈനീസ് എംപറർ കാരണം? ചായ്, ചില്ലി എന്നുള്ളതൊക്കെ ആ പേരിന് തന്നെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ചൈനീസ് എംപറർ ലൈക്ക് ടു ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. ഓക്കെ, ബോയിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അറിയാണ്ട് ഈ ടീ ലീവ്സ് അറിയാണ്ട് അതിൽ വീണു. അപ്പൊ ടേസ്റ്റ് ഇഷ്ടം കാരണം ചായ അങ്ങനെ ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ടീ വാസ് ഫൗണ്ടഡ് ലൈക്ക് ദാറ്റ്. അല്ലാണ്ട് എന്താണ് ബോധിധർമ്മയുടെ സ്റ്റോറി? എന്താണ് ബോധിധർമ്മ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറക്കം വരും. നമ്മളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉറക്കം വരുന്ന പോലെ ബോധിധർമ്മയ്ക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്താണ് ഐലിഡ്സ് കട്ട് ചെയ്തു അല്ലെ. ഐലിഡ്സ് കട്ട് ചെയ്ത് വീണത് അതിൽ നിന്ന് എന്താണ് ഉണ്ടായി വന്ന ടീ ലീവ്സ് ആണ്. അതിട്ട് കുടിച്ച് കഴിച്ചപ്പോൾ സെറ്റ് അല്ലെ, ഒരുമാതിരി പരസ്യമൊക്കെ ഉണ്ടാക്കിയ പോലെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ്. അതാണ് ബോധിധർമ്മന്റെ സ്റ്റോറി. അപ്പൊ 2 ഒറിജിനൽ സ്റ്റോറി ഉണ്ട്. ബോധിധർമ്മന്റെ ഉണ്ട്, എനിക്ക് തോന്നുന്നില്ല അത് ശരിയാവുന്ന. മറ്റേതുണ്ട് ചായന്റെ. എന്താണ് ചായ എന്ന് പറയുമ്പോൾ ചൈനീസ് origin ആണ്. Okay, these words chai, chili are Chinese words. It was only in the 16th century that tea came to Europe. By now they had reached Marion Junction, okay, where they got down on the train ഇറങ്ങി അച്ഛനും അമ്മയും pick up ചെയ്തു. Okay, Dekiabari tea estate. On both sides of the road there were tea bushes, women puppy. Okay, 2 സൈഡിൽ എന്താണ് ഈ നിങ്ങളുടെ ഊട്ടിയിലല്ലേ കൂറിയിലല്ലേ എവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല, ഇങ്ങനെ ടീ ലീവ്സ് ഒക്കെ എടുത്തിട്ട് ബാക്കിലേക്ക് ഇടുന്ന ചേച്ചിമാർ. ആ ചേച്ചിമാരുണ്ടായിരുന്നു. പ്രഞ്ജോൾസ് ഫാദർ, പ്രഞ്ജോൾ, രജ്വീർ ആണ് എല്ലാം എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന ആള്. പ്രഞ്ജോളിന്റെ അച്ഛൻ ടോൾഡ് രജ്വീർ that he would tell them many more things about the plantation. അപ്പോഴാണ് അതിനിടയ്ക്ക് എന്താണ് നൈസായിട്ട് രജ്വീർ ഇങ്ങനെ എല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇംപ്രസ് ചെയ്യാൻ പോവാ. ഇത് സെക്കൻഡ് സീസൺ അല്ലേ എന്ന് ചോദിക്കുക അല്ലെ. എന്താണ് പ്ലക്കിങ്ങിന്റെ സെക്കൻഡ് സീസൺ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാണ് ബേസിക്കലി സംഭവം. ഓക്കെ, അപ്പൊ ആസാം ഇസ് നോൺ ആസ് ദ ടീ കൺട്രി. ഓക്കെ, ടീ കൺട്രി എന്ന് പറയുമ്പോൾ ഇന്ത്യ അല്ല, ആസാം ആണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് വായിക്കേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളൂ. വൈ വാസ് പ്രഞ്ജോൾ നോട്ട് എക്സൈറ്റഡ് ആസ് രജ്വീർ വാസ് അബൌട്ട് ദ ടീ ഗാർഡൻ? അപ്പൊ രജ്വീറിനെ പോലെ എക്സൈറ്റഡ് ആവാണ്ടിരിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ഹി ഹാഡ് ഗ്രോൺ അപ്പ് ഇൻ ടീ ഗാർഡൻസ്. ഓക്കെ,
he had grown up in and around tea gardens. ചെറുപ്പം മുതലേ ഈ തെങ്ങും തേങ്ങയും അതുപോലെ നമ്മൾ കാണുന്ന പോലെ എന്താണ് ടീ ഗാർഡൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രഞ്ജോൾ. What does Pranjol mean by saying that Assam has the largest concentration of plantation? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടീ എന്താണ് നടക്കുന്നത്. അതിന്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, നോക്കിയേ. That cultivation and harvesting or any similar suitable words of tea is highest in Assam. ആസാമിന് അതുകൊണ്ടാണ് ടീ, ഇത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കേട്ടോ, ടീ കൺട്രി ഓഫ് ദ വേൾഡ് എന്നും പറയുന്നത്. ഓക്കെ, ടീ കൺട്രി. ഓക്കെ, അത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്രയും കോൺസെൻട്രേഷൻ, കാരണം ഏറ്റവും കൂടുതൽ ടീ ഇവിടെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, fill in the blanks with only one word. Okay, Pranjol's dash comes through when clearly he exclaims, you will see enough gardens to last your lifetime. എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രഞ്ജോൾ എക്സൈറ്റഡ് ആണോ? എടാ നീ ലൈഫ് മൊത്തം കാണാനുള്ള ടീ ഗാർഡൻസ് ഇവിടെ ഉണ്ട്. അല്ല, അങ്ങനെ എടാ ഇവിടെ വന്നാൽ നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, അങ്ങനെ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് അതിൽ എന്താണ് ആ വേർഡ് വരുന്നത്? എന്താണ് പറയുന്നത്? ഫ്രസ്ട്രേഷൻ ആവാം, ഇറിറ്റേഷൻ. അയാൾ ഇങ്ങനെ മടുത്തിരിക്കുക. ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, ബോർഡം, എക്സാസ്പിറേഷൻ, അല്ലെങ്കിൽ ഇതിന് മീനിങ് വരുന്ന എന്തൊരു ഇതും വരാം. ഓക്കെ, ബേസിക്കലി ഇയാളെ ഇത് ലൈഫ് മൊത്തം കാണാനുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഇവിടെ ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ അക്കോർഡിംഗ് ടു രാജ്വീർ ഡസ് ദ വേൾഡ് നോ അബൌട്ട് ദ ഡിസ്കവറി ഓഫ് ടീ? ഓക്കെ, എങ്ങനെയാണ് അറിയുന്നത്? ഹിസ്റ്റോറിക്കൽ പ്ലേസസ്, ട്രഡീഷണൽ ടെയിൽ, ഓതന്റിക് അനക്ഡോട്ട് ഓർ പോപ്പുലർ പബ്ലിക്കേഷൻസ്. എങ്ങനെയാണ് വേൾഡിനെതിരെ ഹിസ്റ്ററിനെ പറ്റി അറിയുന്നത്? ഓക്കെ, ട്രഡീഷണൽ ടെയിൽസ്, പണ്ട് 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 എന്ന് പറഞ്ഞ മുത്തശ്ശന്മാരൊക്കെ പറയുന്ന കഥയിലൂടെ. ഓക്കെ, ലാസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, select the option that correctly captures the application of the word cried as used in line 1. Okay, hey, a tea garden, Rajveer cried excitedly. Rajveer ayyo tea garden ആണോ കരഞ്ഞത്? അല്ല, cried excitedly എന്ന് പറയുമ്പോൾ ഒച്ചയിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി, നല്ല എക്സൈറ്റഡ് ക്രൈ. ഓക്കെ, സാഡ് ക്രൈ അല്ല. ആ സെയിം മീനിങ്ങിൽ ഇവിടെ എവിടെ ഉപയോഗിക്കുന്നത്? ജസ്പ്രീത് cried a lot in spite of winning in the competition. അല്ല, അതല്ല. Jasprit cried out loud when he saw white tiger in the sanctuary. അത് പേടി in this cry. Jasprit cried for hours when the police was unable. അതും sad cry. Jasprit has barely cried since he was 3 age. അപ്പൊ ഇതാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആണ്? Jasprit crowd, എക്സൈറ്റഡ് ക്രൈ, സോറി മൈ ബാഡ്. ഓക്കെ, ഇവിടെ എന്താണ്? സങ്കടം, ഇമോഷണൽ ക്രൈ. ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? സന്തോഷവും സങ്കടവും കൊണ്ടുള്ള ക്രൈ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? വെൻ ഈ ഓക്കെ ക്രൈഡ് ഔട്ട് ലൗഡ്, ഒച്ചയിൽ ക്രൈ ഔട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? അത് ഇവിടെ ഇതാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇത് റോങ്, ഇത് കറക്റ്റ്. ഓക്കെ, ജസ്പ്രീത് ക്രൈഡ് ഫോർ അവേഴ്സ്, അതെന്താണ്? ഇമോഷണൽ സാഡ്, സങ്കടമുള്ള ക്രൈ ആണ്. ഓക്കെ, ആൻഡ് ഇതെന്താണ്? ജസ്പ്രീത് ഹാസ് ബെയർലി ക്രൈഡ് സിൻസ് ഹി വാസ്, ഒട്ടും കരഞ്ഞിട്ടില്ല. സെയിം ബെയർലി, ഇമോഷണൽ ക്രൈ അല്ലെ സാഡ് ആവുന്ന ക്രൈ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മീനിങ് മനസ്സിലായല്ലോ? ഈ ലൈൻ 1 ഉദ്ദേശിക്കുന്നത് ഹേ ടീ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രൈ ആണ് ഇവിടുത്തെ ക്രൈ. അപ്പൊ എന്താണ്? എക്സ്ക്ലെയിം ചെയ്തിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ടൈപ്പ് ക്രൈ ആണ്. ഓക്കെ, എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അഡ്രിനാലിൻ കൂടുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അപ്പൊ ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. Now let us come to the last and final chapter. ഗ്ലിംസസ് ഓഫ് ഇന്ത്യ പഠിച്ചു. ഇനി എന്താണ്? ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്, ബനാറസ്. ഓക്കെ, എന്താണ്? ദ സെർമൺ അറ്റ് ബനാറസ്. നാളെ രാവിലെ മറക്കരുത് 11 AM നിങ്ങളുടെ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഡിസ്കസ് ചെയ്യും. നാളെ വൈകുന്നേരം നിങ്ങൾക്ക് പോയംസിന്റെ എല്ലാം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? മറ്റന്നാൾ വൈകുന്നേരം, ഓക്കെ, സൺഡേ വൈകുന്നേരം 6 PM ഗ്രാമർ ആൻഡ് റൈറ്റിംഗ്, ലിറ്ററേച്ചർ, അത് ബാക്കി എല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ ഈ പവർ തന്നെ നാളെ വരാം, അതിനെക്കാട്ടും വരാം. പിന്നെ നോട്ട്സ് ഒക്കെ നിങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, നോട്ട്സ് എവിടെ കിട്ടാം? വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ജോയിൻ ചെയ്യുക. ഫ്രീ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എക്സാമിനർ +1 ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, സയൻസ് ബാച്ചിനുള്ള മൊത്തം ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ബുക്കൊക്കെ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഇല്ല, പഴയ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അല്ലേ. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഓക്കെ, now let's come to എന്താണ്? സെർമൺ അറ്റ് ബനാറസ്. ഓക്കെ, ആരുടെ കഥ? ബോധിധർമ്മന്റെ കഥയാണോ? അല്ല. ആരാണ്? ബുദ്ധന്റെ ശരിക്കത്തെ പേരെന്താണ്? ചാറ്റ് എല്ലാവരും പറയാം ബുദ്ധന്റെ ശരിക്കത്തെ പേര്. ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ, അനുസരണ സെക്കൻഡ് തരൂ, ഞാൻ ഒന്ന് വെള്ളം കുടിക്കട്ടെ. ബുദ്ധന്റെ പേരെന്താണ്? ബുദ്ധ എന്ന് പിന്നെ വന്ന പേരാ. ബുദ്ധയ്ക്ക് വേറൊരു പേരുണ്ട്, ആ ബോധി ട്രീന്റെ അടിയിലൊക്കെ ഇരുന്നപ്പോ. പക്ഷെ എന്താണ് ശരിക്കത്തെ ബുദ്ധന്റെ പേര്? ലോർഡ് എന്നാണ് ശരിക്കും പറഞ്ഞത്. പ്രിൻസ് ആണ് ബുദ്ധ. ഓക്കെ, ബുദ്ധ ജനിച്ചപ്പോഴേ ഇങ്ങനെ ഭയങ്കര എൻലൈറ്റൻഡ് ആയിരുന്നില്ല. പെട്ടെന്ന് എന്താണ് ഒരു ഏജ് 25 കുറച്ച് മോശം സാധനങ്ങൾ കണ്ടു. അപ്പൊ മനസ്സിലായി ഇത് വേൾഡ് ഇസ് നോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ. സങ്കടമായി. അങ്ങനെയാണ് നന്നായി. നമുക്ക് നോക്കാം എന്താ സംഭവം. ഓക്കെ, സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ.
ഓക്കെ, പിന്നെയാണ് ബുദ്ധ എന്നുള്ള ടൈറ്റിൽ വന്നത്. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധിന്റെ മഹാത്മാന്ന് പിന്നെ വന്ന പോലെ മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പോലെ അത് മാറ്റിയിട്ട് മഹാത്മാഗാന്ധി ആയില്ലേ, അതെപ്പോഴാ മഹാത്മയായപ്പോ വലിയ സംഭവമായപ്പോ അല്ലേ. അതേപോലെ സിദ്ധാർത്ഥ ഗൗതമ വാസ് ബോൺ ഇൻ എ റോയൽ ഫാമിലി full of worldly pleasure and amenities. ഫുൾ സന്തോഷങ്ങളായിരുന്നു. അച്ഛൻ ദ കിങ് മേഡ് ഷുവർ ഹി നെവർ, ഒരു സങ്കടം ആരും മരിക്കുന്നതോ ഒരു ഉപദ്രവിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. ഫുൾ ഹാപ്പിനെസ് ആൻഡ് only joyous things in his life. At 12 years of age he was sent a place far away from home. ഇങ്ങനെ മറ്റേ പണ്ടത്തെ സിസ്റ്റം അല്ലേ, ഇപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോയി പഠിച്ച് അയക്കുക, ഗുരുക്കൾ സിസ്റ്റം പോലെ അങ്ങനെയായിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങളെ പോലെ വീട്ടിലിരുന്നിട്ട് ഓൺലൈൻ സ്റ്റഡീസ് അല്ലേ, തിരിച്ച് പുറത്ത് പോയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. ഓക്കെ, അതേപോലെ ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്ട് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്. ഓക്കെ, ഓൺ ഹിസ് റിട്ടേൺ ഫ്രം ദിസ് പ്ലേസ് ഹി ഗോട്ട് മാരീഡ് ടു എ പ്രിൻസസ് നെയിം യശോധര. ഓക്കെ, യശോധരയായിട്ട് കല്യാണം കഴിച്ചു. ദേ ബോത്ത് ലിവ്ഡ് കണ്ടിന്യൂസ്ലി ആൻഡ് എന്താണ് കുട്ടിയൊക്കെ ആയി. ഓക്കെ, കുട്ടിയൊക്കെ ആയി സന്തോഷമായിട്ട് ഹാപ്പിലി എവർ ആഫ്റ്റർ. പക്ഷേ ഹാപ്പിലി എവർ ആഫ്റ്റർ ആയില്ല. നോക്കിക്കോ, one day Lord Buddha, the prince, okay, Lord Buddha Siddhartha Gautama അല്ലെങ്കിൽ prince, okay, was on a hunt when he met 4 men. Okay, initially he met the sick man. Okay, അപ്പോൾ 4 ആൾക്കാരെ കണ്ടു. Okay, initially he met the sick man, then the aged man, followed by a funeral procession of a monk who was begging for alms. Okay, ഇനി ഇതൊക്കെ സങ്കടമായിട്ടുള്ള, ഇത്രയും കാലം സങ്കടം ജീവിതത്തിൽ കാണാത്ത ഒരാൾ പെട്ടെന്ന് കാണുമ്പോൾ ഫുൾ ഷോക്ക് ആവും. ഓക്കെ, ദി സൈറ്റ്, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ സോംബി മൂവി കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോലെ, അത് റിയാലിറ്റി എന്ന് പറയുമ്പോൾ പേടിക്കൂല. അതേപോലെ സിദ്ധാർത്ഥ ഗൗതമ ഇങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ്, ഡെത്ത് കണ്ടിട്ടില്ല, സങ്കടം കണ്ടില്ല, പോവർട്ടി ഒന്നും കണ്ടിട്ടില്ല. പെട്ടെന്ന് ഇതൊക്കെ കാണാം, പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ സോംബി ഒക്കെ വരും. അപ്പൊ നിങ്ങൾ പേടിച്ചു. നിങ്ങൾ എന്താണ് സൈറ്റ് ഓഫ് ദീസ് പീപ്പിൾ ഷോക്ക്ഡ് ഹിം ടു സച്ച് an extent that സിദ്ധാർത്ഥ ഡിസൈഡഡ് ടു സീക്ക് എൻലൈറ്റ്മെന്റ്. എനിക്ക് എൻലൈറ്റൻമെന്റ് വേണം എന്ന് പറഞ്ഞിട്ട് എന്താണ് ആള് നൈസായിട്ട് സ്ഥലം വിട്ടു. ഓക്കെ, ആഫ്റ്റർ 7 years of effort, 7 years 7 വർഷം, he finally got enlightened. Okay, 7 years ആണോ? എവിടെ ഇരുന്നിട്ടാണ് ഈ എൻലൈറ്റ്മെന്റ് കിട്ടിയത്? എല്ലാവരും ഒന്ന് ചാറ്റിൽ ആൻസർ ചെയ്തേ. കമോൺ, എല്ലാവരും ചാറ്റിൽ ആൻസർ ചെയ്ത്. എത്ര ദിവസം അല്ലെ, എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്? യെസ്, അപ്പൊ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള പോലെ തന്നെ See, 7 years wandering, 7 years അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് എൻലൈറ്റ്മെന്റ് നോക്കിപ്പോയി. പക്ഷേ 7 years കഴിഞ്ഞ 7 days, okay, 7 days, okay, after 7 years of effort he finally got എന്താണ് enlightened. എപ്പോഴാണ്? he sat under a tree, ഏതൊരു പീപ്പിൾ ട്രീ named ബോധി ട്രീ. അതിനെ പിന്നെ ബോധി ട്രീ എന്ന് പേരിട്ടു. 7 days അതിനടിയിൽ നിന്ന് എന്താണ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എൻലൈറ്റ്മെന്റ് കിട്ടിയതാണ് പറയുന്നത്. The Bodhi tree means the tree of wisdom. Eventually he started teaching, sharing his knowledge, which gave him the name Buddha. The Lord Buddha gave his first sermon at the holistic place Benares. അതാണ് sermon at Benares എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ് ഇൻട്രോ. എങ്ങനെ ഫോർമേഷൻ, എന്താണ് ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ല സംഭവം എന്താണ് ഈ ചാപ്റ്റർ നടക്കുന്നത്? ബേസിക്കലി കീസ ഗോദാമി എന്ന് പറഞ്ഞ ഒരു അമ്മ, ഒരു മദർ, ഓക്കെ, മദർ ഓഫ് എ ഡെഡ് ബേബി, ഒരു മരിച്ചുപോയ കുട്ടീന്റെ അമ്മയാണ്. ഇസ് ഗോയിങ് അറൌണ്ട് ടൗൺ, എല്ലാവരുടെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് എന്താണ് എന്റെ മോനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുക. സോ പീപ്പിൾ ആർ തിങ്കിങ് ഷി വാസ് ക്രേസി, എന്താ വട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, സി എനിക്ക് നിങ്ങളുടെ മോനെ രക്ഷിക്കാൻ പറ്റൂല, എന്താണ് ബേബിനെ രക്ഷിക്കാൻ പറ്റൂല, പക്ഷെ ഐ നോ സമൺ ഹു ക്യാൻ ഹെൽപ്പ്, എനിക്കൊരാളെ അറിയാം. എന്നിട്ട് ഗൗതമ ബുദ്ധന്റെ അടുത്ത് പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. When her son dies, Kisa Gotami goes from house to house. What does she ask? Does she get it? Why not? ഇത് ഗൗതമ ബുദ്ധന്റെ അടുത്ത് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവം. ഓക്കെ, കിസ ഗോദാമി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇത് അവിടെയല്ലേ, നോക്കി ഇവിടെയാണ്. ഇത് മുമ്പാ, നീ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഓൺലി സൺ, കിസ ഗോദാമി വാസ് ഓവർകം വിത്ത് ഗ്രീഫ്. ഭയങ്കര സങ്കടമൊക്കെ കേട്ടോ. ഷീ ക്യാരിഡ് ദ ഡെഡ് ബോഡി ഓഫ് ഹർ സൺ ഇൻ ഹർ ആർംസ് ആൻഡ് വെന്റ് ഫ്രം ഡോർ ടു ഡോർ ആസ്കിംഗ് ഫോർ മെഡിസിൻ ടു ക്യൂർ ഹർ ചൈൽഡ്. But nobody could provide any medicine. മരിച്ചുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള മെഡിസിൻ നമ്മുടെ കയ്യിലില്ല. ആൾക്കാരും വിചാരിച്ചു വട്ടായിരുന്നു ഈ പെണ്ണിന്. There is no such medicine available which can bring dead people back to life. അല്ലേ, ആരും രക്ഷിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ആൾക്കാർ വിചാരിച്ച് ഇയാൾക്ക് വട്ടാണ്. ഓക്കെ, കിസ ഗോദാമി അഗൈൻ ഗോസ് ഫ്രം ഹൗസ് ടു ഹൗസ് ആഫ്റ്റർ ഷീ സ്പീക്സ് വിത്ത് ബുദ്ധ. അപ്പൊ ഇയാൾ പറയുന്ന ബുദ്ധന്റെ അടുത്ത് പോയിക്കോ, ബുദ്ധ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ ബുദ്ധ പറഞ്ഞു, ഓക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പം മസ്റ്റേർഡ് സീഡ്സ്, ബുദ്ധ പറയുന്നു കീസ ഗോദാമിനോട് മസ്റ്റേർഡ് സീഡ്സ്, ഓക്കെ, മുളക് എന്താണ് മറ്റേ പൊട്ടിക്കുന്ന സാധനല്ലേ, ആ സാധനം, ഓക്കെ, അത് മസ്റ്റേർഡ് സീഡ്സ് കൊണ്ടുവരാൻ പറയുന്നു. ഓക്കെ, മുരിങ്ങക്കൊല്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ പേര് അറിയില്ല. ഓക്കെ, ആ സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് അറിയില്ല എന്തോ പേര്. ആ പൊട്ടിക്കുന്ന മസ്റ്റേർഡ് സീഡ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ ഇറ്റ് ഷുഡ് ബി ഫ്രം ഹൗസസ് വേർ നോ വൺ ഹാസ് ഡൈഡ്. ആരും മരിക്കാത്ത, ലവ്ഡ് വൺസ് ആരും മരിക്കാത്ത വീട്ടിൽ നിന്നുള്ള മസ്റ്റേർഡ് സീഡ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. ഓക്കെ,
അപ്പൊ നോക്കി, ഗൗതമ ബുദ്ധ ആസ്ക് കീസ to bring a handful of mustard seeds from a house where the death has never knocked at its door. Death എന്ന് പറഞ്ഞാൽ എന്താ, പെർസോണിഫിക്കേഷൻ പോലെയാണ്. ഡെത്ത് അവിടെ ഒക്കർ ചെയ്തില്ല, ആരും മരിച്ചിട്ടില്ല എന്നാ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ, കീസ ഗോതമി വെൻ ഫ്രം ഡോർ ടു ഡോർ ബട്ട് കുഡ്, എല്ലാവരും മസ്റ്റേർഡ് തരാൻ റെഡി ആയിരുന്നു. പക്ഷേ പിന്നെ ചോദിച്ചു, മരിച്ചവരാരും ഇല്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയാം. എല്ലാവരുടെ വീട്ടിലും ബേസിക്കലി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഷീ കുഡ് നോട്ട് ഗെറ്റ് ഇറ്റ് ആസ് ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ, ഇൻഹെറിറ്റബിൾ അല്ല, ഇന്നെവിറ്റബിൾ, ആൻഡ് എനിവൺ ഹൂസ് ബോൺ ഇസ് ബൗണ്ട് ടു ഡൈ. അപ്പോൾ ആൾക്ക് മനസ്സിലായി, എല്ലാ വീട്ടിലും പോകുമ്പോൾ മനസ്സിലായി എന്താണ്, എല്ലാവരും എപ്പോഴെങ്കിലും മരിക്കും. സോ ബേസിക്കലി ഇതാണ് ഈ കഥേന്റെ സ്റ്റോറി. ഓക്കെ, അപ്പം ഈ കീസ ഗോതമി വാസ് വെരി സാഡ്, ഭയങ്കര സങ്കടമൊക്കെ ആയിട്ടിരിക്കുന്നത്. പക്ഷേ കീസ ഗോതമി ദെൻ റിയലൈസ് ദാറ്റ് എനിവൺ ഹൂസ് ബോൺ വിൽ ഡൈ. ഓക്കെ, ചിലപ്പം ഇയാൾക്ക് വിഷമം കൂടുതലായിരിക്കും, പക്ഷേ എല്ലാ വീട്ടിലും എല്ലാവർക്കും ലവ്ഡ് വൺസ് മരിച്ചു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധ ഒരു ലെസൺ കൊടുത്തത്. ഓക്കെ, എല്ലാം വീട്ടിൽ നിന്ന് പോയിട്ടും എന്താണ് മസ്റ്റർഡ് സീഡ്സ് കൊണ്ടുവരാൻ വേർ ഒരാളും മരിക്കാത്തത്. അപ്പം എന്താണ്, ഇയാൾക്ക് മനസ്സിലായി ഷീ വാസ് സെൽഫിഷ്. അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി. ഓക്കെ, നോട്ട് ഫ്രം വീപ്പിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെർമൺ അറ്റ് ബനാറസ് നിങ്ങൾ പഠിച്ച ലെസണിൽ നിന്ന് എന്താണ് ദ ബോൾ പോയിമിലെ ബോയിനോട് എന്താണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നത്, അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബുദ്ധാസ് റിക്വസ്റ്റ് ഓഫ് എ ഹാൻഡ്ഫുൾ ഓഫ് മസ്റ്റർഡ് സീഡ്സ് ആൻഡ് ദ അഡീഷൻ ഓഫ് എ കണ്ടീഷൻ ടു ഇറ്റ്. ഓക്കെ, എന്താണ് ആ കണ്ടീഷൻ? അല്ലെ മസ്റ്റേർഡ് കിട്ടിയോണ്ട് എന്താണ് കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഒരിക്കലും പറ്റില്ല. എന്താണ് ബുദ്ധ ഉദ്ദേശിച്ചത്? ബുദ്ധ വാണ്ടഡ് ഹെർ ടു റിയലൈസ്, ഓക്കെ, റിയലൈസ് ദാറ്റ് ഡെത്ത് ഇസ് ഇന്നെവിറ്റബിൾ. ഷീ വാസ് ബീങ് സെൽഫിഷ് ആൻഡ് ഡെത്ത് ഹാപ്പൻസ്. ജനിച്ച ഒരാൾ, എനിവൺ ഹൂസ് ബോൺ വിൽ ഡൈ അറ്റ് സം പോയിന്റ്. ഓക്കെ, mustard seeds are easy to procure and available in every household. Addition condition, അവിടെയാണ് importance, must be procured from a house where no one has lost a child, husband, parent or friend. Made Kisa Gotami realize that universal nature of death. Okay, കിസാമി ഗോദാമി ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആട്ടോ, നമ്മൾ ചെയ്ത ക്വസ്റ്റൻ, നേരത്തെ ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പം അത്രയുള്ള ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് PDF അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും തീർത്തു. അപ്പൊ നാളെ രാവിലെ മറക്കരുത് മക്കളെ, അതോടെ ഇന്നത്തോടെ എല്ലാം ചാപ്റ്റേഴ്സ് ലെസൺസ് നമ്മൾ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് നാളെ തീർത്തു. നാളെ രാവിലെ ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റ്. ഓക്കെ, എവിടെ പോയി ഫുട് പ്രിന്റ്സ് വിത്തൗട്ട് ഫീറ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സും നാളെ രാവിലെ 11 മണിക്ക് എടുക്കുന്നതായിരിക്കും. അതുപോരാതെ നാളെ വൈകുന്നേരം 6 മണിക്ക് കൂടുതൽ ഞാനായിട്ട് കുറേ പോയംസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ പോയംസും ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നും എല്ലാത്തിനുള്ള പോയംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സൺഡേ മറക്കരുത് ഗ്രാമർ പ്ലസ് റൈറ്റിംഗ്. അപ്പൊ എല്ലാവരും ഫുൾ പവറിലിരിക്കുക മക്കളെ. നാളത്തെ ലൈവ് ഇപ്പൊ തന്നെ പോയി ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ ലൈവ് ഇഷ്ടപ്പെടുന്ന എന്താണെങ്കിലും കമന്റ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ എക്സാമിനും ഞങ്ങളുണ്ടാവും, എക്സാമിനൊക്കെ കൂടെ ഉണ്ടാവും. ഫുൾ പവർ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ 11 മണി ലൈവ് മറക്കരുത്. ആൻഡ് വാട്സാപ്പിൽ നോട്ട്സ് കിട്ടുന്നതായിരിക്കും എനി മൊമെന്റ് നൗ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നോട്ട്സ് അയച്ചു കൊടുത്ത് അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നോട്ട്സ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇതാ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ കാണാം. അപ്പൊ എല്ലാവരും കമന്റ് ലീവ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ടാറ്റ, ഗുഡ് നൈറ്റ്.